ಪ್ರೈಸ್ ಲಾರ್ಡ್. കരമുയർത്തി കർത്താവിന് ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ಹಸ್ತಗಳನ್ನೆತ್ತಿ ದೇವರಿಗೆ ಒಂದು ಒಳ್ಳೆಯ ಆಮೆನ್ ಹೇಳೋಣ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ದೇವರ ಅತಿಪರಿಶುದ್ಧವಾದ ನಾಮ ಈ ಹಗಲ ಜಾವದಲ್ಲಿ ಮಹಿಮೆ ಹೊಂದಲಿ. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് അടുത്തു വരുവാൻ തക്കവണ്ണം ಇನ್ನೊಂದು ಆವರ್ತಿ ಕೂಡ ದೇವರ ಸನ್ನಿಧಿಗೆ ಹತ್ತಿರಕ್ಕೆ ಬರುವಂತೆ ദൈവം ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ಕರ್ತನ ಒದಗಿಸಿಕೊಟ್ಟಂತಹ ಒಳ್ಳೆಯ ಅವಕಾಶಕ್ಕಾಗಿ ಕರ್ತನನ್ನ ತುಂಬ ಹೃದಯದಿಂದ ಕೊಂಡಾಡುವವನಾಗಿದ್ದೇನೆ. കർത്താവ് സഹായിക്കുന്ന കൃപകളെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. ಕರ್ತನ ಸಹಾಯ ಮಾಡುವಂತಹ ಕೃಪೆಗಳಿಗಾಗಿ ಕರ್ತನನ್ನು ಅಧಿಕವಾಗಿ ನಾನು ಕೊಂಡಾಡುವವನಾಗಿದ್ದೇನೆ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ എത്ര പേര് സന്തോഷത്തോടു കൂടിയായിരിക്കുന്നു? ಇಂದು ಹಗಲ ಜಾವದಲ್ಲಿ ಎಷ್ಟು ಜನ ಕರ್ತನ ಸನ್ನಿಧಿಯಲ್ಲಿ ಸಂತೋಷದಿಂದ ಇದ್ದೀರಿ? ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ മാത്രമാണ് ഒരു ദൈവ പൈതലിന് സന്തോഷിക്കുവാൻ ഇടയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ದೇವರ ಹತ್ತಿರಕ್ಕೆ ಬರುವಾಗ ಮಾತ್ರವೇ ಒಂದು ದೇವರ ಮಗುವಿಗೆ ಸಂತೋಷಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುವಂಥದ್ದು. കാരണം എന്താ? ಕಾರಣ ಏನು? ദൈവത്തിന്റെ സാന്നിധ്യം നാം ആയിരിക്കുന്നിടത്ത് ഇറങ്ങി വരുന്നുണ്ട്. ದೇವರ ಸಾನ್ನಿಧ್ಯ ನಾವಿರುವಂತಹ ಸ್ಥಳಕ್ಕೆ ಇಳಿದು ಬರುವಂತದ್ದಾಗಿದೆ. എത്ര പേർക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ಎಷ್ಟು ಜನರಿಗೆ ಅದು ತಿಳಿದುಕೊಳ್ಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ? ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഇന്ന് പകലത്തെ ചിന്തയ്ക്ക് ആധാരമായി ಇಂದು ಹಗಲ ಜಾವದ ಚಿಂತನೆಗೆ ಆಧಾರವಾಗಿ ലൂക്കോസ് എഴുതിയ സുവിശേഷം ಲೂಕನು ಬರೆದ ಸುವಾರ್ತೆ 1-ാം അധ്യായം ಅದರ 1ನೇ ಅಧ್ಯಾಯ 35-ാമത്തെ വാക്യം വായിക്കാം. 35ನೇ ವಾಕ್ಯವನ್ನ ಓದಿಕೊಳ್ಳೋಣ. ಲೂಕನು ಬರೆದ ಸುವಾರ್ತೆ 1ನೇ ಅಧ್ಯಾಯ ಅದರ 35ನೇ ವಾಕ್ಯ ಈ ರೀತಿಯಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ನಿನ್ನ ಮೇಲೆ ಪವಿತ್ರಾತ್ಮ ಬರುವುದು, ಪರಾತ್ಮರನ ಶಕ್ತಿಯ ನೆರಳು ನಿನ್ನ ಮೇಲೆ ಬೀಳುವುದು. ಆದುದರಿಂದ ಹುಟ್ಟುವ ಆ ಪವಿತ್ರ ಶಿಶು ದೇವರ ಮಗನೆನಿಸಿಕೊಳ್ಳುವುದು. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. ಎಲ್ಲ ಕಣ್ಣುಗಳನ್ನು ಒಂದು ನಿಮಿಷ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಮುಚ್ಚಿಕೊಳ್ಳೋಣ. ദൈവസന്നിധിയിൽ അതിരം തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಬಾಯಿಗಳನ್ನು ಬಿಚ್ಚಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ ಪ್ರಾರಂಭಿಸೋಣ. ഇന്ന് പകൽക്കാലം പുതിയൊരു സന്ദേശം സ്വർഗം എനിക്ക് കൈമാറണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ಒಂದು ಹಗಲ ಜಾಮದಲ್ಲಿ ದೇವರು ಒಂದು ಹೊಸದಾಗಿರುವ ಒಂದು ಸಂದೇಶವನ್ನು ನನಗೆ ದಯಪಾಲಿಸಬೇಕು ಎಂಬುದಾಗಿ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸೋಣ. ഒരു സന്ദേശം കേട്ടു മടങ്ങുന്നതിലുപരി ಒಂದು ಸಂದೇಶವನ್ನು ಕೇಳಿ ಹಿಂದಿರುಗುವುದಕ್ಕಿಂತಲೂ ಹೆಚ್ಚಾಗಿ ഒരു വിടുതൽ പ്രാപിച്ചു മടങ്ങുവാൻ, ಒಂದು ಬಿಡುಗಡೆಯನ್ನ ಹೊಂದಿ ಹಿಂದಿರುಗುವುದಕ್ಕೆ എന്നെ സഹായിക്കണമേ എന്ന് അതരം തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ನನಗೆ ಸಹಾಯ ಮಾಡು ಕರ್ತನೇ ಎಂಬುದಾಗಿ ಬಾಯಿ ತೆರೆದು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. പകലിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരൊക്കെ ഇതിന്റെ നടുവിലുണ്ടോ? ಇಂದು ಹಗಲ ಜಾವದಲ್ಲಿ ಆ ರೀತಿಯಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವ ಯಾರೆಲ್ಲ ಇದರ ಮಧ್ಯದಲ್ಲಿದ್ದಾರೋ അവരുടെ മേൽ ദൈവശക്തി വെളിപ്പെടുന്ന പകലായി തീരും ഇത്. ಅವರ ಮೇಲೆ ದೇವರ ಶಕ್ತಿಯು ಪ್ರಕಟವಾಗುವಂತಹ ಹಗಲಾಗಿ ಈ ಹಗಲು ಮಾರ್ಪಡುತ್ತದೆ. പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ, ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ. ಹಲ್ಲೆಲೂಯಾ. പകലിൽ അധരം തുറന്ന് അന്യഭാഷകളിൽ ദൈവസന്നിധിയിൽ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ಬಾಯಿಗಳನ್ನ ತೆರೆದು ಇಂದು ಹಗಲ ಜಾವದಲ್ಲಿ ಅನ್ಯ ಭಾಷೆಗಳಲ್ಲಿ ದೇವರ ನಾಮವನ್ನು ಮಹಿಮೆ ಪಡಿಸೋಣ. ಹಾಲೆಲೂಯಾ. ചൂരമലകടകൾ ഖമനഗരഗസ്യ വൈശ്യനാദികൾ ഖമരി ധുരാധനാദികൾ ഖന വൈശേരികനഗടഗസ്യ അന്ധരാദികൾ ഖമനഗരഗസ്യ. പ്രവർത്തികൾ ഇതിന്റെ നടുവിൽ വെളിപ്പെട്ടു വരുവാൻ, ಅಸಾಧಾರಣವಾಗಿರುವ ದೇವರ ಕಾರ್ಯಗಳು ಇದರ ಮಧ್ಯದಲ್ಲಿ ಪ್ರಕಟವಾಗುವುದಕ್ಕಾಗಿ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ಹಾಲೆಲೂಯಾ. പകലിൽ വചനം നമ്മുടെ ഇടയിൽ അതിശക്തമായി വെളിപ്പെടേണ്ടതിന് ಈ ಹಗಲ ಜಾವದಲ್ಲಿ ದೇವರ ವಾಕ್ಯವು ಶಕ್ತವಾಗಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಕಾರ್ಯ ಮಾಡೋದಕ್ಕೋಸ್ಕರ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸೋಣ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിടുതൽ നമ്മുടെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ചലിക്കേണ്ടതിനായി അതരം തുറന്നു പ്രാർത്ഥിച്ചു തുടങ്ങി. ದೇವರ ಬಯಸುವ ರೀತಿಯಾಗಿರುವ ಬಿಡುಗಡೆ ನಮ್ಮ ಕುಟುಂಬದೊಳಗಡೆ ಪ್ರಕಟವಾಗುವುದಕ್ಕಾಗಿ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸೋಣ. ൂരാമാനഗനാദികൾ ഖനേ വൈശ്യനാദിഘടകം രമാനകൾ ഖന അധുരീതനാദിഘടകസ്യ വൈശ്യാധികാരകം അധുരിമിരിമിരി വൗഷനാദികൾ ധുനേ വൈഢരാദികൾ ഖന അധുരാരകൽ ഖനേ വൈശ്യനം ധൂരവാല പൗഡാരകനാദിഘടകം ഉടമനഗരാദികൾ ഖന വൈഷാദികം ധുനേ ചൂടാരബാലബാല വൈശാന്ധരാദികൾ ഖന ഖനാരകസ്യ. ഹല്ലേലൂയ. ചൂടാരകനേ വൈശനാദികം വൈഡനാദികൾ ഖനേ അഠകാരകൾ ഖനഗര. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പുത്രനായ ക്രിസ്തുയേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടുത്തു വരുന്നു. ನಮ್ಮ ಪ್ರಿಯ ತಂದೆ, ನಮ್ಮ ರಕ್ಷಕನಾದ ಯೇಸು ಸ್ವಾಮಿ ಅಧಿಕಾರವುಳ್ಳ ನಾಮದಲ್ಲಿ ನಿಮ್ಮ ಸನ್ನಿಧಿಗೆ ಬಂದಿದ್ದೇವೆ.
പതിവ് പോലെ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്നു. ಕರ್ತನೆ, ನಿಮ್ಮ ಸನ್ನಿಧಿಯಲ್ಲಿ ಕರ್ತನೆ ನಾವು ಸೇರಿ ಒಟ್ಟಾಗಿ ನಿಮ್ಮ ಪಾದಗಳ ಬಳಿಗೆ ಬಂದಿದ್ದೇವೆ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം ഇതിന്റെ നടുവിൽ ഉള്ളതിനായി സ്തോത്രം. ನಮ್ಮ ಹೃದಯಗಳನ್ನ ಶೋಧನೆ ಮಾಡುವಂತಹ ದೇವರು ಇದರ ಮಧ್ಯದಲ್ಲಿ ಇರುವುದಕ್ಕಾಗಿ ನಿಮಗೆ ಸ್ತೋತ್ರ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരാളത്തമായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. ದೇವರ ಪವಿತ್ರಾತ್ಮನು ನಮ್ಮ ಯಜಮಾನನಾಗಿ ನಮ್ಮ ಸಂಗಡ ಇರುವುದಕ್ಕಾಗಿ ನಿಮಗೆ ಸ್ತೋತ್ರ. ജനത്തെ ഏൽപ്പിക്കുന്നു. ಜನರನ್ನ ನಿಮ್ಮ ಹಸ್ತಗಳಿಗೆ ಒಪ್ಪಿಸಿದ್ದೇವೆ. കൃപയാൽ മറയ്ക്കണം. ಕೃಪೆಯಲ್ಲಿ ಕರ್ತನೆ ಮರೆ ಮಾಡಿರಿ. അടിയങ്ങളെ താഴ്ത്തുന്നു. ನಮ್ಮನ್ನ ತಗ್ಗಿಸುತ್ತಿದ್ದೇವೆ. ദൈവശക്തിയിൽ കാക്കപ്പെടുമാറാക്കണം. ದೇವರ ಶಕ್ತಿಯಲ್ಲಿ ನಮ್ಮನ್ನ ಕಾಯಬೇಕು. അങ്ങ് അനുവദിക്കാത്ത ആലോചനകൾ പറയുവാൻ ನೀವು ಅನುಮತಿಸಿದಂತ ಆಲೋಚನೆಗಳನ್ನು ಹೇಳುವುದಕ್ಕೆ എന്റെ അധരത്തെ ഉപയോഗിക്കരുത്. ನೀವು ನಮ್ಮ ಬಾಯಿಗಳನ್ನು ಉಪಯೋಗಿಸಬಾರದು. ജനത്തെ നിറയ്ക്കണം. ಜನರನ್ನು ತುಂಬಿಸಿರಿ ಸ್ವಾಮಿ. വിടുവിക്കണം. ಬಿಡುಗಡೆ ಕೊಡಬೇಕು. പ്രാർത്ഥന കേൾക്കും. ಪ್ರಾರ್ಥನೆ ಕೇಳಬೇಕು. മഹത്വം അപ്പന്. ಮಹಿಮೆ ಎಲ್ಲ ನಿಮಗೆ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬೇಡುತ್ತೇವೆ. ആമേൻ. ಆಮೆನ್. കരമുയർത്തി കർത്താവിന്റെ ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ಹಸ್ತಗಳನ್ನೆತ್ತಿ ಕರ್ತನಿಗೆ ಒಂದು ಒಳ್ಳೆ ಆಮೆನ್ ಹೇಳೋಣ. ഇവിടെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. ಇಲ್ಲಿ ಲೂಕನ ಬರೆದ ಸುವಾರ್ತೆ 1ನೇ ಅಧ್ಯಾಯ ಅದರ 35ನೇ ವಾಕ್ಯದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಹೇಳಲ್ಪಡುತ್ತದೆ. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ನಿನ್ನ ಮೇಲೆ ಪವಿತ್ರಾತ್ಮನು ಬರುವುದು. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ಪರಾತ್ಪರನ ಶಕ್ತಿಯು ನಿನ್ನ ಮೇಲೆ നിഴലിടും. ಬೀಳುವುದು. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ, ಆದ್ದರಿಂದ ಹುಟ್ಟುವ ಆ ಪವಿತ್ರ ಶಿಶು ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ದೇವರ ಮಗ ನೆನೆಸಿಕೊಳ್ಳುವುದು. ഞാൻ ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, എത്ര പേര് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരുണ്ട് ഇതിന്റെ നടുവിൽ? ನಾನು ಕೇಳುತ್ತೇನೆ പ്രിയರೇ, ಎಷ್ಟು ಜನ ಪವಿತ್ರಾತ್ಮನನ್ನ ಹೊಂದಿಕೊಂಡವರಿದ್ದಾರೆ ಇದರ ಮಧ್ಯದಲ್ಲಿ? ആ ദൈവശക്തി നിഴലിട്ടവർ എത്ര പേരുണ്ട് ഇതിന്റെ നടുവിൽ? ಆ ದೇವರ ಶಕ್ತಿಯ ನೆರಳು ಬೀಳದಂತಹ ಎಷ್ಟು ಜನ ಇದ್ದಾರೆ ಇದರ ಮಧ್ಯದಲ್ಲಿ? എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ കഴിയുന്നുണ്ടോ? ಆದರೆ ದೇವರು ಬಯಸುವ ರೀತಿಯಾಗಿ ನಿಮಗೆ ಪ್ರಯೋಜನ ಹೊಂದುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆಯೋ? ഒരു കോൺഫറൻസ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 3 ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ, 7 ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ നീണ്ട ദീർഘ ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ നമ്മുടെ മേൽ വെളിപ്പെടുന്ന ആ ദൈവശക്തിയെ നമുക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ടോ? ಒಂದು 3 ದಿವಸ ಅಥವಾ 7 ದಿವಸ ಒಂದು ಕಾನ್ಫರೆನ್ಸ್ಗಳಾದಾಗ ಪ್ರಾರ್ಥನಾ ಕೂಟ ನಿರಂತರವಾಗಿ ನಡೆಯುತ್ತಿರುವಾಗ ಆ ದಿನಗಳಲ್ಲಿ ಅಲ್ಲದೆ ದೇವರು ನಮಗೆ ಕೊಟ್ಟಿರುವಂತಹ ದೇವರ ಶಕ್ತಿಯನ್ನು ನಮಗೆ ಉಳಿಸಿಕೊಳ್ಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತಿದೆಯೋ? കോൺഫറൻസ് വരുമ്പോൾ ഭയങ്കര സന്തോഷമാ. ಕಾನ್ಫರೆನ್ಸ್ ಬಂದಾಗ ನಮಗೆ ಬಹಳ ಸಂತೋಷ. മീറ്റിംഗിന് വരുമ്പോൾ ഭയങ്കര സന്തോഷമാ. ಕೂಟಕ್ಕೆ ಬಂದಾಗ ತುಂಬಾ ಸಂತೋಷ. ആരാധിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാ. ಆರಾಧಿಸುವಾಗ ತುಂಬಾ ಸಂತೋಷ. എന്നാൽ ഇതിന് ശേഷം, ಆದರೆ ಇದರ ನಂತರ ആ വെളിപ്പെടുന്ന ദൈവശക്തിയെ നമുക്ക് നിലനിർത്താൻ കഴിയുന്നു. ಆ ಪ್ರಕಟವಾಗುವಂತಹ ದೇವರ ಶಕ್ತಿಯನ್ನು ನಮಗೆ ನಿಲ್ಲಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆಯೋ? പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു. ಅದನ್ನು ಪ್ರಯೋಜನಪಡಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆಯೋ? ഇവിടെ ಇಲ್ಲಿ മറിയ എന്നൊരു ടീനേജുകാരിയുടെ അടുത്ത് ദൂതൻ ഇറങ്ങി നിന്ന് പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ಇಲ್ಲಿ ಮರಿಯಾ ಎಂಬುದಾಗಿರುವಂತಹ ಟೀನೇಜ್ ಆಗಿರುವಂತಹ ಯೌವನಸ್ಥಳಾಗಿರುವಂತಹ ಒಬ್ಬಳಿಗೆ ದೇವರ ದೂತನು ಹೇಳುತ್ತಿದ್ದಾನೆ, ದೇವರ ಆತ್ಮನು ನಿನ್ನ ಮೇಲೆ ಬರುವುದು. പ്രിയരെ ശ്രദ്ധിക്കണം. ಪ್ರಿಯರೇ ಗಮನಿಸಿರಿ, ഈ ദൂതനുമായുള്ള എൻകൗണ്ടറിന്റെ സമയത്ത് ಈ ದೂತನೊಂದಿಗಿರುವಂತಹ ಆ ಮಾತನಾಡುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ മറിയയ്ക്ക് ഏകദേശം 15 വയസ്സ് മാത്രം പ്രായം. ಮರಿಯಳಿಗೆ ಹೆಚ್ಚು ಕಡಿಮೆ ಒಂದು 15 ವರ್ಷ ಪ್ರಾಯ ಮಾತ್ರ ಇರಬಹುದು. ഇത് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ಇದು ಹೇಳೋದಕ್ಕೆ ಮೊದಲಾಗಿ ಒಂದು ಸಣ್ಣ ವಿಷಯ ಹೇಳಿದರೆ ಮಾತ್ರವೇ ನಿಮಗೆ ಅದು ಅರ್ಥ ಆಗೋದು. ഈ അടുത്ത സമയത്ത് ಮುಂದಿನ ಕಳೆದ ದಿನಗಳಲ್ಲಿ എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ വിവാഹിതനായി. ನನ್ನ ಒಂದು ಸ್ನೇಹಿತನಾಗಿರುವಂತಹ ಸೇವಕರು ಅವರು ಮದುವೆಯಾದರು. ഇപ്പോൾ ഏകദേശം 2 ವರ್ಷത്തോളം ಆಗುന്നു. ಈಗ ಅವರ ಮದುವೆಯಾಗಿ ಹೆಚ್ಚು ಕಡಿಮೆ 2 ವರ್ಷ ಕಳೆದಿರಬಹುದು. ഇതിന്റെ ഇടയിൽ 2 പ്രാവശ്യം അദ്ദേഹത്തിന്റെ ವೈಫ್ ಪ್ರೆಗ್ನೆಂಟ್ ಆയി. ಇದರ ಒಳಗಡೆ ಅಥವಾ ಈ ಮದುವೆ ಆದ ನಂತರವಾಗಿ ಅವರ ಪತ್ನಿ 2 ಸಾರಿ ಅವರು ಬಸುರಾದಳು. എന്നാൽ ഈ 2 പ്രാവശ്യവും അത് അബോർഷൻ ആയിപ്പോയി. ಇದು ಈ 2 ಸಾರಿಯೂ ಕೂಡ ತನಗೆ ಬಸುರಾಗಿರುವಂತಹ ಅನುಭವದಲ್ಲಿ ಅದು ಹೋಗುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. മാനുഷികമായ നിലവാരത്തിൽ കേട്ടപ്പോൾ അല്പം പ്രയാസം തോന്നി. ಮಾನಸಿಕವಾಗಿರುವ ರೀತಿಯಾಗಿ ಅದು ಕೇಳಿದಾಗ ಬಹಳ ವೇದನೆ ಉಂಟಾಯಿತು. നമ്മൾ ചിന്തിച്ചു, ഇത് ഭയങ്കര എന്തോ വലിയ പൈശാചിക ശക്തിയുടെ എന്തോ വലിയ പോരാട്ടമായിരിക്കുന്നു. ಇದು ನಾವು ಚಿಂತಿಸಿದ್ದು ಏನೋ ಒಂದು ದೊಡ್ಡ ಪೈಶಾಚಿಕ ಅಥವಾ ಸೈತಾನ ಶಕ್ತಿಯ ಹೋರಾಟವಾಗಿರಬಹುದು ಎಂಬುದಾಗಿ. ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ, ನಾನು ನನ್ನ ಮನೆಯಲ್ಲಿ ಇದನ್ನ ಮಾತನಾಡಿದಾಗ എൻ്റെ മമ്മി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ನನ್ನ ತಾಯಿ ರೀತಿಯಾಗಿ ಹೇಳಿದ್ರು,
ഇത് ഒരു കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ಇದು ಒಂದು ಕಾರಣದಿಂದ ಉಂಟಾಗುವುದು. ഈ ഗർഭപാത്രത്തിന്റെ ഭിത്തിക്ക് കനം കുറവായതുകൊണ്ട് അല്ലെങ്കിൽ കട്ടി കുറവായതുകൊണ്ട് ಈ ಗರ್ಭಕೋಶಕ್ಕೆ ಅದಕ್ಕೆ ಥಿಕ್ನೆಸ್ ಅಥವಾ ದಪ್ಪ ಕಡಿಮೆ ಅಥವಾ ಅದರ ಕೆಪಾಸಿಟಿ ಕಡಿಮೆ ಆದ್ರಿಂದ ಈ ರೀತಿಯಾಗಿ ಸಂಭವಿಸುತ್ತದೆ. ഈ കുഞ്ഞ് നഷ്ടപ്പെടുകയാണ്. ಈ ಮಗು ನಷ್ಟವಾಗುತ್ತಾ ಇದೆ. അർത്ഥാൽ ഇത്രയേ ഉള്ളൂ, ಅದರ ಅರ್ಥ ಇಷ್ಟೇ ಇದೆ. അകത്തുരുവാകുന്ന സന്തതിയെ ക്യാരി ചെയ്യാനുള്ള ഒരു പവർ ഈ ഗർഭപാത്രത്തിന് അല്ലെങ്കിൽ യൂട്രസിന് ഇല്ലാതാകുന്നത് കൊണ്ടാണ് ഈ കുഞ്ഞ് നഷ്ടപ്പെടുന്നത്. ಒಳಗೆ ಉಂಟಾಗುವಂತಹ ಮಗುವನ್ನ ಸಂರಕ್ಷಿಸುವುದಕ್ಕಿರುವಂತಹ ಶಕ್ತಿ ಗರ್ಭಕೋಶಕ್ಕೆ ಇಲ್ಲದೇ ಇರುವುದರಿಂದ ಈ ರೀತಿಯಾಗಿ ಉಂಟಾಗುತ್ತಾ ಇದೆ. അപ്പൊ ഞാൻ എന്റെ അകത്ത് ഈ ഒരു ചിന്ത ഇങ്ങനെ കയറി. ನನ್ನ ಒಳಗೆ ಈ ರೀತಿಯಾಗಿರುವಂತಹ ಒಂದು ಚಿಂತೆ ಬಂತು. ഞാൻ ആ സമയത്ത് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം ചോദിച്ചപ്പോൾ ನನ್ನ ಸ್ನೇಹಿತರಾಗಿ ಮೆಡಿಕಲ್ ಫೀಲ್ಡ್ ಅಲ್ಲಿ ಕೆಲಸ ಮಾಡುವಂತಹ ಅವರಿಗೆ ನಾನು ಈ ರೀತಿಯಾಗಿ ಇದನ್ನ ಶೇರ್ ಮಾಡಿದೆ. എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞത്, ಅವರು ನನಗೆ ನನ್ನ ಸಹೋದರ ಅಥವಾ ನನ್ನ ಗೆಳೆಯ ನನಗೆ ಹೇಳಿದ್ದು, രണ്ട് സമയത്ത് പ്രഗ്നൻസി ആകാൻ സാധ്യത കുറവാണ്, പ്രഗ്നന്റ് ആകാൻ സാധ്യത കുറവാണ്. രണ്ട് കാറ്റഗറിക്ക്. ಎರಡು ಸಂದರ್ಭಗಳಲ್ಲಿ ಪ್ರೆಗ್ನೆನ್ಸಿ ಅಥವಾ ಗರ್ಭಿಣಿಯಾಗುವುದಕ್ಕೆ ಸಂದರ್ಭಗಳು ಬಹಳ ಕಡಿಮೆ. അതായത് പ്രിമച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാർക്കും രണ്ടും ഈ ക്യാരിങ് പവർ കുറവാണ്. ಪಕ್ವತೆ ಅಥವಾ ಪ್ರಾಯ ಆಗದೇ ಇರುವಂತಹ ಅವರಿಗೂ ಅಥವಾ ಅದಕ್ಕಿಂತ ಮೊದಲ ಪ್ರಾಯ ಜಾಸ್ತಿ ಆದವರಿಗೂ ಈ ಗರ್ಭಿಣಿಯಾಗುವುದಕ್ಕೆ ಬಹಳ ಕಷ್ಟ ಎಂಬುದಾಗಿ ಹೇಳಿದರು. എൻ്റെ പ്രിയ സ്നേഹിതന്റെ വൈഫിന് പ്രായമുണ്ട് എങ്കിൽ തന്നെയും ನನ್ನ ಪ್ರಿಯ ಸಹೋದರನ ಪತ್ನಿಗೆ ಏಜ್ ಇದೆ ಎಂಬುದಾಗಿದ್ದರೂ ಕೂಡ അതിനനുസരിച്ചുള്ള ശാരീരികമായിട്ടുള്ള വളർച്ച ആ പ്രിയ സഹോദരിക്ക് ഇല്ലാതെ പോയി. ಅದಕ್ಕೆ ತಕ್ಕ ಹಾಗೆ ಶಾರೀರಿಕವಾಗಿರುವಂತಹ ಬೆಳವಣಿಗೆ ಅವರಿಗೆ ಇಲ್ಲದೆ ಹೋಯಿತು. അതുകൊണ്ട് തനിക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കഴിയാതെ ആയിപ്പോയി. ಅದರಿಂದ ತನಗೆ ಮಕ್ಕಳನ್ನ ಹೆರುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗದ ರೀತಿಯಾಗಿ ಆಯಿತು. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രിമച്യൂർഡ് ആയിട്ടുള്ള ഒരു യുവതി ഒരു ടീനേജുകാരിയാണ് മറിയ. ಇಲ್ಲಿ ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, ಟೀನೇಜ್ ಆಗಿರುವ ಯೌವನಸ್ಥಳಾಗಿರುವಂತಹ ಒಂದು മകളാಗಿದ್ದಾಳೆ മറിയಳು. മാനുഷികമായ നിലയിൽ യാതൊരു സാധ്യതയും മറിയയുടെ അകത്ത് ഇല്ല, സാധ്യതയില്ല. ಈ ಮಾನಸಿಕವಾಗಿರುವ ರೀತಿಯಾಗಿ ಯಾವ ರೀತಿಯಾಗಿಯೂ ಮರಿಯಳ ಜೀವಿತದಲ್ಲಿ ಈ ಕಾರ್ಯಗಳು ನಡೆಯುವುದಕ್ಕೆ ಸಾಧ್ಯವೇ ಇಲ್ಲ. എന്നാൽ അവിടെ പറയുന്നു, ಆದರೆ ಅಲ್ಲಿ ಹೇಳುವುದು, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ಆ ಪವಿತ್ರಾತ್ಮನು ನಿನ್ನ ಮೇಲೆ ಬರುವುದು, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ಪರಾತ್ಮರನ ಶಕ್ತಿಯು ನಿನ್ನ ಮೇಲೆ ಬೀಳುವುದು. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചിലതിനെ തൊട്ടുകൊണ്ട് ദൂത് കൈമാറുന്നു. ಇಂದು ಹಗಲ ಜಾವದಲ್ಲಿ ದೇವರಾತ್ಮನು ಕೆಲವರನ್ನ ಮುಟ್ಟುತ್ತಾ ದೇವರ ಸಂದೇಶವನ್ನ ಹೇಳುತ್ತಾ ಇದ್ದಾರೆ. മാനുഷികമായ നിലയിൽ അടഞ്ഞു പോയ ചിലതിന്റെ മേൽ ദൈവശക്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടാൻ പോകുന്നു. ಮಾನಸಿಕವಾಗಿ ಮುಚ್ಚಲ್ಪಟ್ಟಂತಹ ಕೆಲವೊಂದರ ಮೇಲೆ ದೇವರ ಶಕ್ತಿಯು ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. ഒരുപക്ഷെ നിങ്ങൾക്കോ നിങ്ങളുടെ ഇടയിലോ നിങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിലോ കുഞ്ഞുങ്ങളില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, ನಿಮ್ಮಲ್ಲಿಯೋ ನಿಮ್ಮ ಸಹೋದರರ ಮಧ್ಯದಲ್ಲಿಯೋ ನಿಮ್ಮ ಸಮೂಹದ ಮಧ್ಯದಲ್ಲಿ ನಿಮಗೆ ಪರಿಚಯವಿರುವವರಲ್ಲಿಯೋ ಯಾರಾದರಿಗೆ ಮಕ್ಕಳು ಇಲ್ಲದೆ ಇರುವಂತಹ ಪರಿಸ್ಥಿತಿಯಲ್ಲಿರುವವರಿಗೋಸ್ಕರವಾಗಿ ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಕ್ಕೆ ಮುಂದಾಗುವುದಾದರೆ, ആത്മാവിൽ പ്രവചിക്കുന്നു, ನಾನು ದೇವರಾತ್ಮನಲ್ಲಿ ಪ್ರವಾದನೆಯನ್ನು ಹೇಳ್ತಾ ಇದ್ದೇನೆ, ഒരു വർഷത്തിനകത്ത് ചില സന്തതികൾ പുറത്തു വരുന്ന ಸಮಯಗಳಾണെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. ಬರುವ ಒಂದು ವರ್ಷಗಳ ನಂತರ ಕೆಲವು ತಲೆಮಾರುಗಳು ಹೊರಬರುವುದಕ್ಕೆ ದೇವರು ಸಹಾಯ ಮಾಡುತ್ತಾರೆ ಎಂಬುದಾಗಿ ನಾನು ಪ್ರವಾದಿಸುತ್ತಾ ಇದ್ದೇನೆ. സാധ്യതകളില്ലാത്തിടത്ത് ദൈവം സാധ്യതകളെ ഒരുക്കുന്ന ദൈവമാണ്. ಸಾಧ್ಯತೆಗಳು ಇಲ್ಲದೆ ಇರುವಂತಹ ಸ್ಥಳದಲ್ಲಿ ದೇವರು ಸಾಧ್ಯತೆಗಳನ್ನು ಉಂಟು ಮಾಡುವಂತಹ ದೇವರಾಗಿದ್ದಾರೆ. അസാധ്യതകൾ വെളിപ്പെടുന്നിടത്ത് ദൈവത്തിന്റെ സാധ്യത വെളിപ്പെടുത്തി മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ಅಸಾಧ್ಯತೆಗಳು ಇರುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ದೇವರ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಅದನ್ನ ಮಾಡುವುದಕ್ಕೆ ಆತನು ನಂಬಿಗಸ್ತನಾಗಿದ್ದಾನೆ. പകലിൽ അത് വിശ്വസിക്കുന്നവർ എത്ര പേര് ഇതിന്റെ നടുവിലുണ്ട്? കരം തട്ടി ദൈവത്തിനൊരു നല്ല മഹത്വം കൈമാറിയാട്ടെ. ಇದನ್ನು ನಂಬುವವರು ಎಷ್ಟು ಜನ ಇದರ ಮಧ್ಯದಲ್ಲಿ ಇದ್ದೀರಿ? ನಗಲ ಜಾವದಲ್ಲಿ ಕರೆಗಳನ್ನ ತಟ್ಟುತ್ತಾ ದೇವರಿಗೆ ಮಹಿಮೆಯನ್ನು ಸಲ್ಲಿಸೋಣ. പ്രിയരെ, അതേപോലെ തന്നെ ಪ್ರಿಯರೇ, ಅದೇ ರೀತಿಯಾಗಿ നമ്മളും തുടക്കക്കാരായിട്ടുള്ള വിശ്വാസികളുടെ മേൽ ദൈവശക്തി വെളിപ്പെടുമ്പോൾ, ನಾವು ಪ್ರಾರಂಭಿಕವಾಗಿರುವಂತಹ ವಿಶ್ವಾಸಿಗಳಾಗಿರುವಾಗ ನಮ್ಮ ಮೇಲೆ ದೇವರ ಶಕ್ತಿಯು ಪ್ರಕಟವಾಗುವಾಗ അത് എത്രത്തോളം നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നുണ്ട്. ನಮಗೆ ಅದನ್ನ ಎಷ್ಟರ ಮಟ್ಟಿಗೆ ಅದನ್ನ ಕೊಂಡೊಯ್ಯುವುದಕ್ಕೆ ನಮಗೆ ಸಾಧ್ಯವಾಗುತ್ತದೆ, ನಿಲ್ಲಿಸುವುದಕ್ಕೆ ನಮಗೆ ಸಾಧ್ಯವಾಗುತ್ತದೆ. മലയാളത്തിൽ പറയുന്ന ഒരു ഭയങ്കര രസകരമായ ഒരു പദമുണ്ട്. ಮಲಯಾಳದಲ್ಲಿ ಹೇಳುವಂತಹ ಒಂದು ಭಯಂಕರವಾಗಿರುವಂತಹ ಒಂದು ಮಾತಿದೆ. ഇവിടെ അത് പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ಇಲ್ಲಿ ಅದನ್ನ ಹೇಳುತ್ತಿದ್ದಾರೋ ಇಲ್ಲವೋ ಎಂಬುದಾಗಿ ಗೊತ್ತಿಲ್ಲ. അതിങ്ങനെയാണ്, ಅದು ಈ ರೀತಿಯಾಗಿದೆ. മുഴുത്ത മാനസാന്തരം 3 മാസത്തേക്ക്, ದೊಡ್ಡ ಮಾನಸಾಂತರ 3 ತಿಂಗಳಿಗೆ ಮಾತ್ರ. ഹലോ ಹಲೋ, എത്ര പേരുണ്ട് ഇതിന്റെ നടുവിൽ? ಎಷ್ಟು ಜನ ಇದರ ಮಧ್ಯದಲ್ಲಿ ಇದ್ದೀರಿ?
ಮುഴുത്ത ಮಾನಸಾಂತರ 3 ಮಾಸത്തേക്ക്. ದೊಡ್ಡ ಮಾನಸಾಂತರ 3 ತಿಂಗಳಿಗೆ ಮಾತ್ರ. രക്ഷിക്കപ്പെട്ടു, ರಕ್ಷಣೆ ಹೊಂದಿದ್ದೇವೆ, സ്നാനപ്പെട്ടു, ದೀಕ್ಷಾಸ್ನಾನ ಹೊಂದಿದ್ದೇವೆ, അഭിഷേകം പ്രാപിച്ചു, ದೇವರಾತ್ಮನ ಅಭಿಷೇಕ ಹೊಂದಿದ್ದೇವೆ. രാത്രി എന്നില്ല പകലെന്നില്ല ಪ್ರಾರ್ಥನೆ ಆರಂಭಿച്ചു. ರಾತ್ರಿ ಅಂತಿಲ್ಲ ಹಗಲಂತಿಲ್ಲ ಎಂಬುದಾಗಿ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಪ್ರಾರಂಭಿಸಿದರು. എവിടെ മീറ്റിംഗ് ഉണ്ടോ അവിടെ എല്ലാം ಓಡಿ നടക്കുന്നു. ಎಲ್ಲಿ ಕೂಟಗಳು, ಎಲ್ಲಿ ಎಲ್ಲ ಕೂಟಗಳಿದೆಯೋ ಅಲ್ಲಿ ಎಲ್ಲ ಓಡಿ ಹೋಗ್ತಾರೆ. എവിടെ പ്രവാചകനുണ്ടോ അവിടെ പോയി ദൈവശബ്ദം കേൾക്കുന്നു. ಎಲ್ಲಿ ಪ್ರವಾದಿ ಬರುತ್ತಾರೋ ಅಥವಾ ಪ್ರವಾದಿ ಇದ್ದಾರೋ ಅಲ್ಲಿ ಹೋಗಿ ದೇವರ ಶಬ್ದವನ್ನು ಕೇಳುತ್ತಾರೆ. സിനിമ കാണത്തില്ല, ಸಿನಿಮಾ ನೋಡೋದಿಲ್ಲ, ഫേസ്ബുക്ക് ഉപയോഗിക്കത്തില്ല, ಫೇಸ್ಬುಕ್ ಯೂಸ್ ಮಾಡೋದಿಲ್ಲ, വാട്സപ്പ് വേണ്ട, ವಾಟ್ಸಪ್ ಬೇಡ, ഒരു മീഡിയാസും വേണ്ട, ಯಾವ ಮೀಡಿಯಾಗಳು ಬೇಡ, ദൈവശക്തി മാത്രം. ದೇವರ ಶಕ್ತಿ ಮಾತ್ರ. എപ്പോഴും ബൈബിൾ തുറന്നു വെക്കുന്നു, ಯಾವಾಗಲೂ ಬೈಬಲ್ನ ತೆರೆದಿಡ್ತಾರೆ, അതിലിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. ಅದನ್ನಂಗೆ ಈ ರೀತಿಯಾಗಿ ಓದ್ತಾ ಇದ್ದಾರೆ. സത്യത്തിൽ ഒരു രസകരമായ ഒരു സംഭവം ഉണ്ട്. ಅದರಲ್ಲಿ ಒಂದು ಒಳ್ಳೆಯ ಒಂದು ಅನುಭವ ಇದೆ. തേരിനകത്തിരുന്ന ഷണ്ണനെ പോലെയാണെന്ന് ಆರ್ಗೂ അറിയത്തില്ല. ಅದರ ರಥದೊಳಗಿದ್ದಂತಹ ಕಂಚುಕಿಯ ರೀತಿಯಾಗಿದೆ ಎಂಬುದಾಗಿ ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲ. പ്രാർത്ഥിക്കുന്നുണ്ടോ? ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಿದ್ದೀರೋ? ബൈബിൾ വായിക്കുന്നുണ്ടോ? ಸತ್ಯವೇದ ಓದ್ತಿದ್ದೀರೋ? ദൂത് കേൾക്കുന്നുണ്ടോ? ದೇವರ ಸಂದೇಶವನ್ನು ಕೇಳ್ತಾ ಇದ್ದೀರೋ? കേൾക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ಇದೆಲ್ಲ ನಾವು ಮಾಡ್ತಾ ಇದ್ದೇವೆ ಎಂಬುದಾಗಿದ್ದರೂ ಕೂಡ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ನಮಗೆ ಅದನ್ನು ಗ್ರಹಿಸಿಕೊಳ್ಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತಾ ಇಲ್ಲ. മേലിൽ നമ്മുടെ മേൽ ചലിക്കുന്ന ദൈവശക്തിയെ നിലനിർത്താൻ നമുക്ക് കഴിയുന്നില്ല. ನಮ್ಮ ಮೇಲೆ ಕಾರ್ಯ ಮಾಡುವಂತಹ ದೇವರ ಶಕ್ತಿಯನ್ನ ಅದನ್ನು ನಿಲ್ಲಿಸುವುದಕ್ಕೆ ನಮಗೆ ಸಾಧ್ಯವಾಗುತ್ತಾ ಇಲ್ಲ. എത്ര പേര് തയ്യാറാ? ಎಷ್ಟು ಜನ ಸಿದ್ಧರಾಗಿದ್ದೀರಿ? ഇന്ന് പകൽക്കാലം മേൽ ചലിക്കുന്ന ദൈവശക്തിയെ നിലനിർത്താൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന എത്ര പേര് തയ്യാറാ? ಈ ಹಗಲ ಜಾವದಲ್ಲಿ ನನ್ನ ಮೇಲೆ ಚಲಿಸುವಂತಹ, ನನ್ನ ಮೇಲೆ ಕಾರ್ಯ ಮಾಡುವಂತಹ ದೇವರ ಶಕ್ತಿಯನ್ನ ನಾನು ಅದನ್ನು ಸಂಪಾದಿಸಿ ಅಥವಾ ನಿಲ್ಲಿಸುತ್ತೇನೆ ಎಂಬುದು, ಅಥವಾ ಅದೇ ರೀತಿಯಾಗಿ ನಾನು ಸಂಪಾದಿಸಿಕೊಳ್ಳುವೇನೆ ಎಂಬುದಾಗಿ ಹೇಳುವುದಕ್ಕೆ ಎಷ್ಟು ಜನ ಸಿದ್ಧರಾಗಿದ್ದೀರಿ? ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. പ്രിയരെ, ഞാൻ പറഞ്ഞു, ಪ್ರಿಯರೇ, ನಾನು ಹೇಳಿದೆ, ഇനി മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇതിനെ ക്യാരി ചെയ്യാൻ കഴിയത്തില്ല. ಹೆಚ್ಚು ಪ್ರಾಯ ಹೊಂದಿದವರಿಗೂ ಕೂಡ ಇದನ್ನ ಸಂರಕ್ಷಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. വിശ്വാസത്തിൽ വന്നിട്ട് ചിലപ്പോൾ 30, 40, 50 കൊല്ലമായി കാണും. ನಂಬಿಕೆ ಅಥವಾ ವಿಶ್ವಾಸಕ್ಕೆ ಬಂದು, ವಿಶ್ವಾಸ ಜೀವಿತಕ್ಕೆ ಬಂದು 30, 40, 50 ವರ್ಷವಾಗಿರಬಹುದು. അല്ലെ വിശ്വാസത്തിൽ, അല്ലെ പെന്തക്കോസ്തിനകത്ത് ജനിച്ച് വളർന്ന വ്യക്തിയായിരിക്കും. ಇಲ್ಲ, ಒಂದು ವೇಳೆ ಪೆಂತಕೋಸ್ ಫ್ಯಾಮಿಲಿಯಲ್ಲಿ ಹುಟ್ಟಿ ಬೆಳೆದಂತಹ ವ್ಯಕ್ತಿಯಾಗಿರಬಹುದು. അങ്ങനെയുള്ള വ്യക്തികളുടെ അകത്തൊരു ധാരണയുണ്ട്. ಆ ರೀತಿಯಾಗಿರುವಂತಹ ವ್ಯಕ್ತಿಗಳ ಒಳಗಡೆ ಒಂದು ಧಾರಣೆ ಇದೆ. എനിക്കെല്ലാം അറിയാം, ನನಗೆಲ್ಲ ಗೊತ್ತು, എനിക്ക് മാത്രമേ എല്ലാം അറിയത്തുള്ളൂ. ನನಗೆ ಮಾತ್ರವೇ ಎಲ್ಲ ತಿಳಿದಿರುವುದು. കാരണം ഞാൻ പെന്തക്കോസ്തിനകത്ത് ജനിച്ച വ്യക്തി. ಕಾರಣ ನಾನು ಪೆಂತಕೋಸ್ ಫ್ಯಾಮಿಲಿಯಲ್ಲಿ ಹುಟ್ಟಿದವನು. അല്ല, ഞാൻ ഇത്ര വർഷം കൊണ്ട് വിശ്വാസത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ಇಲ್ಲದಂದ್ರೆ ನಾನು ಇಷ್ಟು ವರ್ಷಗಳಿಂದ ನಂಬಿಕೆಯಲ್ಲಿ ಇದ್ದಂತಹ ಮನುಷ್ಯ, ನಿಲ್ಲುವಂತಹ ಮನುಷ್ಯನು. ഇന്നലെ പൊട്ടി കിളിർത്ത അല്ലെങ്കിൽ ഇന്നത്തെ മഴയിൽ കിളിർത്തു വന്ന ഒരു പ്രവാചകൻ വന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ನಿನ್ನೆಯ ಮಳೆಯಲ್ಲಿ ಹುಟ್ಟಿದಂತಹ ಸಸಿಯ ರೀತಿಯಾಗಿರುವಂತಹ ಒಬ್ಬ ಪ್ರವಾದಿ ಬಂದು ಹೇಳಿದರೆ ನಾನು ಅದನ್ನು ನಂಬುವುದಿಲ್ಲ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് പ്രയോജനപ്പെടാൻ കഴിയത്തില്ല. ಆ ರೀತಿಯಾಗಿರುವಂತಹ ವ್ಯಕ್ತಿಗಳಿಗೆ ಪ್ರಯೋಜನ ಹೊಂದುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. അവർക്ക് ഈ ദൈവശക്തി ക്യാരി ചെയ്യാൻ കഴിയത്തില്ല. ಅವರಿಗೆ ಈ ದೇವರ ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ, ಸಂರಕ್ಷಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. ദൈവം എന്തിനാ നമ്മളെ വിളിച്ചേക്കുന്നത്? ದೇವರು ಯಾಕೆ ನಮ್ಮನ್ನ ಕರೆದಿದ್ದಾರೆ? എന്തിനാ വിളിച്ചേക്കുന്നത്? ಯಾತಕ್ಕೋಸ್ಕರವಾಗಿ ದೇವರು ನಮ್ಮನ್ನ ಕರೆದಿದ್ದಾರೆ? ഹലോ, ദൈവം ഞങ്ങളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ? ದೇವರು ನಮ್ಮನ್ನ ಮಾತ್ರವೇ ಆರಿಸಿಕೊಂಡಿದ್ದೋ? എല്ലാവരെയും ദൈവം വിളിച്ചേക്കുന്നത്. ಎಲ್ಲರನ್ನ ದೇವರು ಕರೆದಿದ್ದಾರೆ. ഒറ്റ കമാൻഡ്മെന്റേ ഉള്ളൂ. ಒಂದೇ ಆಜ್ಞೆಯಾಗಿದೆ. ഭൂലോകത്തിലൊക്കെയും പോയി ಭೂಲೋಕದ ಕಟ್ಟಕಡೆಯವರೆಗೆ ಹೋಗಿ സകലരെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ಸಕಲರನ್ನ, ಎಲ್ಲ ಮನುಷ್ಯರನ್ನ ನನ್ನ ಶಿಷ್ಯರನ್ನಾಗಿ ಮಾಡಿರಿ ಎಂಬುದು. അവിടെ ദൈവം പറഞ്ഞിട്ടില്ല ಅಲ್ಲಿ ದೇವರು ಹೇಳಲಿಲ್ಲ ചിലരെ പ്രവാചകന്മാരാക്കി വിളിക്കണം, ಕೆಲವರನ್ನ ಪ್ರವಾದಿಗಳನ್ನಾಗಿ ನೇಮಿಸಬೇಕು, ചിലരെ വിശ്വാസികളായിട്ട് മാത്രം വിളിച്ചാൽ മതി, ಕೆಲವರನ್ನ ವಿಶ್ವಾಸಿಗಳಾಗಿ ಮಾತ್ರ ಆರಿಸಿಕೊಂಡರೆ ಸಾಕು. അങ്ങനെ യേശു പറഞ്ഞിട്ടില്ല. ಆ ರೀತಿಯಾಗಿ ಯೇಸು ಹೇಳಿಲ್ಲ. യേശು കാണുന്നത് എല്ലാവരും ഒറ്റ കാറ്റഗറിയിലാണ്. ಯೇಸು ನೋಡುತ್ತಿರುವಂತದ್ದು ಎಲ್ಲರೂ ಒಂದೇ ಗುಂಪಿನವರಾಗಿ ಕಾಣುತ್ತಾ ಇದ್ದಾರೆ. യേശു പരിശുദ്ധാത്മാവിനെ പകർന്നതും എല്ലാവരുടെയും മേലാ. ಯೇಸು ಪವಿತ್ರಾತ್ಮನನ್ನ ದಾನ ಮಾಡಿರುವಂತದ್ದು ಎಲ್ಲರ ಮೇಲೆಯಾಗಿದೆ. ഈ 120 പേര് കൂടിയിരുന്നില്ലേ? ಈ 120 ಜನ ಸೇರಿ ಬಂದಿದ್ದಾರೆ. അതിനകത്ത് പത്രോസ് ഉണ്ടായിരുന്നല്ലോ, ಅದರಲ್ಲಿ ಪೇತ್ರನಿದ್ದನು, യാക്കോബ് ഉണ്ടായിരുന്നല്ലോ, ಯಾಕೋಬನಿದ್ದನು, യോഹന്നാൻ ഉണ്ടായിരുന്നല്ലോ, ಯೋಹಾನನಿದ್ದನು, ഇനി യൂദയ്ക്ക് പകരം കയറി കൂടിയ മത്തിയാസ് ഉണ്ടായിരുന്നല്ലോ, ಯೂದನಿಗೆ ಬದಲಾಗಿ ಬಂದಿರುವಂತಹ ಮತ್ತಿಯನಿದ್ದನು. അങ്ങനെ 12 ശിഷ്യന്മാരും ಹಾಗೆ 12 ಮಂದಿ ಶಿಷ್ಯರು, ബാക്കിയുള്ള 108 പേരും അവിടെ ഉണ്ട്. ಬಾಕಿ ಇರುವಂತಹ 108 ಜನ ಮಂದಿಯು ಅಲ್ಲಿದ್ದಾರೆ. ഈ 108 പേരുടെ മേൽ വെളിപ്പെടാതെ 12 പേരുടെ മേൽ മാത്രമല്ലല്ലോ ദൈവശക്തി വെളിപ്പെട്ട. ಈ 108 ಜನರ ಮೇಲೆ ಪ್ರಕಟವಾಗದೆ ಈ 12 ಜನರ ಮೇಲೆ ಮಾತ್ರವಲ್ಲ ದೇವರಾತ್ಮನು ಪ್ರಕಟವಾದದ್ದು. എല്ലാവരുടെ മേൽ വെളിപ്പെട്ടു. ಎಲ್ಲರ ಮೇಲೆ ದೇವರಾತ್ಮನು ಪ್ರಕಟವಾದನು. എല്ലാവരുടെ മേൽ ഒരുപോലെ വെളിപ്പെട്ടു. ಎಲ್ಲರ ಮೇಲೆ ಒಂದೇ ರೀತಿಯಾಗಿ ದೇವರಾತ್ಮನು ಪ್ರಕಟವಾದನು. ഇന്ന് പകലിൽ വളരെ ശ്രദ്ധിക്കണം. ಇನ್ನು ಹಗಲಲ್ಲಿ ಬಹಳ ಗಮನಿಸಬೇಕು. ദൈവശക്തി വെളിപ്പെട്ടവർ, ದೇವರ ಶಕ್ತಿ ಪ್ರಕಟವಾದವರು, അവർ കുറച്ചു കഴിഞ്ഞപ്പോൾ ചിതറിപ്പോകാൻ തുടങ്ങി. ಅವರು ಸ್ವಲ್ಪ ಸಮಯಗಳ ನಂತರವಾಗಿ ಆ
ಆಲಿಸಿದ್ರೆ ಆ ಕಡೆ ಈ ಕಡೆ ಚದುರಿ ಹೋಗುವುದಕ್ಕೆ ಪ್ರಾರಂಭವಾಯಿತು. ചിതറിപ്പോയവർ ಅವರು ಚದುರಿ ಹೋದವರು ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. ದೇವರಾಜ್ಯದ ಕುರಿತಾಗಿ ಆ ಸಂದೇಶ ಸಾರುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ഇന്ന് പകൽക്കാലം ദൈവശക്തി നിന്റെ മേൽ വരുന്നത്, ಇಂದು ಹಗಲ ಜಾವದಲ್ಲಿ ದೇವರ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಬರುವುದು നീ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കാനാ. ದೇವರ ರಾಜ್ಯದ ಕುರಿತಾಗಿ ನೀನು ಸಂದೇಶವನ್ನು ಹೇಳುವುದಕ್ಕೆ, ദൈവരാജ്യത്തെ പ്രസന്റ് ചെയ്യാനാ. ದೇವರ ರಾಜ್ಯವನ್ನು ನಿನ್ನ ತಿಳಿಸಿಕೊಡುವುದಕ್ಕೆ, വിടുതലുകൾ വെളിപ്പെടുത്താനാ. ಆ ಬಿಡುಗಡೆಯನ್ನ ಪ್ರಕಟಪಡಿಸುವುದಕ್ಕೆ, അത്ഭുതങ്ങൾ ചെയ്യാനാ. ಅದ್ಭುತಗಳನ್ನ ಮಾಡುವುದಕ್ಕೆ, അധികാരങ്ങൾ വെളിപ്പെടുത്താനാ. ಅಧಿಕಾರಗಳನ್ನ ಪ್ರಕಟಪಡಿಸುವುದಕ್ಕೆ. ഈ പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ಈ ಹಗಲ ಜಾವದಲ್ಲಿ ಎಷ್ಟು ಜನರು ನಂಬುತ್ತಾ ಇದ್ದೀರಿ? പകലിൽ നീ വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ, ಈ ಹಗಲ ಜಾವದಲ್ಲಿ ನಂಬುವುದಕ್ಕೆ ಸಿದ್ಧರಾದರೆ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുത്തി ಪವಿತ್ರಾತ್ಮನ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ದಯಪಾಲಿಸಿ, തന്റെ രാജ്യത്തിന് വേണ്ടി നിന്നെ ഉപയോഗിക്കുവാൻ ನನ್ನ ರಾಜ್ಯಕ್ಕೋಸ್ಕರವಾಗಿ ನಿನ್ನನ್ನು ಉಪಯೋಗಿಸುವುದಕ್ಕೆ എന്റെ ദൈവം ശക്തനാ. ನನ್ನ ದೇವರು ಶಕ್ತನಾಗಿದ್ದಾನೆ. നീ കടന്നു പോകുന്ന ക്യാമ്പസുകളിൽ, ನೀನು ಹೋಗಿರುವಂತಹ ಕ್ಯಾಂಪಸ್ಗಳಿಗೆ, നീ കടന്നു പോകുന്ന സ്ഥാപനങ്ങളിൽ ನೀನು ಹೋಗುವಂತಹ ಸಂಸ್ಥೆಗಳಲ್ಲಿ ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടുമ്പോൾ, ದೇವರ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟವಾಗುವಾಗ ಅಸಾಧಾರಣವಾದ ചില കാര്യങ്ങളെ അവൻ നിന്നിലൂടെ ചെയ്യും. ಕೆಲವು ಕಾರ್ಯಗಳನ್ನು ದೇವರಿನಿಂದ ಮಾಡುವರು. ഇന്ന് പകൽക്കാലം നിന്നിലൂടെ പുറത്തു വരുന്ന പ്രവർത്തികൾ, ಇಂದು ಹಗಲಿನಲ್ಲಿ ನಿನ್ನಿಂದ ಹೊರಬರುವಂತಹ അത് ಕಾರ್ಯಗಳು വിശുദ്ധമെന്ന് വിളിക്കപ്പെടും. ಅದು ಪರಿಶುದ್ಧವೆಂದು ഇന്ന് ಕರೆಯಲ್ಪಡುತ್ತದೆ. പകലിൽ അത് വിശ്വസിക്കുന്നവർ ಇಂದು ಹಗಲಲ್ಲಿ ಅದು ನಂಬುವವರು ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ കരം തട്ടി ಇದರ ಮಧ್ಯದಲ್ಲಿದ್ದರೆ ಕರಗಳನ್ನ ತಟ್ಟಿ കർത്താവിന് ഒരു നല്ല ആമേൻ കൊടുത്താട്ടെ. ಕರ್ತನಿಗೆ ಒಂದು ಒಳ್ಳೆ ಆಮೇನ್ ಹೇಳಿರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. Praise the Lord. Praise the Lord. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റുമുള്ള ജനം ബന്ധിക്കപ്പെട്ടു കിടക്കുന്നേ? ಯಾಕೆ ಪ್ರಿಯರೇ ನಮ್ಮ ಸುತ್ತ ಇರುವಂತಹ ಜನ ಬಂಧನದಲ್ಲಿ ಬಿದ್ದಿದ್ದಾರೆ? എന്തുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി വെളിപ്പെടാത്തെ? ಯಾಕೆ ನೀನು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಿರುವಾಗ ದೇವರ ಶಕ್ತಿ ಪ್ರಕಟವಾಗದೇ ಇರುವುದು? എന്തുകൊണ്ട് നീ നിൽക്കുന്ന മേഖലയിൽ കുടിയിരിപ്പുകൾ ആധിപത്യം പറയുന്നേ? ಯಾಕೆ ನೀನಿರುವಂತಹ ಸ್ಥಳದಲ್ಲಿ ಅನ್ಯ ಶಕ್ತಿಗಳು ಅಧಿಕಾರ ಹೇಳುವಂತದ್ದು? എന്തുകൊണ്ട് നിന്റെ പട്ടണത്തിൽ അധിപതി നിനക്കെതിരെ തിരിയുന്നേ? ಯಾಕೆ ನೀನಿರುವಂತಹ ಪಟ್ಟಣದ ಶಕ್ತಿಗಳು ನಿನಗೆ ವಿರುದ್ಧವಾಗಿ ಮಾರ್ಪಡುವುದು? എന്തുകൊണ്ട് ഭരണാധികാരികൾ നിനക്കെതിരെ തിരിയുന്നു? ಯಾಕೆ ಅಧಿಕಾರಿಗಳು ನಿನಗೆ ವಿರುದ್ಧವಾಗಿ ಮಾರ್ಪಡುವುದು? നിന്റെ മേൽ ആ ദൈവശക്തി വെളിപ്പെടുന്നില്ല. ನಿನ್ನ ಮೇಲೆ ಆ ದೇವರ ಶಕ್ತಿ ಕಾರ್ಯ ಮಾಡುತ್ತಾ ಇಲ್ಲ. പകലിൽ ശ്രദ്ധിച്ചോണേ. ನೀನು ಗಮನಿಸ್ತಾ ಇರಬೇಕು. യേശുവിനെ അറിയുന്നത് വരെ നിനക്ക് വലിയ കുഴപ്പം കാണത്തില്ല. ಯೇಸುವನ್ನು ತಿಳಿಯುವವರೆಗೆ ನಿನಗೆ ತುಂಬ ತೊಂದರೆ ಏನು ಉಂಟಾಗೋದಿಲ್ಲ. സ്നാനപ്പെട്ട് കഴിഞ്ഞാലും വലിയ കുഴപ്പം കാണത്തില്ല. ದೀಕ್ಷಾಸ್ನಾನ ಹೊಂದಿದ ನಂತರವೂ ತೊಂದರೆ ಏನು ಉಂಟಾಗೋದಿಲ್ಲ. എന്നാൽ എപ്പോൾ നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നുവോ, ಯಾವಾಗ ನೀನು ದೇವರಾತ್ಮನಿಂದ ತುಂಬಲ್ಪಡುತ್ತೀಯೋ, എപ്പോൾ നീ അഭിഷേകം പ്രാപിക്കുന്നുവോ, ಯಾವಾಗ ನೀನು ಅಭಿಷೇಕ ಹೊಂದುತ್ತೀಯೋ, അപ്പോൾ മുതൽ പിശാച് നിന്റെ പുറകിന് നടക്കും. ಆ ಕ್ಷಣದಿಂದ ಸೈತಾನನನ್ನು ಹಿಂಬಾಲಿಸುವನು. കാരണം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ, ಕಾರಣ ಪವಿತ್ರಾತ್ಮನು ನಿನ್ನ ಮೇಲೆ ಬಂದರೆ അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും. ಅತ್ಯುನ್ನತನಾಗಿರುವ ದೇವರ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಬರುವುದು. ശ്രദ്ധിച്ചോണേ പ്രിയപ്പെട്ടവരെ. ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ. പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വരുമെന്നാ പറഞ്ഞേ? ಪವಿತ್ರಾತ್ಮನು ಯಾರ ಮೇಲೆ ಬರುತ್ತದೆ ಎಂಬುದಾಗಿ ಹೇಳಿದರು? മറിയയുടെ മേൽ വരും. ಮರಿಯಳ ಮೇಲೆ ಬರುವುದು. അടുത്ത സ്റ്റെപ്പിൽ എന്താ നടക്കുന്നേ? ಎರಡನೆಯ ಹಂತದಲ್ಲಿ ಏನ್ ನಡೆಯುತ್ತದೆ? അത്യുന്നതന്റെ ശക്തി അവിടെ മേൽ നിഴലിടും. ಪರಾತ್ಮರನ ಶಕ್ತಿ ಅವಳ ಮೇಲೆ ನೆರಳು ಬೀಳುವುದು. ഇവിടെ ഞാനും നിങ്ങളും ഉൾപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ തലമുറയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ് ಈ ನಾನು ನೀವು ಒಳಪಟ್ಟಿರುವಂತಹ ತಲೆಮಾರುಗಳಿಗೆ ಸಂಭವಿಸುವಂತಹ ಬಹಳ ಒಂದು ಅಪಜಯ ಏನೆಂದರೆ, പരിശുദ്ധാത്മാവിനെ ഒരു ശക്തിയായിട്ട് മാത്രമേ നാം കാണുന്നുള്ളൂ. ಪವಿತ್ರಾತ್ಮನನ್ನ ಬಹಳ ಒಂದು ಶಕ್ತಿಯಾಗಿ ಮಾತ್ರವೇ ನಾವು ಕಾಣುತ್ತಾ ಇದ್ದೇವೆ. അതേ സമയം ഒരു വ്യക്തിയായിട്ട് കാണാൻ ശ്രമിക്കുന്നില്ല. ಅದೇ ಸಮಯದಲ್ಲಿ ಒಂದು ವ್ಯಕ್ತಿಯಾಗಿ ಕಾಣೋದಕ್ಕೆ ನಾವು ಬಯಸ್ತಾ ಇಲ್ಲ. ഇവിടെ പറഞ്ഞത് എന്താ? ಇಲ್ಲಿ ಹೇಳಿದ್ದೇನು? പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വരും? ಪವಿತ್ರಾತ್ಮನ ಯಾರ ಮೇಲೆ ಬರುವುದು? മറിയയുടെ മേൽ വരും. ಮರಿಯಳ ಮೇಲೆ ಬರುವುದು. അതിനുശേഷം ಅದರ ನಂತರ അത്യുന്നതന്റെ ശക്തി നിഴലിടും. ಪರಾತ್ಮರನ ಶಕ್ತಿಯು ನೆರಳು ಹಾಕುವುದು. ഇപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ಈಗ ನಾನು ಕೇಳಲಿ, നിങ്ങളോട് ഞാൻ ചോദിക്കാം, നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാണോ എന്ന് ചോദിച്ചാൽ ನಾನು ಈಗ ಕೇಳ್ತೇನೆ, ನೀವು ಪವಿತ್ರಾತ್ಮನ ದೀಕ್ಷಾಸ್ನಾನ ನಿಮಗೆ ಉಂಟಾಯಿತು ಎಂಬುದಾಗಿ ಕೇಳಿದರೆ, ഞാൻ ചോദിക്കുക പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാണോ എന്ന് ചോദിച്ചാൽ, ಪವಿತ್ರಾತ್ಮನನ್ನು ಹೊಂದಿದ್ದೀರೋ ಎಂಬುದಾಗಿ ಕೇಳಿದರೆ, നിങ്ങൾ പറയും പ്രാപിച്ചതാ. ನೀವು ಹೇಳ್ತೀರಿ ನಾನು ಹೊಂದಿದ್ದೇವೆ നിങ്ങൾ ಎಂಬುದಾಗಿ. അറിയുന്നേ? ಅದು ಹೇಗೆ ನಿಮಗೆ ಗೊತ್ತಾಗುವುದು? അതെങ്ങനെ നിങ്ങൾ അറിയുന്നേ? ಅದು ಹೇಗೆ ನಿಮಗೆ ಗೊತ್ತಾಗುತ್ತೆ? നിങ്ങൾ പറയും ഞങ്ങൾ ടങ്സിൽ പ്രാർത്ഥിക്കുന്നവരാ. ನೀವು ಹೇಳ್ತೀರಿ ನಾವು ಅನ್ಯ ಭಾಷೆಗಳಲ್ಲಿ ಮಾತನಾಡ್ತೇವೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, എപ്പോഴാ നിങ്ങളുടെ മേൽ ഈ ടങ്സ് വെളിപ്പെടുന്നേ? ಯಾವಾಗ ಈ ಅನ್ಯ ಭಾಷೆ ನಮ್ಮ ಮೇಲೆ ಪ್ರಕಟವಾಗುವುದು? അപ്പൊ ഈ ടങ്സ് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവ്? ಈ ಅನ್ಯ ಭಾಷೆಗಳು ಹೇಳುವಾಗ ಮಾತ್ರವೇ ಇರುವುದು ಪವಿತ್ರಾತ್ಮನು? നോ 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 നോ. ಅಲ್ಲ ಅಲ್ಲ ಅಲ್ಲ. യേശു പറഞ്ഞു,
ಯೇಸ್ವಾಮಿ ಹೇಳಿದ್ದು, മറ്റൊരു കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കലായി ഞാൻ അയക്കും. ಇನ್ನೊಂದು ಸಹಾಯಕನನ್ನ ನಾನು ನಿಮ್ಮ ಬಳಿಗೆ ಕಳುಹಿಸುವೆನು. അവൻ നിങ്ങളെ സകല സത്യത്തിലും ಆತ ನಿಮ್ಮನ್ನ ಸಕಲ ಸತ್ಯದಲ್ಲಿಯೂ വഴി നടത്തും. ದಾರಿ ನಡೆಸುವನು. വഴി നടത്തണമെങ്കിൽ ದಾರಿ ನಡೆಸಬೇಕಾದರೆ വഴി ഇദ്ദേഹത്തിന് വഴി അറിയത്തില്ല, ನನಗೆ ದಾರಿ ಗೊತ್ತಿಲ್ಲ, എനിക്ക് വഴി അറിയാം. ಅವರಿಗೆ ದಾರಿ ಗೊತ್ತು. ഞാൻ അദ്ദേഹത്തിന്റെ കരത്തിൽ ഹോൾഡ് ചെയ്യും. ನಾನು ಅವರ ಹಸ್ತದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಹಿಡಿದು ഹോൾഡ് ചെയ്യണമെങ്കിൽ, ಅದರ ಹಸ್ತವನ್ನು ಹಿಡಿಯಬೇಕಾದರೆ, അദ്ദേഹത്തെ നിയന്ത്രിക്കണമെങ്കിൽ ಅವರನ್ನು ನಿಯಂತ್ರಿಸಬೇಕಾದರೆ വ്യക്തിയായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാകണം. ಒಬ್ಬ ವ್ಯಕ್ತಿಯಾಗಿ ನಾನು ಅವರ ಸಂಗಡಲೇ ಇರಬೇಕು. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ വഴി നടത്തും. ಅದರ ನಂತರ ನಾನು ಅವರನ್ನು ಹಿಡಿದುಕೊಂಡು ದಾರಿ ನಡೆಸಬೇಕು. അങ്ങനെയെങ്കിൽ ಆ ರೀತಿಯಾಗಿದ್ದರೆ, സകല സത്യത്തിലും വഴി നടത്തണമെങ്കിൽ ಸಕಲ ಸತ್ಯದಲ್ಲಿಯೂ ದಾರಿ ನಡೆಸಬೇಕಾದರೆ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയല്ലേ? ಪವಿತ್ರಾತ್ಮನ ದೇವರು ಒಬ್ಬ ವ್ಯಕ್ತಿಯಲ್ಲವೇ? കരം ഉയർത്തി കർത്താവിന് ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ಹಸ್ತಗಳನ್ನೆತ್ತಿ ದೇವರಿಗೆ ಒಂದು ಒಳ್ಳೆಯ ಆಮೇಲೆ ಹೇಳೋಣ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ബോധ്യം നിന്റെ മേൽ ചലിച്ചാൽ, ಇವತ್ತು ಹಗಲು ಆ ರೀತಿಯಾಗಿರುವಂತದ್ದು ತಿಳುವಳಿಕೆ ನಿನಗೆ ಉಂಟಾದರೆ നിന്റെ മേൽ ദൈവശക്തി വെളിപ്പെടും. ನಿನ್ನ ಮೇಲೆ ದೇವರ ಶಕ್ತಿಯು ಪ್ರಕಟವಾಗುತ್ತದೆ. ദൈവശക്തി വെളിപ്പെട്ടാൽ, ದೇವರ ಶಕ್ತಿಯು ಪ್ರಕಟವಾದಾಗ നിനക്ക് മുമ്പിൽ പൈശാചിക ശക്തികൾ കീഴടങ്ങാൻ തുടങ്ങും. ದಿನಿಗೆ ಮುಂದಾಗಿ ಸೈತಾನ ಶಕ್ತಿಗಳು ಅಲ್ಲಿ ತಲೆಬಾಗುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸುತ್ತವೆ. നീ പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ನೀನು ಪ್ರಾರ್ಥಿಸುವಾಗ ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತವೆ. നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ನೀನು ಪ್ರಾರ್ಥಿಸುವಾಗ ರೋಗದ ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತವೆ. നീ പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക ശക്തികൾ അഴിഞ്ഞു മാറും. ನೀನು ಪ್ರಾರ್ಥಿಸುವಾಗ ಸೈತಾನ ಶಕ್ತಿಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತವೆ. ദേശശക്തികൾ വിട്ടുമാറും. ದೇಶದ ಶಕ್ತಿಗಳು ಬಿಟ್ಟು ಹೋಗುತ್ತವೆ. പട്ടണങ്ങളുടെ സ്വഭാവം മാറും. ಪಟ್ಟಣಗಳ ಸ್ವಭಾವಗಳ ಬದಲಾವಣೆಯಾಗುತ್ತವೆ. സഭയുടെ വളർച്ച വെളിപ്പെടും. ಸಭೆಯ ಬೆಳವಣಿಗೆ ಹೊರಬರುತ್ತದೆ. പകൽക്കാലം ആ ശക്തി തിരിച്ചറിയുന്നവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ ആധരം തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. ಆ ಶಕ್ತಿಯನ್ನು ತಿಳಿಯುವವರು ಇದರ ಮಧ್ಯದಲ್ಲಿದ್ದರೆ ಬಾಯಿಗಳನ್ನು ತೆರೆದು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ആത്മാവ് നിന്റെ മേൽ വന്നു. ಪವಿತ್ರಾತ್ಮ ನಿನ್ನ ಮೇಲೆ ಬಂದು, ദൈവശക്തി നിന്റെ മേൽ വന്നു. ದೇವರ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಬಂತು. നീ അറിയാത്തത് എന്തോ ഒന്ന് നിന്റെ അകത്ത് ഉരുവാകാൻ തുടങ്ങി. ನಿನಗೆ ತಿಳಿಯದ ರೀತಿಯಾಗಿರುವ ಯಾವುದೋ ಒಂದು ನಿನ್ನ ಒಳಗೆ ಪ್ರಾರಂಭವಾಗುವುದಕ್ಕೆ ಆಯಿತು. പരിശുദ്ധാത്മാവിനാൽ ഉരുവാകുന്നത്, ಪವಿತ್ರಾತ್ಮನಲ್ಲಿ ಉಂಟಾಗುವಂತದ್ದು, അത്യുന്നതന്റെ ശക്തിയാൽ ഉരുവാകുന്നത്, ಅತ್ಯುನ್ನತನ ಪರಾತ್ಮನ ಶಕ್ತಿಯಲ್ಲಿ ಉಂಟಾಗುವಂತದ್ದು, വ്യത്യസ്തമായതൊന്നാ. ಅದು ವ್ಯತ್ಯಾಸವಾಗಿರುವಂತದ್ದಾಗಿದೆ. പകലിൽ അത് നിന്റെ മേൽ വെളിപ്പെട്ടാൽ, ಈ ಹಗಲು ಅದು ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟವಾದರೆ, അതിന് നീ നിന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്താൽ, ಅದಕ್ಕೆ ನೀನು ನಿನ್ನನ್ನೇ ವಿಧೇಯಪಡಿಸಿದರೆ അടുത്തൊരു ജനറേഷൻ പുറത്തു വരും. ಇನ್ನೊಂದು ತಲೆಮಾರು ಹೊರಬರುತ್ತದೆ. അടുത്ത ചില വിടുതലുകൾ പുറത്തു വരും. ಇನ್ನು ಕೆಲವು ಬಿಡುಗಡೆ ಹೊರಬರುತ್ತದೆ. അത് പുറത്തു വന്നാൽ, ಅದು ಹೊರಬಂದರೆ നീ ആള് മാറിയവനെ പോലെയാകും. ನೀನು ಮನುಷ್ಯ ಬದಲಾವಣೆಯಾದ ರೀತಿಯಾಗಿ ಆಗುತ್ತಿ. മാറിയവളെ പോലെയാകും. ಆ ಮನುಷ್ಯ ಬದಲಾವಣೆಯಾದ ರೀತಿಯಾಗಿತ್ತಿ. ഇന്ന് പകൽക്കാലം നീ കടന്നു പോകുമ്പോ ಈ ಹಗಲು ನೀನು ಹಾದು ಹೋಗುವಾಗ ജനം തിരിച്ചറിയാൻ തുടങ്ങും. ಜನರು ತಿಳಿದುಕೊಳ್ಳುತ್ತಾರೆ, ജനം മനസ്സിലാക്കാൻ തുടങ്ങും. ಜನರು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುತ್ತಾರೆ. ഈ ദൈവദാസന്റെ മേൽ എന്തോ ഒന്നുണ്ട്. ಈ ದೇವರ ಸೇವಕರ ಮೇಲೆ ಏನೋ ഈ ಒಂದಿದೆ. ദൈവദാസിയുടെ മേൽ എന്തോ ഒന്നുണ്ട്. ಈ ದೇವ ಸೇವಕಿಯ ಮೇಲೆ ಏನೋ ಒಂದಿದೆ. ഈ കുഞ്ഞിന്റെ മേൽ എന്തോ ഒന്നുണ്ട്. ಈ ಮಗುವಿನ ಮೇಲೆ ಏನೋ ಒಂದಿದೆ. ഈ മകളുടെ മേൽ എന്തോ ഒന്നുണ്ട്. ಈ ಮಗನ ಮೇಲೆ ಏನೋ ಒಂದಿದೆ. ആരുടെ മേൽ ഇല്ലാത്തത്, ಯಾರ ಮೇಲೆ ಇಲ್ಲದೆ ಇರುವುದು, ആരുടെ മേൽ ചലിക്കാത്തത്, ಯಾರ ಮೇಲೆ ಚಲಿಸದೇ ಇರುವುದು, ആരുടെ മേൽ ഇല്ലാത്തത്, ಯಾರ ಮೇಲೆ ಇಲ್ಲದೆ ಇರುವುದು, ആരുടെ മേൽ വെളിപ്പെടാത്തത്, ಯಾರ ಮೇಲೆ ಪ್ರಕಟವಾಗದೇ ಇರುವುದು, ഇവരുടെ മേൽ വെളിപ്പെട്ടു. ಇವರ ಮೇಲೆ ಪ್ರಕಟವಾಯಿತು, ഇവരുടെ മേൽ ചലിച്ചു. ಇವರ ಮೇಲೆ ಕಾರ್ಯ ಮಾಡಿತು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ಆಮೆನ್. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, ನಾನು ಕೇಳಲೆ ಪ್ರಿಯರೇ, ഇതിന്റെ അടിസ്ഥാനത്തിൽ എത്ര പേർക്ക് ശരിക്കും പ്രയോജനപ്പെടാൻ കഴിയുന്നുണ്ട്? ಇದರೊಳಗಡೆ ಎಷ್ಟು ಜನರಿಗೆ ಯಥಾರ್ಥವಾಗಿ ಪ್ರಯೋಜನ ಹೊಂದೋದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆ? എത്ര പേർക്ക് ആത്മശക്തി നിലനിർത്താൻ കഴിയുന്നുണ്ട്? ಎಷ್ಟು ಜನರಿಗೆ ಆತ್ಮನ ಶಕ್ತಿಯನ್ನ ಅದನ್ನ ಅದೇ ರೀತಿಯಾಗಿ ನೆಲೆನಿಲ್ಲಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆ? എത്ര പേർക്ക് ഇത് ക്യാരി ചെയ്യാൻ കഴിയുന്നുണ്ട്? ಎಷ್ಟು ಜನರಿಗೆ ಇದನ್ನು ಹೊತ್ತುಕೊಂಡು ಹೋಗೋದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എന്റെ സ്നേഹിതന്റെ വൈഫ് പ്രഗ്നന്റ് ആയി 3 മാസം കഴിയുമ്പോഴത്തേക്ക് അബോർട്ട് ആയി പോവുകയാണ്. ನನ್ನ ಸ್ನೇಹಿತನ ಪತ್ನಿ ಪ್ರೆಗ್ನೆಂಟ್ ಆಗಿ 3 ತಿಂಗಳಾದಾಗ ಅದು ಅಬೋರ್ಷನ್ ಆಗುತ್ತೆ. പ്രഗ്നന്റ് ആയി 1-ാം മാസം കഴിയുമ്പോൾ അദ്ദേഹം വിളിച്ചു പറയുന്നത് എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്, അല്ലെങ്കിൽ എന്റെ വൈഫിന് ഒരു വിശേഷമുണ്ട്. ಪ್ರೆಗ್ನೆಂಟ್ ಆಗಿ 1ನೇ ತಿಂಗಳಾದಾಗ ಅವರು ಹೇಳ್ತಾರೆ, ನನ್ನ ಪತ್ನಿಗೆ ಒಂದು ವಿಶೇಷವಿದೆ, ಅದು ನನ್ನ ಪತ್ನಿ ಪ್ರೆಗ್ನೆಂಟ್ ಆಗಿದ್ದಾರೆ ಎಂಬುದಾಗಿ ಹೇಳ್ತಾರೆ. ഭയങ്കര സന്തോഷം. അത് ಬಹಳ ಸಂತೋಷ ಅದು ಕೇಳುವಾಗ. 2 മാസം ആയപ്പോഴും ഭയങ്കര സന്തോഷം. 2 ತಿಂಗಳಾದಾಗಲೂ ಬಹಳ ಸಂತೋಷ. എന്നാൽ 3 മാസം കഴിയുമ്പോൾ ಆದ್ರೆ 3 ತಿಂಗಳು ಕಳೆಯುವಾಗ അദ്ദേഹത്തിന്റെ സന്തോഷത്തെ കെടുത്തി കളയുകയാണ്. ಅವರ ಸಂತೋಷವನ್ನು ನಷ್ಟಪಡಿಸ್ತಾ ಇದೆ. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെ തന്നെയല്ലേ? ಈ ಹಗಲ ಜಾವದಲ್ಲಿ ನಾನು ನೀವು ಆ ರೀತಿಯಾಗಿ ಅಲ್ವೇ? ദൈവശക്തി പ്രാപിച്ചു, ದೇವರ ಶಕ್ತಿಯನ್ನು ಹೊಂದಿದ್ದೇವೆ. 1-ാം മാസം കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. 1 ತಿಂಗಳು ಕಳೆದಾಗ ಬಹಳ ಸಂತೋಷ. 8 മണിക്കാണ് ആരാധനയെങ്കിൽ
8 ಗಂಟೆಗೆ ಸಭಾಕೂಟ ಪ್ರಾರಂಭವಾಗುವುದಾದರೆ 7:30 ആകുമ്പോൾ വന്ന് സഭയ്ക്കകത്ത് കയറും. 7:15 ಆದಾಗ ಬಂದು ಸಭೆಯೊಳಗೆ ಪ್ರವೇಶಿಸುವರು. അതിനുശേഷം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ಅದರ ನಂತರವಾಗಿ ಅನ್ಯ ಭಾಷೆಗಳಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ ಇರ್ತಾರೆ. പ്രാർത്ഥന കഴിഞ്ഞാലും പോകത്തില്ല. ಪ್ರಾರ್ಥನೆ ಮುಗಿದರೂ ಕೂಡ ಹೋಗೋದಿಲ್ಲ. 2ാം മാസം എത്തുമ്പോഴത്തേക്കും ഭയങ്കര ശക്തി. 2ನೇ ತಿಂಗಳಾದಾಗ ಬಹಳ ಇನ್ನಷ್ಟು ಶಕ್ತಿ ಹೆಚ್ಚಾಗುತ್ತೆ. എന്നാൽ 3ാം മാസം കഴിയുമ്പോൾ ಆದರೆ 3 ತಿಂಗಳು ಕಳೆದಾಗ 8 മണിയുടെ ആരാധനയ്ക്ക് വരുന്നത് 8 ಗಂಟೆಯ ಕೂಟಕ್ಕೆ ಬರುವುದು 2:30 ആകും. 8:30 ಆಗುತ್ತೆ. 8:30 ആകും. 8:30 ಆಗುತ್ತೆ. അത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു 9 മണിയൊക്കെ ആകും. ಅದು ಕಳೆದಾಗ ಒಂಚೂರು ಸಮಯ ಕಳೆದಾಗ 9 ಗಂಟೆ ಆಗುತ್ತೆ. വലിയ ആത്മ സന്തോഷമൊന്നും അകത്ത് ഫീൽ ചെയ്യത്തില്ല. ಬಹಳ ಆತ್ಮಿಕ ಸಂತೋಷ ಏನು ಒಳಗಡೆ ಉಂಟಾಗುವುದಿಲ್ಲ. ചോർത്തിക്കളയുന്ന എന്തോ ഒന്നുണ്ടല്ലോ ನಿನ್ನ ಸೋರಿಸುವಂತಹ ಏನೋ ಒಂದಿದೆ ಅಲ್ವಾ ನಿನ್ನ ಒಳಗಡೆ. ഇതിനെ വഹിക്കാൻ കഴിയാത്ത എന്തോ ഒന്നുണ്ടല്ലോ. ಇದನ್ನ ಹೊರುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗದಿರುವಂತ ಏನೋ ಒಂದು ನಿನ್ನೊಳಗೆ ಒಳಗಡೆ ಇದೆ ಅಲ್ಲ. ഇവിടെ മറിയയോട് പറഞ്ഞ ശ്രദ്ധിക്കണേ. ಇಲ್ಲಿ ಮರಿಯಳಿಗೆ ಹೇಳಿದನ್ನ ನೀವು ಗಮನಿಸಬೇಕು. ആകയാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ಪವಿತ್ರಾತ್ಮ ನಿನ್ನ ಮೇಲೆ ಬರುವುದು. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ಪರಾತ್ಪರನ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ನೆರಳು ಬೀಳುವುದು. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ അല്ലെങ്കിൽ വിളിക്കപ്പെടും. ಅದರಿಂದ ಉಂಟಾಗುವಂತಹ ವಿಶುದ್ಧ ಶಿಶು ದೇವರ ಮಗನೆನಿಸಿಕೊಳ್ಳುವನು ಎಂಬುದಾಗಿ പരിശുദ്ധാത്മാവും അത്യുന്നതന്റെ ശക്തിയും നമ്മുടെ മേൽ നിഴലിട്ട് കഴിയുമ്പോൾ ಪವಿತ್ರಾತ್ಮನು ಪರಾತ್ಪರನ ಶಕ್ತಿಯು ನಮ್ಮ ಮೇಲೆ ನೆರಳು ಬೀಳುವಾಗ ഒരു വിശുദ്ധ പ്രജ ഉരുവാകും. ಒಂದು ವಿಶುದ್ಧರಾಗಿರುವ ಶಿಶು ಉಂಟಾಗುವುದು. എന്നാൽ അത് പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ ಆದರೆ ಅದು ಹೊರಗೆ ಬರುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗದ ರೀತಿಯಾಗಿ തെറ്റിച്ച് കളയുന്ന ചിലതുണ്ട്. ನಮ್ಮನ್ನ ತಪ್ಪಿಸಿ ಬಿಡುವಂತ ಕೆಲವೊಂದು ಕಾರ್ಯಗಳಿವೆ. ഞാൻ വിവാഹിതനല്ല, ನಾನು ಅವರು ವಿವಾಹಿತರಲ್ಲ. പക്ഷെ എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ കേട്ടുള്ള അറിവേ ഉള്ളൂ. ಇದರ ಕಾರ್ಯಗಳೆಲ್ಲವೂ ನನಗೆ ಕೇಳಿದಿರುವಂತಹ ತಿಳುವಳಿಕೆ ಮಾತ್ರ. പ്രഗ്നന്റ് ആയതിനു ശേഷം ಪ್ರೆಗ್ನೆಂಟ್ ಆದ ನಂತರ ഡോക്ടർമാർ പറയും, ವೈದ್ಯರು ಹೇಳ್ತಾರೆ, ഒരുപാട് യാത്രകൾ ചെയ്യരുത്, ತುಂಬಾ ಪ್ರಯಾಣ ಮಾಡಬಾರದು, ഒത്തിരി സൂക്ഷിക്കണം, ಬಹಳ ಗಮನಿಸಬೇಕು, ഒത്തിരി ശ്രദ്ധിക്കണം, ಬಹಳ ಗಮನಿಸಬೇಕು, എങ്കിൽ മാത്രമേ ಆದರೆ ಮಾತ್ರವೇ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ಈ ಮಗು ನಿಮಗೆ ಸಿಗುವಂಥದ್ದು. ശ്രദ്ധിച്ചേ, ಗಮನಿಸ್ರಿ. അങ്ങനെയാണെങ്കിൽ ಆ ರೀತಿಯಾಗಿದ್ದರೆ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം ದೇವರ ಆತ್ಮನ ಅಭಿಷೇಕ ಹೊಂದಿದ ನಂತರ ഇന്നലകളിൽ സംസാരിച്ചതുപോലെ നമുക്ക് സംസാരിക്കാൻ കഴിയുമോ? ನಿನ್ನೆ ಮಾತನಾಡಿದ ರೀತಿಯಾಗಿ ನಮಗೆ ಮಾತನಾಡುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೋ? ഇന്നലകളിൽ നടന്നതുപോലെ നമുക്ക് നടക്കാൻ കഴിയുമോ? ನಿನ್ನೆ ನಡೆದ ರೀತಿಯಾಗಿ ನಮ್ಮ ಜೀವನವನ್ನು ನಡೆಸುವುದಕ್ಕೆ ನಮಗೆ ಸಾಧ್ಯವಾಗುತ್ತದೋ? ഇന്നലകളിൽ കണ്ടത് നമുക്ക് ഇനിയും കാണാൻ കഴിയുമോ? ನಿನ್ನೆವರೆಗೆ ಕಂಡಂತಹ ಕಾರ್ಯಗಳನ್ನ ಇವತ್ತು ನಮಗೆ ನೋಡೋದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೋ? ഇന്നലകളിൽ നമ്മൾ ആവശ്യമില്ലാത്ത മെസ്സേജ് അയച്ചു, ನಿನ್ನೆ ನಾವು ಅರ್ಹತೆ ಇಲ್ಲದಂತಹ ಮೆಸೇಜ್ಗಳನ್ನು ಕಳುಹಿಸಿದ್ದೇವೆ. ഇന്നലകളിൽ നാം ആവശ്യമില്ലാത്തത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു, ನಿನ್ನೆ ನಾವು ಅವಶ್ಯಕತೆ ಇಲ್ಲದ ಬೇಡದಂತಹ ಕಾರ್ಯಗಳನ್ನು ನಾವು ಫೇಸ್ಬುಕ್ ಅಲ್ಲಿ ಶೇರ್ ಮಾಡಿದ್ದೇವೆ, കമന്റ് ചെയ്തു, ಕಮೆಂಟ್ ಮಾಡಿದ್ದೇವೆ, ലൈക്ക് അടിച്ചു, ಲೈಕ್ ಮಾಡಿದ್ದೇವೆ, എല്ലാം ചെയ്തു. ಇದೆಲ್ಲ ಮಾಡಿದ್ದೇವೆ. എന്നാൽ ദൈവശക്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോ ಆದರೆ ದೇವರ ಶಕ್ತಿ ಪ್ರಕಟವಾದ ನಂತರ നമ്മൾ വ്യത്യസ്തരാകണം. ನಾವು ಇದಕ್ಕಿಂತೆಲ್ಲ ವ್ಯತ್ಯಾಸರಾಗಬೇಕು. എന്തുകൊണ്ടാണെന്നറിയാവോ നമ്മുടെ മേൽ ദൈവശക്തി വെളിപ്പെടുന്നത്? ಯಾಕೆ ಗೊತ್ತಾ ನಮ್ಮ ಮೇಲೆ ದೇವರ ಶಕ್ತಿಯು ಪ್ರಕಟವಾಗುವುದು? നമ്മെ ആള് മാറിയവരെ പോലെ ആക്കി തീർക്കാൻ, ನಮ್ಮನ್ನು ಜನ ಬದಲಾವಣೆ ಮಾಡಿದ ರೀತಿಯಾಗಿ ಮಾರ್ಪಡಿಸುವುದಕ್ಕೋಸ್ಕರ, മറ്റൊരു വ്യക്തിയാക്കി തീർക്കാൻ, ನಮ್ಮನ್ನು ಇನ್ನೊಂದು ವ್ಯಕ್ತಿಯಾಗಿ ಮಾರ್ಪಡಿಸುವುದು. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, എന്താ ഈ ദൈവശക്തി നിലനിർത്താൻ എന്റെ അകത്തും നിങ്ങളുടെ അകത്തും കഴിയാതെ പോകുന്ന ചില ജഡിക സ്വഭാവങ്ങൾ? ಏನು ಈ ದೇವರ ಶಕ್ತಿಯನ್ನ ನಿಲ್ಲಿಸುವುದಕ್ಕೆ, ನನ್ನೊಳಗೆ ನಿಮ್ಮೊಳಗೆ ನಿಲ್ಲಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುವುದಕ್ಕೆ ಹೋಗುವಂತಹ ಶರೀರದ ಕಾರ್ಯಗಳು. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വേഗത്തിൽ ചിന്തിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടും. ಆ ರೀತಿಯಾಗಿರುವಂತಹ ಕಾರ್ಯಗಳನ್ನ ಚಿಂತಿಸಿ ಬೇಗನೆ ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಕ್ಕೆ ನಾನು ಬಯಸುತ್ತಿದ್ದೇನೆ. ശ്രദ്ധിച്ചേ, ಗಮನಿಸಿರಿ. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്നു ശൗല്. ಇಸ್ರಾಯೇಲನ ಮೊದಲ ಅರಸನಾಗಿದ್ದನು ಶೌಲನು. ഈ ശൗലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ಈ ಸೌಲನ ಪ್ರತ್ಯೇಕತೆ ಏನೆಂದರೆ, ഇസ്രായേലിൽ ഏറ്റവും അല്ലെങ്കിൽ അവന്റെ ഗോത്രത്തിൽ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തനായിരുന്നു ഇവൻ. ಅದಕ್ಕಿಂತಲೂ ಇತರ ಜನಗಳಿಗಿಂತಲೂ ವ್ಯತ್ಯಸ್ತನಾಗಿದ್ದಂತ ಒಬ್ಬ ಮನುಷ್ಯರಾಗಿದ್ದನು ಸೌಲ. അവന്റെ അത്രയും ഉയരമുള്ള വ്യക്തി ആ ഇസ്രായേലിൽ ഇല്ലായിരുന്നു. ಅವನಷ್ಟು ಎತ್ತರ ಇದ್ದಂತಹ ಮನುಷ್ಯ ಇಸ್ರಾಯೇಲ್ ಅಲ್ಲಿ ಬೇರೆ ಯಾರೂ ಇದ್ದಿಲ್ಲ. എന്നാൽ അവന്റെ മേലിലുള്ള അഭിഷേകത്തെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം അവന്റെ അകത്തില്ലായിരുന്നു. ಆದರೆ ಅವನಿಗೆ ಕೊಟ್ಟಿರುವಂತಹ ಅಭಿಷೇಕದ ಕುರಿತಾಗಿಯೋ ಅವನಿಗಿದ್ದಂತಹ ಒಂದು ಕಾರ್ಯದ ಕುರಿತಾಗಿಯೋ ಅವನಿಗೆ ಒಂದು ತಿಳುವಳಿಕೆ ಇದ್ದಿಲ್ಲ. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മേൽ ദൈവിക അഭിഷേകം ചലിച്ചു അവനെ രാജസ്ഥാനത്ത് എത്തിച്ചു. ಆ ರೀತಿಯಾಗಿದ್ದಂತಹ ವ್ಯಕ್ತಿಯ ಮೇಲೆ ದೇವರ ಆತ್ಮನ ಶಕ್ತಿ ಹರಡಿದ ನಂತರ ಅವನನ್ನ ದೇವರು ರಾಜ್ಯ ಸ್ಥಾನಕ್ಕೆ ತಂದನು. അപ്പന്റെ ഭവനത്തിൽ ഉണ്ടായ ഒരു നഷ്ടമാണ് അവനെ രാജസ്ഥാനത്ത് എത്തിച്ചത്. ತಂದೆಯ ಮನೆಯಲ್ಲಿ ಇದ್ದಂತಹ ಒಂದು ನಷ್ಟವಾದ್ದರಿಂದ ಅಥವಾ ನಷ್ಟವಾಗಿದ್ದರಿಂದ ಅವನನ್ನ ಯಥಾರ್ಥವಾಗಿ ರಾಜ್ಯ ಸ್ಥಾನಕ್ಕೆ ತಂದನು. അപ്പന്റെ ഭവനത്തിലെ കഴുതകളെ കാണാതെ പോയതാണ്
ശൗലിനെ ഒരു രാജസ്ഥാനത്ത് എത്തിച്ചത്? ತಂದೆಯ ಕಥೆಗಳು ಎಲ್ಲಿ ಹೋದವು ಎಂಬುದಾಗಿ ತಿಳಿಯದೇ ಇದ್ದರಿಂದ ಅದನ್ನು ಹುಡುಕುತ್ತಾ ಹೋದ ಆ ಕ್ಷಣದಲ್ಲಿ ಅಥವಾ ಆ ದಾರಿಯಲ್ಲಿ ಸೌಲನನ್ನ ಅರಸನನ್ನಾಗಿ ಮಾರ್ಪಡಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾದುದು. ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ಒಂದು ವೇಳೆ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ഞാനും നിങ്ങളും പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടായ ചില നഷ്ടങ്ങളായിരിക്കാം ഇന്ന് നമ്മുടെ മേൽ ചലിക്കുന്ന ഈ അഭിഷേകത്തിന്റെ പിൻപിലുണ്ടായ സംഭവം. ಒಂದು ವೇಳೆ ನನಗೆ ನಿಮಗೆ ನಷ್ಟವಾಗಿದ್ದಂತಹ ಆದರ ಕಾರ್ಯದಿಂದ ಆಗಿರಬಹುದು, ನನಗೆ ನಿಮಗೆ ದೇವರ ದಯಪಾಲಿಸಿರುವಂತಹ ಅಧಿಕಾರ ಅಥವಾ ಅಭಿಷೇಕ. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, അഭിഷേകം വീട് രാജാവായ ശൗല് അമാലേക്യരുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നു. ಅಭಿಷೇಕ ಬಿದ್ದು ರಾಜರಾಗಿದ್ದಂತಹ ಸೌಲನು ಅಮಾಲೇಕ್ಯರ ಸಂಗಡ ಯುದ್ಧ ಮಾಡುವುದಕ್ಕಾಗಿ ಹೊರಡುತ್ತಾ ಇದ್ದಾನೆ. ദൈവം പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ്? അമാലേക്കിനെ മുഴുവനും വെട്ടിക്കളയണം. ದೇವರು ಹೇಳಿದ ರೀತಿಯಾಗಿ ಅಮಾಲೇಕ್ಯರನ್ನು ಯಾರನ್ನು ಉಳಿಸದೆ ಎಲ್ಲರನ್ನು ಸಂಹರಿಸಬೇಕು. അവർക്കുള്ള സകലതും, അതായത് മൃഗങ്ങൾ ഉൾപ്പെടെ സകലതും ശബദാർപ്പിതമാണ്. അതിൽ നിന്ന് ഒന്നിനെ വേർതിരിക്കരുത്. ಅವರಿಗಿದ್ದಂತಹ ಮೃಗಗಳಾಗಲಿ ಯಾವ ವಸ್ತುಗಳಾಗಲಿ ಯಾವುದನ್ನು ತೆಗೆದುಕೊಳ್ಳಬಾರದು, ಎಲ್ಲವನ್ನು ಸಂಹರಿಸಬೇಕು ಎಂಬುದಾಗಿ. അഭിഷേകമുള്ള ശൗല യുദ്ധത്തിലേക്ക് കടന്നു. ಅಭಿಷೇಕ ಇದ್ದಂತಹ ಸೌಲನು ಯುದ್ಧಕ್ಕೆ ಹೊರಟನು. താൻ വെട്ടി കയറാൻ തുടങ്ങി. ತಾನು ಒಂದೊಂದನ್ನ ಕತ್ತಿಯಿಂದ ಕಡಿಯುತ್ತಾ ಕೊಲ್ಲುತ್ತಾ ಮುಂದೆ ಸಾಗುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದನು. കയറി വരുന്ന കൂട്ടത്തിൽ ಈ ಕೊಂದು ಮುಂದೆ ಮುನ್ನುಗ್ಗುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ഇവന്റെ കണ്ണ് ചിലതിനെ ഉടക്കാൻ തുടങ്ങി. ಕೆಲವು ವಸ್ತುಗಳ ಮೇಲೆ ಇವನ ಕಣ್ಣು ಬೀಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. കാളയെ കണ്ടു, ಅಲ್ಲಿದ್ದಂತಹ ಹೋರಿಯನ್ನು ನೋಡಿದನು, ആടിനെ കണ്ടു, ಕುರಿಯನ್ನು ನೋಡಿದನು, തടിച്ചതും കൊഴുത്തതുമായ മൃഗങ്ങളെയൊക്കെ കണ്ടു, ಪುಷ್ಟಿಯುತವಾಗಿರುವಂತಹ ಮೃಗಗಳನ್ನ ನೋಡಿದನು. പെട്ടെന്ന് വെട്ടിന്റെ ആ രീതിക്ക് ഒരു മാറ്റം വരാൻ തുടങ്ങി. ಆ ಸಂಹರಿಸುವಂತಹ ಖಡ್ಗದ ಕಡಿಯುವಿಕೆಗೆ ವ್ಯತ್ಯಾಸ ಉಂಟಾಗುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ദൈവം എന്താ പറഞ്ഞേ? ದೇವರೇನು ಹೇಳಿದರು? സകലത്തെയും വെട്ടണം, ಎಲ್ಲವನ್ನ ನಾಶ ಮಾಡಬೇಕು, ഒന്നും തെറ്റിയൊഴിയാൻ പാടില്ല, സകലത്തെയും തീർത്തക, ಯಾವುದನ್ನು ಉಳಿಸಬಾರದು, ಯಾವುದು ನಿನ್ನ ಕತ್ತಿಗೆಯಿಂದ ದೂರವಾಗಬಾರದು, ಎಲ್ಲವನ್ನು ಸಂಹರಿಸಬೇಕು ಎಂಬುದು. ഇവന്റെ കണ്ണ് കണ്ട കാഴ്ച, ಆದ್ರೆ ಇವನ ಕಣ್ಣು ನೋಡಿದಂತಹ ನೋಟ ഇവന്റെ അഭിഷേകത്തെ ചോർത്താൻ തുടങ്ങി. ಇವನ ಅಭಿಷೇಕವನ್ನ ಸೋರಿಸಿ ಬಿಡುವುದಕ್ಕೆ ಪ್ರಾರಂಭವಾಯಿತು. ഇവന്റെ മേൽ വെളിപ്പെട്ട ദൈവശക്തിയെ അല്പമല്ലാത്ത നിലവാരത്തിൽ ചോർത്താൻ തുടങ്ങി. ಇವನ ಮೇಲೆ ಪ್ರಕಟವಾಗಿದ್ದಂತಹ ದೇವರ ಶಕ್ತಿ ಇವನಿಂದ ಸೋರಿ ಹೋಗುವುದಕ್ಕೆ ಪ್ರಾರಂಭವಾಯಿತು. കണ്ണ് കണ്ട കാഴ്ച ഇവന്റെ വെട്ടിന്റെ ആഴവും വെട്ടിന്റെ രീതിയും മാറ്റി. ಕಣ್ಣು ನೋಡಿದಂತಹ ನೋಟ ಇವರ ಖಡ್ಗದ ಆಳತೆ ಅಥವಾ ಆ ಕಡಿಯುವಿಕೆಯ ಶಕ್ತಿಗೆ ಬದಲಾವಣೆ ಉಂಟು ಮಾಡುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ചിലതിനെ മാത്രം വേർതിരിച്ചു. ಇವನು ಕೆಲವೊಂದನ್ನು ಮಾತ್ರ ಬೇರ್ಪಡಿಸಿದನು. അനുസരണക്കേട് കാണിച്ച ശൗലിന്റെ മേൽ നിന്ന് ദൈവം രാജ്യത്വം അങ്ങ് നീക്കി. ಆ ಅವಿಧೇಯತೆಯನ್ನು ತೋರಿಸಿದಂತಹ ಸೌಲನಿಂದ ದೇವರು ರಾಜ್ಯಭಾರವನ್ನು ನೀಗಿಸಿದನು. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചിലതിനോട് കൈമാറുന്നു. ಇಂದು ಹಗಲು ದೇವರಾತ್ಮನು ಕೆಲವರ ಸಂಗಡ ಮಾತನಾಡುತ್ತಾ ಇದ್ದಾನೆ. ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെട്ടാൽ, ದೇವರ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟವಾದರೆ, ദൈവ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെട്ടാൽ, ದೇವರ ಪವಿತ್ರಾತ್ಮನ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟವಾದರೆ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വെളിപ്പെട്ടാൽ, ಪವಿತ್ರಾತ್ಮ ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟವಾದರೆ, ദൈവാത്മാവ് പറയുന്നതിനനുസരിച്ച് നീ ആത്മാവിൽ ചുവട് വെച്ചോണം. ದೇವರಾತ್ಮನು ಹೇಳುವ ರೀತಿಯಾಗಿ ಆತ್ಮನ ನಿನ್ನ ಹೆಜ್ಜೆಗಳನ್ನು ಮುಂದಿಡಬೇಕು. പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിന് വിരോധമായിട്ട് നീ വെട്ടിന്റെ രീതിക്ക് മാറ്റം വരുത്തിയാൽ, ಪವಿತ್ರಾತ್ಮನ ಉಪದೇಶಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ನಿನ್ನ ಆ ಕಡಿವಿಕೆಯ ಕಾರ್ಯಗಳು ಬದಲಾವಣೆ ಮಾಡಿದರೆ നിന്റെ മേൽ പകർന്ന വാഗ്ദത്തങ്ങൾ നഷ്ടമാകും. ನಿನ್ನ ಮೇಲೆ ದಯಪಾಲಿಸುವಂತಹ ವಾಗ್ದಾನಗಳು ನಷ್ಟವಾಗುತ್ತವೆ. നിന്റെ മേൽ പകർന്ന അഭിഷേകം നഷ്ടമാകും. ನಿನ್ನ ಮೇಲೆ ದಯಪಾಲಿಸುವ ಅಭಿಷೇಕ ನಷ್ಟವಾಗುತ್ತದೆ. നിന്റെ മേൽ പകർന്ന ദൈവശക്തി നഷ്ടമാകും. ನಿನ್ನ ಮೇಲೆ ದಯಪಾಲಿಸುವ ದೇವರ ಶಕ್ತಿ ನಷ್ಟವಾಗುತ್ತದೆ. നിന്റെ മേൽ പകർന്ന നിയോഗങ്ങൾ നഷ്ടമാകും. ನಿನ್ನ ಮೇಲೆ ದಯಪಾಲಿಸುವ ನಿಯೋಗಗಳು ನಷ್ಟವಾಗುತ್ತವೆ. കസേര നഷ്ടമാകും. ನಿನ್ನ ಕುರ್ಚಿಗೆ ನಷ್ಟವಾಗುತ್ತದೆ. ഇന്ന് പകലിൽ എത്ര പേര് തയ്യാറാ ദൈവം പറയുന്നതിനനുസരിച്ച് ചുവട് വെക്കാൻ? ಇಂದು ಹಗಲಲ್ಲಿ ಎಷ್ಟು ಜನ ಸಿದ್ಧರಿದ್ದೀರಿ ದೇವರು ಹೇಳುವುದಕ್ಕೆ ತಕ್ಕ ಹಾಗೆ ತನ್ನ ಪಾದಗಳನ್ನು ಮುಂದಿಡುವುದಕ್ಕೆ? പകൽക്കാലം നിന്റെ വെട്ടിന്റെ രീതിയെ തെറ്റിക്കുന്ന, ನಿನ್ನು ಹಗಲಿನಲ್ಲಿ ನಿನ್ನ ಕಡಿಯುವಿಕೆಯ ರೀತಿಯನ್ನ ಬದಲಾವಣೆಗೊಳಿಸುವ, നിന്റെ മേൽ വെളിപ്പെടേണ്ട നിയോഗങ്ങളെ തെറ്റിച്ചു കളയുന്ന, ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟವಾಗುವಂತ ನಿಯೋಗಗಳನ್ನ ನಿನ್ನ ತಪ್ಪಿಸಿ ಬಿಡುವ, ചില കാഴ്ചകളെ തിരഞ്ഞു പിടിച്ച് ശാസിക്കാൻ തയ്യാറാണോ? ಕೆಲವು ನೋಟಗಳನ್ನ ಹುಡುಕಿ ತೆಗೆದು ನೀನು ಗದರಿಸುವುದಕ್ಕೆ ಸಿದ್ಧನಾಗಿದೆಯೋ? പകലിൽ ആ ദൈവശക്തി നിന്റെ മേൽ നിഴലിടാൻ
നേടുകയാ. ಈ ಹಗಲಲ್ಲಿ ಆ ದೇವರ ಶಕ್ತಿ ನನ್ನ ಮೇಲೆ ನೆರಳಾಗುತ್ತಾ ಇದೆ. നിന്റെ ശരീരത്തിന്റെ മേലെ അത് ആവസിക്കുകയാ. ನಿನ್ನ ಶರೀರದ ಮೇಲೆ ಅದು ಬಂದು ವಾಸ ಮಾಡುತ್ತಾ ಇದೆ. ഇന്ന് പകൽക്കാലം എത്ര പേര് വിധേയപ്പെടാൻ തയ്യാറാ? ಇಂದು ಹಗಲಲ್ಲಿ ಎಷ್ಟು ಜನ ವಿಧೇಯರಾಗುವುದಕ್ಕೆ ಸಿದ್ಧರಾಗಿದ್ದೀರಿ? അനുസരിക്കാതിരുന്ന ഒരുത്തന്റെ മേൽ ദൈവകോപം വെളിപ്പെട്ടപ്പോൾ ಅವಿಧೇಯನಾಗಿದ್ದಂತ ಒಬ್ಬನ ಮೇಲೆ ದೇವರ ಕೋಪವು ಪ್ರಕಟವಾದಾಗ വനാന്തരത്തിൽ കിടന്ന് ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ಆ ವನದಲ್ಲಿ ಇದ್ದಂತ ಕಾಡಿನಲ್ಲಿ ಇದ್ದಂತ ಒಬ್ಬನನ್ನು ದೇವರು ಎಬ್ಬಿಸಿದರು. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ ഉടുപ്പി പട്ടണത്തിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ಇಂದು ಹಗಲಲ್ಲಿ ದೇವರನ್ನು ಉಡುಪಿ ಪಟ್ಟಣದಲ್ಲಿ ಇರಿಸಿದರೆ, അല്ലെ നീ നിൽക്കുന്ന പട്ടണത്തിൽ ദൈവം നിന്നെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ಇಲ್ಲ ನೀನಿರುವಂತಹ ಪಟ್ಟಣದಲ್ಲಿ ದೇವರನ್ನು ಇರಿಸಿದರೆ, ആ പട്ടണത്തിൽ ദൈവത്തിന്റെ നിയോഗം അനുസരിച്ച് നീ ആത്മാവിൽ വെട്ടി തുടങ്ങണം. ದೇವರನಿಗೆ ನೇಮಿಸಿದ ಪಟ್ಟಣದಲ್ಲಿ ಆತ್ಮನ ನಿಯೋಗಕ್ಕೆ ತಕ್ಕ ಹಾಗೆ ನೀನು ದುಷ್ಟಶಕ್ತಿಗಳ ಮೇಲೆ ಕಡಿಯುವುದನ್ನು ಪ್ರಾರಂಭಿಸಬೇಕು. ദൈവ നിയോഗത്തിന് വിരുദ്ധമായി നീ വെട്ടിയിട്ടുണ്ടെങ്കിൽ, ದೇವರ ನಿಯಮಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ನೀನು ಕಡಿಯುವುದಾದರೆ, ഇന്ന് പകൽ നീ മടങ്ങി വാ. ಇಂದು ಹಗಲಲ್ಲಿ ತಿರುಗಿ ಬಾ. ഇന്ന് പകൽക്കാലം നീ മടങ്ങി വാ. ಇಂದು ಹಗಲಲ್ಲಿ ತಿರುಗಿ ಬಾ. നിന്റെ മേൽ ചലിക്കുന്ന ഈ അഭിഷേകത്തെ വഹിക്കുവാൻ കഴിയാത്ത, ನಿನ್ನ ಮೇಲೆ ಚಲಿಸುವಂತಹ ಅಭಿಷೇಕವನ್ನ ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗದ ബന്ധങ്ങളെ നീ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? ಸಂಬಂಧಗಳನ್ನು ನೀನು ಮುಂದಕ್ಕೆ ಕೊಂಡೋಗುತ್ತಾ ಇದೆಯೋ? അരുതാത്ത മേഖലയിൽ നിനക്ക് കണക്ഷൻ ഉണ്ടോ? ಆಗದ ಕಾರ್ಯಗಳಲ್ಲಿ ನಿನಗೆ ಸಂಬಂಧವಿದೆಯೋ? ഇന്ന് പകൽ നീ മടങ്ങി വാ. ಇಂದು ಹಗಲಲ್ಲಿ ತಿರುಗಿ ಬಾ. ദൈവാത്മാവ് നിന്റെ മേൽ വെളിപ്പെടാൻ സമയമായി. ದೇವರಾತ್ಮ ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟವಾಗುವುದಕ್ಕೆ ಸಮಯವಾಯಿತು. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് നിന്റെ നടുവിൽ? ಅದು ನಂಬುವವರು ಎಷ್ಟು ಜನ ಇದ್ದೀರಿ ಇದರ ಮಧ್ಯದಲ್ಲಿ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. Praise the Lord. ದೇವರಿಗೆ ಮಹಿಮೆ. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, ദൈവശക്തി അല്ലെങ്കിൽ ദൈവിക നിയോഗം കേൾക്കാതിരുന്ന ശൗല് ದೇವರ ಶಕ್ತಿ ಅಥವಾ ದೇವರ ನಿಯೋಗವನ್ನ ಕೇಳದಿದ್ದಂತಹ ಸೌಲನು തന്റെ സ്വയം ഇഷ്ടത്തിനനുസരിച്ച് വെട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ತನ್ನ ಸ್ವಂತ ಇಷ್ಟದ ಪ್ರಕಾರವಾಗಿ ತನ್ನ ಕಾರ್ಯಗಳಲ್ಲಿ ಮುಂದಾದಾಗ രാജ്യത്തെ നീങ്ങിപ്പോയി. ತನ್ನ ಅರಸುತನ ತನ್ನಿಂದ ನೀಗಿ ಹೋಯಿತು. നോക്കിക്കോടെ, ಗಮನಿಸಿರಿ, അവസാനം ಕೊನೆಗೆ ശൗലിന്റെ അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ಸೌಲನ ಕೊನೆಯ ಅವಸ್ಥೆ ನೀವು ಗಮನಿಸಿದರೆ, ശൗലിനെ ഗിൽബോവ പർവ്വതത്തിൽ വെട്ടി കൊല്ലുന്നത്, ಸೌಲನ್ನ ಗಿಲ್ಬೋವಾ ಬೆಟ್ಟದಲ್ಲಿ ಕೊಲ್ಲುವಂಥದ್ದು, അല്ലെങ്കിൽ അവനെ തകർക്കാൻ ಇಲ್ಲಾಂದ್ರೆ ಅವನನ್ನು ನಾಶ ಮಾಡುವುದಕ್ಕೆ അമാലേക്കൻ എഴുന്നേറ്റു. ಒಬ್ಬ ಅಮಾಲೇಕ್ಯನು ಎದ್ದು ಬಂದನು. ദൈവം കൊടുത്ത നിയമപ്രകാരം, ദൈവം കൊടുത്ത നിയോഗപ്രകാരം വെട്ടാതിരുന്നവന്റെ വാളിനെ തെറ്റിയൊഴിഞ്ഞവൻ ഇവനെ തിരിച്ചു വെട്ടി. ದೇವರು ಕೊಟ್ಟಂತಹ ಆ ಆಜ್ಞೆಗೆ, ದೇವರು ಕೊಟ್ಟಂತಹ ಅನುಮತಿಗೆ ಮೀರಿ ತನ್ನ ಕಾರ್ಯಗಳನ್ನು ನಡೆಸಿದಾಗ ಅವನು ಯಾವುದರಿಂದ ತನ್ನ ಖಡ್ಗವನ್ನು ಬದಲಾಯಿಸಿದನು, ಅದೇ ರೀತಿಯಾಗಿ ಬೇರೆಯವನ ಖಡ್ಗ ಅವನ ಮೇಲೆ ಬರುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. നോക്കിക്കേ, ഇസ്രായേലിൽ ഇവൻ വ്യത്യസ്തനായിരുന്നു. ಅದು ನೋಡ್ರಿ, ಇಸ್ರಾಯೇಲರಲ್ಲಿ ಇವರು ಆಗಿದ್ದಂತಹ ಮನುಷ್ಯ. ഇവന്റെ കുടുംബത്തിലും കുലത്തിലും ഗോത്രത്തിലും ഇവൻ വ്യത്യസ്തനായിരുന്നു. ಇವನ ಕುಟುಂಬದಲ್ಲಿಯೂ ಕುಲದಲ್ಲಿಯೂ ಗೋತ್ರದಲ್ಲಿಯೂ ಇವನು ವ್ಯತ್ಯಾಸವಾಗಿದ್ದಂತಹ ಮನುಷ್ಯ. എന്താണ് ഇവനെ വ്യത്യസ്തനാക്കിയതെന്ന് ಏನಾಗಿದೆ ಇವನನ್ನು ವ್ಯತ್ಯಾಸವಂತನಾಗಿ ಮಾಡಿದೆ ಎಂಬುದಾಗಿ ಗಮನಿಸಿದರೆ, ആരുടെയും മേൽ വെളിപ്പെടാത്ത ഒരു അഭിഷേക തൈലമാണ്, അല്ലെങ്കിൽ അഭിഷേകമാണ്. ಇನ್ನು ಯಾರ ಮೇಲೆ ಪ್ರಕಟವಾಗದೇ ಇದ್ದಂತಹ ಒಂದು ಅಭಿಷೇಕ ಅವನ ಮೇಲೆ ಪ್ರಕಟವಾಯಿತು. എന്നാൽ അനുസരണക്കേട് ഇവന്റെ മേൽ വീണപ്പോൾ, ಆ ಅವಿಧೇಯತದ ಅಭಿಷೇಕ ಅವನ ಮೇಲೆ ಬಿದ್ದಾಗ, എന്നാൽ അനുസരണക്കേട് ഇവൻ കാണിക്കാൻ തുടങ്ങിയപ്പോൾ, ಅವಿಧೇಯತೆಯನ್ನು ಅವನು ಮಾಡೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದಾಗ, നോക്കിക്കേ, ഇവൻ പട്ടുപോയത് അമാലേക്കിന്റെ കൈകൊണ്ടാ. ಅಲ್ಲಿ ಅವನು ನಷ್ಟವಾದದ್ದು ಅಮಾಲೇಕ್ಯರ ಕೈಯಿಂದಲೇ. ഇന്ന് പകൽക്കാലം ദൈവം ചില ഹൃദയങ്ങളോട് കൈമാറുന്നത്, ಇಂದು ಹಗಲು ಕೆಲವು ಹೃದಯಗಳಿಗೆ ದೇವರು ಹೇಳುವಂಥದ್ದು, ഇപ്പോൾ നീ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ നിന്ന്, ಈಗ ನೀನು ಹಾದು ಹೋಗುವಂತಹ ಪರಿಸ್ಥಿತಿಗಳಿಂದ നീ പിൻപോട്ടൊന്ന് മാറാൻ തയ്യാറാകുന്നുവെങ്കിൽ, ನೀನು ಹಿಂದಕ್ಕೆ ಬರುವುದಕ್ಕೆ ಸಿದ್ಧನಾದರೆ, ദൈവം നിന്റെ കൂടെ നിന്ന് നിന്നെ ജയിപ്പിക്കും. ದೇವರು ನಿನ್ನ ಸಂಗಡ ಇದ್ದು ನಿನಗೆ ಗೆಲುವನ್ನು ದಯಪಾಲಿಸುತ್ತಾರೆ. പരിശുദ്ധാത്മാവിനാൽ അവൻ നിന്നെ ജയിപ്പിക്കും. ಆತನ ಪವಿತ್ರಾತ್ಮನ ನಿನಗೆ ಗೆಲುವನ್ನು ದಯಪಾಲಿಸುವನು. അവന്റെ ശക്തിയാൽ നിന്നെ ജയിപ്പിക്കും. ಆತನ ಶಕ್ತಿಯಿಂದ ನಿನಗೆ ಗೆಲುವನ್ನು ಕೊಡುವನು. ഇനി അതല്ല എങ്കിൽ, ಇಲ್ಲ ಅದಲ್ಲದಿದ್ದರೆ ശത്രു നിന്നെ തകർത്തു കളയുന്ന ഒരു സമയമുണ്ട്. ಶತ್ರು ನಿನ್ನನ್ನು ಪರಾಜಯಗೊಳಿಸುವಂತಹ ಒಂದು ಸಮಯವಿದೆ. ശത്രുവിന്റെ വാളിന്റെ വായ്ത്തല
ശത്രുതലയ്ക്ക് നീ ഇരയാകുന്ന ഒരു സമയമുണ്ട്. ಶತ್ರುವಿನ ಖಡ್ಗಕ್ಕೆ ಗುರಿಯಾಗುವಂತ ಒಂದು ಸಮಯವಿದೆ. ഇന്ന് പകൽക്കാലം എത്ര പേര് തയ്യാറാ മടങ്ങി വരാൻ? ಇವತ್ತು ದಿನ ಎಷ್ಟು ಜನ ಸಿದ್ಧರಿದ್ದೀರಿ ತಿರುಗಿ ಬರುವುದಕ್ಕೆ? ഇന്ന് പകൽക്കാലം മടങ്ങി വരുന്ന ഒരു തലമുറ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ, ಇಂದು ಹಗಲಲ್ಲಿ ಹಿಂದಿರುಗಿ ಬರುವಂತಹ ಒಂದು ತಲೆಮಾರು ಇದರ ಮಧ್ಯದಲ್ಲಿದ್ದರೆ, ദൈവത്തിന്റെ പ്രവൃത്തിയ തലമുറകളിലൂടെ വെളിപ്പെടുത്തും. ದೇವರು ತನ್ನ ಕಾರ್ಯವನ್ನು ತಲೆಮಾರುಗಳ ಮುಖಾಂತರವಾಗಿ ಪ್ರಕಟಪಡಿಸುವನು. പഴയ നിയമത്തിലെ ശൗല് ബെന്യാമിൻ ഗോത്രക്കാരനാ. ಹಳೆಯ ಒಡಂಬಡಿಕೆಯ ಸೌಲನ್ನು ಬೆನ್ಯಾಮಿನ್ ಗೋತ್ರದವನು. എന്നാൽ പുതിയ നിയമത്തിലുള്ള ഒരു ശൗലിനെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താം. ಆದರೆ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿರುವಂತಹ ಒಂದು ಸೌಲನ್ನು ನಾನು ನಿಮಗೆ ಪ್ರಕಟಪಡಿಸುತ್ತೇನೆ. ആ ശൗലും ബെന്യാമിൻ ഗോത്രക്കാരനാ. ಆ ಸೌಲನು ಬೆನ್ಯಾಮಿನ್ ಕುಲದವನು. എന്നാൽ ആ ശൗല് ಆದರೆ ಆ ಸೌಲನು തിമോഥೆയോസിനെ ലേഖനം എഴുതുമ്പോൾ ಇങ്ങനെ വിളിച്ചു പറയുന്നു, ತಿಮೋಥೆಯನಿಗೆ ಪತ್ರಿಕೆಯನ್ನು ಬರೆಯುವಾಗ ಈ ರೀತಿಯಾಗಿ ಕರೆದು ಹೇಳುತ್ತಿದ್ದಾನೆ, നല്ല പോർ പൊരുതു, ನಾನು ಒಳ್ಳೆಯ ಹೋರಾಟವನ್ನ ಮಾಡಿದ್ದೇನೆ, ഞാൻ എന്റെ ഓട്ടം പൂർത്തീകരിച്ചു, ನಾನು ನನ್ನ ಓಟವನ್ನು ಕಡೆಗಣಿಸಿದ್ದೇನೆ, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ನೀತಿಯ ಆ ಕಿರೀಟವು ನನಗಾಗಿ ಇಡಲ್ಪಟ್ಟಿದೆ. ഞാൻ ചോദിച്ചു, ശൗലേ പൗലോസേ ഒരു മിനിറ്റ് ഒന്ന് നിക്കണേ, ಪೌಲನೇ ಒಂದು ನಿಮಿಷ ನಿಲ್ಲಿರಿ, അങ്ങ് ഏത് ഗോത്രക്കാരനാ? ನೀವು ಯಾವ ಕುಲದವನು? ബെന്യാമിൻ ഗോത്രക്കാരൻ. ಬೆನ್ಯಾಮಿನ್ ಕುಲದವನು. പഴയ നിയമത്തിൽ പട്ടുപോയ ശൗലിന്റെ പിന്തുടർച്ചക്കാരനല്ലേ ഇവൻ? ಆ ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಹಾಳಾಗಿ ಹೋದಂತಹ ಸೌಲನ ಹಿಂದಿನ ತಲೆಮಾರಾಗಿದ್ದಾನೆ ಈ ಸೌಲ. ആ പഴയ നിയമത്തിലെ ശൗലിനെ എടുക്കുമ്പോൾ പരാജയപ്പെട്ട ഒരു അഡ്രസ് അല്ലേ അവന്റെ പിൻപിലുള്ള? ಹಳೆ ಒಡಂಬಡಿಕೆಯ ಸೌಲನ್ನ ನೋಡುವಾಗ ಅಪಜಯ ಹೊಂದಿದಂತಹ ಸೌಲನನ್ನ ಮಾತ್ರ ನಮಗೆ ನೋಡೋದಕ್ಕೆ ಸಾಧ್ಯ. പരാജിതന്റെ പിന്തുടർച്ചക്കാരായിരിക്കുന്ന അങ്ങേക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു ഞാൻ നല്ല പോർ പൊരുതു എന്ന്? ಆ ಅಪಜಯವನ್ನ ಹಿಂಬಾಲಿಸಿದಂತಹ ಆ ತಲೆಮಾರಿನಲ್ಲಿ ಹುಟ್ಟಿದವರಾಗಿರುವಂತಹ ನಿಮಗೆ ಯಾವ ರೀತಿಯಾಗಿ ಹೇಳೋದಕ್ಕೆ ಸಾಧ್ಯ ನಾನು ನನ್ನ ಒಳ್ಳೆಯ ಹೋರಾಟವನ್ನ ಮಾಡಿದ್ದೇನೆ ಎಂಬುದಾಗಿ? പൗലോസ് എന്നോട് പറഞ്ഞത്, ಪೌಲನ್ ನನಗೆ ಹೇಳಿದ್ದು, പോരാട്ടം നടത്തണമെങ്കിൽ പടക്കളത്തിൽ വരണം. ಹೋರಾಟ ಮಾಡಬೇಕಾಗಿದ್ದರೆ ಈ ರಂಗಸ್ಥಾನಕ್ಕೆ ಬರಬೇಕು. എനിക്ക് മുൻപിലുള്ള തലമുറകൾ, ನನಗೆ ಮೊದಲಿದ್ದಂತಹ ತಲೆಮಾರುಗಳು പടക്കളത്തിൽ ദൈവിക നിയോഗത്തിന് വിരുദ്ധമായി പടപൊരുതി പട്ടുപോയവരാ. ಆ ರಂಗಸ್ಥಾನದಲ್ಲಿ ದೇವರಿಗೆ ಅವಿಧೇಯರಾಗಿದ್ದು ಯುದ್ಧ ಮಾಡಿ ಅವರು ನಾಶವಾದರು. എന്നാൽ ഞാനുണ്ടല്ലോ, ಆದರೆ ನಾನೇ എന്റെ മേൽ വെളിപ്പെട്ട ദൈവശക്തിക്കും ನನ್ನಲ್ಲಿ ಪ್ರಕಟವಾಗಿರುವ ದೇವರ ಶಕ್ತಿಗೆ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാൻ തുടങ്ങി. ದೇವರಾತ್ಮನಿಗೆ ವಿಧೇಯನಾಗುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದೆ. കീഴ്പ്പെട്ട എനിക്ക് മുൻപിൽ ನಾನು ತಗ್ಗಿಲ್ಪಟ್ಟಂತಹ ಆ ವಿಧೇಯನಾಗಿದ್ದಂತಹ ನನ್ನಲ್ಲಿ പട്ടണങ്ങളെ ദൈവം തിരിപ്പിച്ചു. ಆ ಪಟ್ಟಣಗಳನ್ನು ಅಲ್ಲಕಲ್ಲೋಲ ಮಾಡಿದನು. ലോകത്തെ കീഴ്മേൽ മറിച്ചു. ಲೋಕವನ್ನ ಅಲ್ಲಕಲ್ಲೋಲವಾಗಿ ಮಾಡಿದನು. സംസ്കാരങ്ങളെ തകർത്തു കളഞ്ഞു. ಸಂಸ್ಕಾರಗಳನ್ನ ತಿರುಗಿಸಿದನು. ഇന്ന് പകൽക്കാലം നീ ദൈവശക്തിക്ക് വിധേയപ്പെടാൻ തയ്യാറായാൽ, ಇಂದು ಹಗಲಲ್ಲಿ ದೇವರ ಶಕ್ತಿಗೆ ನೀನು ವಿಧೇಯನಾಗುವುದಕ್ಕೆ ಸಿದ್ಧನಾದರೆ, പരിശുദ്ധാത്മാവിന് വിധേയനാകാൻ തുടങ്ങിയാൽ, ಪವಿತ್ರಾತ್ಮನಿಗೆ ನಿನ್ನ ವಿಧೇಯನಾಗುವುದಾದರೆ, നിന്റെ അകത്ത് ഉരുവാകുന്ന ദൈവശക്തി ನಿನ್ನ ಒಳಗೆ ಪ್ರಕಟವಾಗುವ ದೇವರ ಶಕ್ತಿ അത് പട്ടണങ്ങളെ പിടിക്കും, ಅದು ಪಟ್ಟಣಗಳನ್ನು ಹಿಡಿಯುತ್ತವೆ, രാജ്യങ്ങളെ പിടിക്കും, ಅದು ರಾಜ್ಯಗಳನ್ನು ಹಿಡಿಯುತ್ತವೆ, അത് ദൈവശക്തിക്കായി നിന്നെ നിറയ്ക്കും. ಅದು ದೇವರ ಶಕ್ತಿಯಾಗಿ ನಿನ್ನಲ್ಲಿ ನೆಲೆಗೊಳ್ಳುತ್ತದೆ. ഇന്ന് പകലിൽ നീ കടന്നു ചെല്ലുന്നിടത്ത് ಇಂದು ಹಗಲು ನೀನು ಹಾದು ಹೋಗುವಲ್ಲಿ വിടുതലുകൾ വെളിപ്പെടുത്തു. ಬಿಡುಗಡೆ ಪ್ರಕಟವಾಗುತ್ತದೆ. നിന്നെ വ്യത്യസ്തനാക്കി തീർക്കും. ನಿನ್ನನ್ನು ವ್ಯತ್ಯಾಸನಾಗಿ നിന്നെ ಮಾರ್ಪಡಿಸುತ್ತದೆ. വ്യത്യസ്തയാക്കി തീർക്കും. ನಿನ್ನನ್ನು ವ್ಯತ್ಯಸ್ಥಳಾಗಿ ಮಾರ್ಪಡಿಸುತ್ತದೆ. ഇന്ന് പകൽക്കാലം ആ ശക്തിക്ക് ಈ ಹಗಲಲ್ಲಿ ಆ ಶಕ್ತಿಗೆ കീഴ്പ്പെടുക. ಅವಿಧೇಯನಾಗು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എത്ര പേര് തയ്യാറാ? ಎಷ್ಟು ಜನ ಸಿದ್ಧರಾಗಿದ್ದೀರಿ? എത്ര പേര് അതിനോട് താല്പര്യപ്പെടുന്നുണ്ട്? ಎಷ್ಟು ಜನ ಅದಕ್ಕೆ ಸಿದ್ಧರಾಗಿದ್ದೀರಿ? ഒന്നാമതായി അനുസരണം വേണം. ಮೊದಲನೇದಾಗಿ ವಿಧೇಯತೆ ಬೇಕು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. നമ്മുടെ ദൈവമക്കളുടെ ഇടയിൽ ഇല്ലാത്ത ഒന്നാമത്തെ കാര്യമാണ് അനുസരണം. ದೇವರ ಮಕ್ಕಳಾಗಿರುವ ನಮ್ಮಲ್ಲಿ ಇಲ್ಲದೇ ಇರುವಂತಹ ಒಂದು ಮೊದಲನೇ ಕಾರ್ಯವಾಗಿದೆ ಅವಿಧೇಯತೆ ಅಥವಾ ವಿಧೇಯತೆ. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ಒಂದೊಳ್ಳೆ ಆಮೇಲೆ ಹೇಳೋಣ. ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞേ, മലയാളികളുടെ കാര്യം പറഞ്ഞു. ನಾನು ನಿಮ್ಮ ವಿಷಯ ಎಲ್ಲ ಹೇಳಿದ್ದು, ಮಲಯಾಳಿಗಳ ವಿಷಯ ಹೇಳಿದ್ದು. മലയാളിയായിട്ട് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ಇಲ್ಲಿ ಮಲಯಾಳಿಯಾಗಿ ನಾನು ಮಾತ್ರ ಇರುವುದು, ಅದರಿಂದ ತೊಂದರೆ ಇಲ್ಲ. ഹലോ ಹಲೋ, ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, ദൈവമക്കളുടെ ഇടയിൽ ದೇವರ ಮಕ್ಕಳ ಮಧ್ಯದಲ್ಲಿ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ದೇವರು ಬಯಸುವಂತಹ ಪ್ರಾರಂಭವಾಗಿ ಮೊದಲನೆಯ ಕಾರ್ಯ ಏನು ಗೊತ್ತು? അനുസരണം. ವಿಧೇಯತೆ. അടുത്തിരിക്കുന്നവരെ തൊട്ടുണ്ടെന്ന് പറഞ്ഞ് അനുസരിക്കാൻ പഠിക്കുക. ಹತ್ತಿರ ಕೂತವರಿಗೆ ಹತ್ತಿರ ಕೂತವರನ್ನ ಮುಟ್ಟಿ ಹೇಳಿರಿ, ನಾವು ವಿಧೇಯರಾಗುವುದಕ್ಕೆ ಕಲಿಯಬೇಕು. ഹലോ ಹಲೋ, ഹലೋ ಹತ್ತಿರ ಇರುವವರಿಗೆ ಕೈ ಕೊಟ್ಟು ಅಥವಾ ಅವರನ್ನ ಸ್ಪರ್ಶಿಸಿ ಹೇಳಿ ವಿಧೇಯರಾಗುವುದಕ್ಕೆ ಕಲಿಯಬೇಕು. എപ്പോൾ
ഞാനും നിങ്ങളും അനുസരിക്കാൻ തുടങ്ങുന്നോ ಯಾವಾಗ ನಾನು ನೀವು ವಿಧೇಯರಾಗುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸುತ್ತೇವೋ അപ്പോൾ മുതൽ ഞാനും നിങ്ങളും ജയിക്കാൻ തുടങ്ങും. ಆ ಕ್ಷಣದಿಂದ ನಾನು ನೀವು ಜಯ ಹೊಂದುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸುತ್ತೇವೆ. ഒരിക്കലും കോംപ്രമൈസിന് തയ്യാറാവരുത്. ಯಾವತ್ತಿಗೂ ಕಾಂಪ್ರಮೈಸ್ ಮಾಡುವುದಕ್ಕೆ ತಯಾರಾಗಬಾರದು, ಸಿದ್ಧರಾಗಬಾರದು. ദൈവം നിങ്ങളെ വിലക്കുന്നുണ്ടോ? ದೇವರಾತ್ಮ ನಿಮ್ಮನ್ನ ತಡೆಯುತ್ತಾ ಇದ್ದಾರೋ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ಅದರಿಂದ ದೂರವಾಗಿರಿ. ദൈവം നിങ്ങളെ വിലക്കുന്നുണ്ടോ? ದೇವರಾತ್ಮ ನಿಮ್ಮನ್ನ ತಡೆಯುತ್ತಾ ಇದ್ದಾರೋ അതിൽ നിന്ന് മാറി നിൽക്കുക. ಅದರಿಂದ ದೂರವಿರಿ. ദൈവം ആ ബന്ധത്തിൽ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ ദൈവം വിലക്കുന്നുണ്ടോ? ಆ ರೀತಿಯಾಗಿರುವಂತ ಕೆಲವೊಂದು ಮಾತುಕತೆಗಳನ್ನ ದೇವರು ತಡೆಯುತ್ತಾ ಇದ್ದಾರೋ? ദൈവം പറയുന്നു നീ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്, ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ ನೀನು ಈ ರೀತಿಯಾಗಿ ಅಲ್ಲ ಮಾತಾಡಬೇಕಾದ್ದು, ಇಂಥ ರೀತಿಯಾಗಿ ನೀನು ಮಾತನಾಡಬೇಕು. അതിന് ഞാനും നിങ്ങളും വിധേയപ്പെടുന്നുണ്ടോ? ಅದಕ್ಕೆ ನಾನು ನೀವು ವಿಧೇಯರಾಗುತ್ತಾ ಇದ್ದೇವೋ? ഞാനും നിങ്ങളും വിധേയപ്പെടുന്നില്ലാത്ത പക്ഷം ನಾನು ನೀವು ವಿಧೇಯರಾಗದೇ ಇರುವುದರಿಂದ എങ്ങനെ ഞാനും നിങ്ങളും കമാൻഡ് ചെയ്യുമ്പോൾ ദൈവശക്തി വെളിപ്പെടും? ನಾನು ನೀವು ಆಜ್ಞಾಪಿಸುವಾಗ ಯಾವ ರೀತಿಯಾಗಿ ದೇವರ ಶಕ್ತಿ ಪ್ರಕಟವಾಗುತ್ತದೆ? ഹലോ ಹಲೋ, ദൈവം പറയാ നീ അത് കാണരുത്, ഇതേ കാണാവൂ. നീ അത് കാണരുത്, ഇത് കാണുക. ನೀನು ಅದು ನೋಡಬಾರದು, ಇದನ್ನೇ ನೋಡಬೇಕು. ഹലോ ಹಲೋ, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ സെൽഫോൺ ഉണ്ട്. ನಮ್ಮೆಲ್ಲರ ಕೈಯಲ್ಲಿ ಮೊಬೈಲ್ ಫೋನ್ಗಳಿದೆ. കേരളത്തിൽ ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, ಕೇರಳದಲ್ಲಿ ಒಬ್ಬರು ದೇವ ಸೇವಕರು ಈ ರೀತಿಯಾಗಿ ಹೇಳಿದರು, ഒരുവൻ ആത്മികനാണോ ഇല്ലയോ എന്നറിയാൻ ಒಬ್ಬನು ಆತ್ಮಿಕನಾಗಿದ್ದಾನೋ ಅಥವಾ ಅನಾತ್ಮಿಕನಾಗಿದ್ದಾನೋ ಎಂಬುದಾಗಿ ತಿಳಿಯುವುದಕ್ಕೆ ഒറ്റയാഴ്ച ಒಂದು ವಾರ വൈഫൈ ഇന്റർനെറ്റ് സൗകര്യമുള്ള ವೈಫೈ ಅಥವಾ ಇಂಟರ್ನೆಟ್ ಲಭ್ಯವಿರುವ കമ്പ്യൂട്ടർ ഒക്കെ ഉള്ള ഒരു മുറിക്കകത്ത് ഒരാഴ്ച അവനെ അടച്ചിട്ടാൽ മതി. ಕಂಪ್ಯೂಟರ್ ಇರುವಂತಹ ಒಂದು ಕೋಣೆಯೊಳಗೆ ಒಂದು ವಾರಗಳ ಕಾಲ ಒಬ್ಬ ಮನುಷ್ಯನನ್ನ ಮುಚ್ಚಿ ಹಾಕಿದರೆ ಸಾಕು. അത് കഴിയുമ്പോഴത്തേക്ക് ಅದು ಕಳೆದ ನಂತರ അതിന്റെ ഹിസ്റ്ററി ഒന്ന് കയറി നോക്കിയാൽ മതി. ಅದರ ಹಿಸ್ಟರಿಯಮ್ಮ ಅಥವಾ ಅದರ ಚರಿತ್ರೆಯನ್ನೊಮ್ಮೆ ಕಲಿತರೆ ഇവൻ ആത്മീയനാണോ ഇല്ലയോ എന്നുള്ള കാര്യം, ಆತನು ಆತ್ಮಿಕನಾಗಿದ್ದಾನೋ ಅನಾತ್ಮಿಕನಾಗಿದ್ದಾನೋ ಎಂಬುದಾಗಿ ತಿಳಿಯುವುದಕ್ಕೆ ಸಾಧ್ಯ. ഹലോ ಹಲೋ, ഇപ്പൊ നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ട്, ನಮ್ಮ ಕೈಯಲ್ಲಿ ಮೊಬೈಲ್ ಇದೆ, ഈ ഇന്റർനെറ്റ് ആവശ്യത്തിലധികം ഉണ്ട്. ಇಂಟರ್ನೆಟ್ ಎಷ್ಟು ಬೇಕೋ ಅಷ್ಟು ನಮಗೆ ದೊರೆಯುತ್ತಾ ಇದೆ. ദൈവം വിലക്കുന്നുണ്ടോ? ದೇವರಾತ್ಮನು ನಮ್ಮನ್ನ ತಡೆಯುತ್ತಿದ್ದಾರೋ? സീരിയൽ കാണരുതെന്ന് ദൈവം വിലക്കുന്നുണ്ടോ? ಸೀರಿಯಲ್ ನೋಡಬಾರದು ಎಂಬುದಾಗಿ ದೇವರಾತ್ಮ ನಮ್ಮನ್ನ ತಡೆಯುತ್ತಾ ಇದ್ದಾರೋ? മൂവീസ് കാണരുതെന്ന് ദൈവം വിലക്കുന്നുണ്ടോ? ಸಿನಿಮಾ ನೋಡಬಾರದು ಎಂಬುದಾಗಿ ದೇವರಾತ್ಮ ನಮ್ಮನ್ನ ತಡೆಯುತ್ತಿದ್ದಾರೋ? ആവശ്യമില്ലാത്തവർക്ക് മെസ്സേജ് അയക്കരുതെന്ന് ദൈവം വിലക്കുന്നുണ്ടോ? ಅನಾವಶ್ಯಕವಾಗಿರುವಂತಹ ಮೆಸೇಜ್ಗಳನ್ನ ಕಳುಹಿಸಬಾರದು ಎಂಬುದಾಗಿ ದೇವರಾತ್ಮನು ತಡೆ ಮಾಡುತ್ತಾ ಇದ್ದಾರೋ? ആവശ്യമില്ലാത്ത കാര്യത്തിന് കമന്റ് ഇടരുതെന്ന് ദൈവം വിലക്കുന്നുണ്ടോ? ಅನಾವಶ್ಯಕವಾಗಿರುವಂತಹ ಕಾರ್ಯಗಳಲ್ಲಿ ಕಮೆಂಟ್ ಹಾಕಬಾರದು ಎಂಬುದಾಗಿ ದೇವರಾತ್ಮನು ತಡೆಯುತ್ತಾ ಇದ್ದಾರೋ? ഇതെല്ലാം ചെയ്യുകയും ചെയ്യും. ಇದೆಲ್ಲ ಮಾಡ್ತೀವಿ, പിന്നീട് പ്രാർത്ഥനയാണ്. ನಂತರ ಕೂತು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋದು, പിന്നെ ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര ഷോയാ കാണിക്കുന്നത്. ಮತ್ತೆ ನಂತರ ಹೋದ ನಂತರವಾಗಿ ತುಂಬಾ ಶೋ ಮಾಡೋದು. ഈ കൈ വീശുന്നു, ಆ ಕೈಗಳನ್ನ ಈ ರೀತಿಯಾಗಿ ಬೀಸುವುದು, ചാടുന്നു, ಹಾರುವುದು, കരയുന്നു, ಅಳುವುದು, പിശാച് വിട്ടുപോകുന്നില്ല. ಸೈತಾನ್ ಬಿಟ್ಟು ಹೋಗೋದಿಲ್ಲ. എന്താ കാരണം? ಏನ್ ಕಾರಣ? രഹസ്യ മണ്ഡലത്തിൽ നിനക്ക് ജയിക്കാൻ കഴിയുന്നില്ല. ರಹಸ್ಯವಾಗಿರುವಂತಹ ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ನಿನಗೆ ಅದನ್ನ ಜಯಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತಾ ಇಲ್ಲ. പരസ്യ മണ്ഡലത്തിൽ വിവേക് ಓಕೆಯಾ? ಪರಸ್ಯವಾಗಿ ಅಥವಾ ಹೊದುವಾಗಿರುವಂತಹ ಕಾರ್ಯಗಳಲ್ಲಿ ಎಲ್ಲ ನೀನು ಒಳ್ಳೆಯ ರೀತಿಯಾಗಿದ್ದೀ. എന്നാൽ വിവേകിന്റെ ಆದರೆ ವಿವೇಕಿನ എന്റെ കാര്യം പറഞ്ഞ ಆದ್ರೆ ಇವರ ವಿಷಯ ಹೇಳಿದ್ರೆ ಅವರಿಗೆ ತೊಂದರೆ ಇಲ್ವಲ್ಲ. എന്റെ കാര്യം പറഞ്ഞ എനിക്ക് ഇവിടെ നിന്ന് പോവാം. ನನ್ನ ವಿಷಯ ಹೇಳಿದ್ರೆ ನನಗೆ ಇಲ್ಲಿಂದ ಹೋಗಬಹುದು. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, പരസ്യ മണ്ഡലത്തിൽ നിൽക്കുന്ന വിവേകിനെ മാത്രം നിങ്ങൾ കാണുന്നുള്ളൂ. ಹೊರಗಿನ ತೋರಿಕೆಯಲ್ಲಿರುವಂತಹ ವಿವೇಕ ಮಾತ್ರ ನಿಮಗೆ ಗೊತ್ತಿರುವಂತದ್ದು. എന്നാൽ രഹസ്യ മണ്ഡലത്തിലെ വിവേകിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. ಆದರೆ ರಹಸ್ಯ ಹಂತದಲ್ಲಿ ಇರುವಂತಹ ವಿವೇಕನ್ನ ನೋಡುವಂತಹ ಒಬ್ಬರು ದೇವರಿದ್ದಾರೆ. രഹസ്യ മണ്ഡലത്തിൽ വിവേക് എത്രത്തോളം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അനുസരണ ഉള്ളവനാണോ, ರಹಸ್ಯವಾಗಿರುವಂತಹ ಹಂತದಲ್ಲಿ ಎಷ್ಟರ ಮಟ್ಟಿಗೆ ವಿವೇಕನು ದೇವರ ಮುಂದೆ ಅನುಸರಣೆ ಉಳ್ಳವನಾಗಿದ್ದೇನೋ ആ വിവേകിന്റെ മനോഭാവത്തിനനുസരിച്ചിരിക്കും പരസ്യ മണ്ഡലത്തിലെ വിവേകിന്റെ ശുശ്രൂഷ. ಆ ವಿವೇಕನ ಯಥಾರ್ಥವಾಗಿರುವ ವಿಧೇಯತೆಗೆ ಅನುಗುಣವಾಗಿರುತ್ತದೆ ಹೊದುವಾಗಿರುವಂತಹ ತನ್ನ ಸೇವೆಯ ಕಾರ್ಯಗಳು. ഹലോ ಹಲೋ ഹലോ ಹಲೋ. അപ്പോൾ രഹസ്യ മണ്ഡലത്തിൽ വിവേക് ആവശ്യമില്ലാത്തതെല്ലാം കാണുന്നു. ರಹಸ್ಯವಾಗಿ ವಿವೇಕ ಬೇರೆದೇ ಇರುವಂತಹ ಕಾರ್ಯಗಳನ್ನೆಲ್ಲ ನೋಡ್ತಾ ಇದ್ದಾರೆ. ആരും ഇല്ലാത്ത വിവേക് മൂവീസ് കാണുന്നു. ಯಾರು ಇಲ್ಲದೆ ಇರುವಾಗ ಅವರು ಸಿನಿಮಾ ನೋಡುತ್ತಾ ಇದ್ದಾರೆ. ആവശ്യമില്ലാത്ത സമയം ആരും ഇല്ലാത്ത സമയത്ത് വിവേക് സീരിയൽ കാണുന്നു. ಯಾರು ಇಲ್ಲದೆ ಇರುವಂತಹ ಸಮಯದಲ್ಲಿ ಅವರು ಸೀರಿಯಲ್ ನೋಡ್ತಾ ಇದ್ದಾರೆ. ആരും ഇല്ലാത്ത സമയത്ത് വിവേക് ആവശ്യമില്ലാത്തവർക്ക് മെസ്സേജ് അയക്കുന്നു. ಯಾರು ಇಲ್ಲದ ಸಮಯದಲ್ಲಿ ಬೇಡದವರಿಗೆ ಬೇಡದ ರೀತಿಯಾಗಿ ಮೆಸೇಜ್ಗಳನ್ನ ಕಳಿಸ್ತಾ ಇದ್ದಾರೆ. ദൈവം വിവേകിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും 11 മണിക്ക് ശേഷം നെറ്റ് ഓൺ ആക്കരുത്. ದೇವರು ವಿವೇಕಿಗೆ ಹೇಳಿರಬಹುದು 11 ಗಂಟೆ ನಂತರ ನೀನು ನೆಟ್ ಆನ್ ಮಾಡಬಾರದು ಎಂಬುದಾಗಿ. രാത്രിയിൽ അറിയാത്തവർക്ക് മെസ്സേജ് അയക്കരുത്. ರಾತ್ರಿ ಗೊತ್ತಿಲ್ಲದವರಿಗೆ ಮೆಸೇಜ್ ಕಳಿಸಬಾರದು. രാത്രിയിൽ ആവശ്യമില്ലാത്ത കമന്റ് ഇടരുത്. ರಾತ್ರಿ ಅನವಶ್ಯಕವಾಗಿರುವಂತಹ ಕಮೆಂಟ್ಗಳನ್ನು ಹಾಕಬಾರದು. എന്നാൽ വിവേക് ഇതെല്ലാം ചെയ്തിട്ട് ಇದೆಲ್ಲ ವಿವೇಕ ಮಾಡಿ പിറ്റേ ദിവസം
ನಂತರದ ದಿನ 12 മണിയാകുമ്പോൾ 12 ಗಂಟೆ ಆದಾಗ DGM ബഥേൽ ചർച്ചിൽ വന്ന് DGM ಬೆದೇಲ್ ಚರ್ಚಿಗೆ ಬಂದು വിശ്വാസികളുടെ മുമ്പിൽ മൈക്ക് എടുത്ത് നിന്ന് പ്രസംഗിക്കുന്നു. ವಿಶ್ವಾಸಿಗಳ ಮುಂದೆ ಮೈಕ್ ತೆಗೆದು ನಿಂತು ಪ್ರಸಂಗ ಮಾಡೋದು. ഇതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? ಇದರಲ್ಲಿ ಏನಾದರೂ ಅರ್ಥ ಇದೆಯೋ? എന്തെങ്കിലും അർത്ഥമുണ്ടോ? ಇದರಲ್ಲಿ ಏನಾದರೂ ಉರುಳಿದೆಯೋ? ഹലോ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? ಹಲೋ, ನೀವು ಇಲ್ಲಿದ್ದೀರೋ? എന്നിട്ട് ദൈവശക്തി വെളിപ്പെടാതെ വരുമ്പോ ನಂತರ ದೇವರ ಶಕ್ತಿ ಪ್ರಕಟವಾಗದೇ ಇರುವಾಗ ദൈവത്തെ കുറ്റം പറയാൻ തുടങ്ങും. ದೇವರನ್ನ ದೂರುವುದು. ഓ, ദൈവം എന്റെ മേൽ എന്റെ കൂടെ നിൽക്കുന്നില്ല. ದೇವರು ನನ್ನ ಜೊತೆಯಾಗಿಲ್ಲ. എന്നിട്ട് ദൈവശക്തി വെളിപ്പെടാതെ വരുമ്പോ ಅನಂತರ ದೇವರ ಶಕ್ತಿ ಪ್ರಕಟವಾಗದಿರುವಾಗ ജനത്തെ കുറ്റം പറയുന്നു, ಜನರನ್ನ ದೂರು ಹೇಳೋದು, ചർച്ചിനെ കുറ്റം പറയുന്നു, ಸಭೆಯನ್ನ ದೂರುವುದು. ആത്മസാന്നിധ്യം ഇല്ല, ದೇವರ ಆತ್ಮನ ಸಾನ್ನಿಧ್ಯ ಇಲ್ಲ, ആ ചർച്ചിനകത്ത് ദൈവ സാന്നിധ്യം ഇല്ല. ಆ ಸಭೆಯೊಳಗೆ ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಲ್ಲ. നീ അനുസരിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ, ನೀನು ವಿಧೇಯನಾಗುವುದಕ್ಕೆ ಸಿದ್ಧರಾದರೆ ചർച്ചിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. ಸಭೆಯೊಳಗೆ ದೇವರು ತನ್ನ ಕಾರ್ಯವನ್ನು ಪ್ರಕಟಪಡಿಸುವನು. കടന്നു പോകുന്നിടത്ത് ദൈവശക്തി വെളിപ്പെടും. ಹಾದು ಹೋಗುವಲ್ಲಿ ದೇವರ ಸಾನ್ನಿಧ್ಯ ಪ್ರಕಟವಾಗುತ್ತದೆ. നീ ಎവിടെ ನಿಂತುವೋ, ನೀನು ಎಲ್ಲಿ ನಿಲ್ಲುತ್ತೀಯೋ അവിടെ ദൈവശക്തി വെളിപ്പെടും. ಅಲ್ಲಿ ದೇವರ ಸಾನ್ನಿಧ್ಯ ಪ್ರಕಟವಾಗುತ್ತದೆ. പകലിൽ എത്ര പേര് അനുസരിക്കാൻ തയ്യാറാ? ಈ ಹಗಲಲ್ಲಿ ಎಷ್ಟು ಜನ ವಿಧೇಯರಾಗುವುದಕ್ಕೆ ಸಿದ್ಧರಾಗಿದ್ದೀರಿ? അനുസരണത്തിനകത്തേക്ക് നീ ഒന്ന് മടങ്ങി വരാൻ തയ്യാറായ, ಆ ದೇವರ ವಿಧೇಯತೆ ಒಳಗಡೆ ನೀನು ಬರುವುದಕ್ಕೆ ಸಿದ್ಧರಾದರೆ നിന്റെ വാലല്ല തലയാക്കൂ, ನಾನು ನಿನ್ನ ಬಾಲವನ್ನಾಗಿ ಅಲ್ಲ ತಲೆಯನ್ನಾಗಿ ಮಾರ್ಪಡಿಸುವೆನು. പകലിൽ ആ ദൈവശക്തി എന്റെ മേലൊന്ന് വെളിപ്പെടണമെന്ന് ಈ ಹಗಲ ಜಾವದಲ್ಲಿ ಆ ದೇವರ ಶಕ್ತಿ ನನ್ನ ಮೇಲೆ ಪ್ರಕಟವಾಗಬೇಕೆಂಬುದಾಗಿ പ്രാർത്ഥിക്കുന്നവർ എത്ര പേര് ഇതിന്റെ നടുവിലുണ്ട്? ಪ್ರಾರ್ಥಿಸುವವರು ಎಷ್ಟು ಜನ ಇದರ ಮಧ್ಯದಲ್ಲಿದ್ದಾರೆ? ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ മേലെ ആ അനുസരണത്തെ കൈമാറുന്നു. ಇಗೋ, ಈ ಹಗಲಲ್ಲಿ ಆ ವಿಧೇಯತೆಯನ್ನು ದೇವರು ನಿಮಗೆ ಹಸ್ತಾಂತರಿಸುತ್ತಾ ಇದ್ದಾರೆ. ചില നിർബന്ധങ്ങളിലേക്ക് ദൈവം നിന്നെ നയിക്കുന്നു. ಕೆಲವೊಂದು ನಿರ್ಬಂಧಗಳಿಗೆ ದೇವರು ನಿಮ್ಮನ್ನು ನಡೆಸುತ್ತಾ ಇದ್ದಾರೆ. പകലിൽ ആ നിർബന്ധത്തിലേക്ക് മടങ്ങി വരിക. ಇನ್ನು ಹಗಲು ಆ ನಿರ್ಬಂಧದ ಕಡೆಗೆ ತಿರುಗಿ ಬಾ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. നമുക്കറിയാം, അനുസരണത്തിന്റെ അല്ലെങ്കിൽ അനുസരണക്കേടിന്റെ അല്ലെങ്കിൽ ദൈവിക വിധേയത്തിന്റെ മറ്റൊരു അടയാളമാണ് നമ്മുടെ ശിംശോൻ. ಅನುಸರಣದ ಅಥವಾ ವಿಧೇಯತ್ವದ അനുസരിക്കാതിരുന്നതിന്റെ ಆ ಅವಿಧೇಯತ್ವದ ಒಂದು ಇನ್ನೊಂದು ಗುರುತಾಗಿದ್ದಾರೆ ಸಂಸಾನನು. ഇവന്റെ ജനനം കൊണ്ടും ഒക്കെ ഇവൻ വ്യത്യസ്തനായ ഒരു ദൈവ മനുഷ്യനാണ്. ಈತನ ಜನನದಿಂದಲೇ ಈತನು ವ್ಯತ್ಯಾಸವಾಗಿರುವಂತಹ ಒಬ್ಬ ಮನುಷ್ಯನ ದೇವರ ಮನುಷ್ಯನಾಗಿದ್ದನು. ആരുടെ മേലിൽ ഇല്ലാത്ത ഒരു വ്രതം ഇവന്റെ മേലുണ്ട്. ಯಾರ ಮೇಲೆ ಇಲ್ಲದೆ ಇರುವಂತಹ ಒಂದು ವೃತ ಅವನ ಮೇಲೆ ಇದೆ. ശ്രദ്ധിച്ചോടെ പ്രിയപ്പെട്ടവരെ, ಗಮನಿಸ್ರಿ ಪ್ರಿಯರೇ. പക്ഷേ മറ്റ് ന്യായാധിപന്മാരോടില്ലാത്തതുപോലെ ഇവരോട് പ്രതികൂലം ഉണ്ടായിരുന്നു. ಇತರ ನ್ಯಾಯಸ್ಥಾಪಕರಿಗೆ ಇಲ್ಲದ ರೀತಿಯಾಗಿರುವಂತಹ ಪ್ರತಿಕೂಲ ಇವರಿಗಿತ್ತು. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ಅದು ಏನು ಎಂಬುದಾಗಿ ಕೇಳಿದರೆ മറ്റാരുടെയും മേലില്ലാത്തത് എന്തോ സെപ്പറേറ്റ് ആയിട്ട് ഇവന്റെ മേലുണ്ട്. ಇತರರಿಗೆ ಇಲ್ಲದೆ ಇರುವಂತಹ ಒಂದು ಕಾರ್ಯ ಸಪರೇಟ್ ಆಗಿ ಇವರಿಗಿದೆ. ഇവനെ മറ്റുള്ളവരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എന്തോ ഒന്ന് ഇവന്റെ മേലിൽ കിടപ്പുണ്ട്. ಇವರನ್ನ ಇತರರಿಗಿಂತ ಸಪರೇಟ್ ಮಾಡುವಂತ ಯಾವುದೋ ಒಂದು ಕಾರ್ಯ ಇವರ ಮೇಲೆ ಇದೆ. പിശാചിന്റെ ലക്ഷ്യം അത് തകർക്കുക എന്നുള്ളതാ. ಸೈತಾನನ ಲಕ್ಷ್ಯ ಅದನ್ನ ನಾಶ ಮಾಡುವುದೆಂಬುದು. പിശാചിന്റെ ലക്ഷ്യം അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാ. ಸೈತಾನನ ಲಕ್ಷ್ಯ ಅದನ್ನು ನಾಶ ಮಾಡುವುದು ಎಂಬುದಾಗಿದೆ. അതിന് പിശാചിങ്ങനെ ഓരോ റൂട്ട് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരുന്നു. ಸೈತಾನ ಅದಕ್ಕೋಸ್ಕರವಾಗಿರುವಂತಹ ದಾರಿಗಳನ್ನ ಸಿದ್ಧ ಮಾಡುತ್ತಾ ಇದ್ದನು. കൃത്യം ഈ മനുഷ്യൻ ഇതിനകത്തൊന്ന് വീഴുകയും ചെയ്തു. ಯಥಾರ್ಥವಾಗಿ ಆ ಮನುಷ್ಯ ತನ್ನ ಆ ಉರುಳಿನಲ್ಲಿ ಬಂದು ಬಿದ್ದನು. ശ്രദ്ധിച്ചോണേ, ಗಮನಿಸ್ರಿ. ആവർത്തിക്കപ്പെട്ട് എന്റെ ലൈഫിലോ അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ಪುನರಾವರ್ತನೆಗೊಳಿಸಿ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಪರಾಜಯ ಸಂಭವಿಸುವುದಾದರೆ, ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഒരു ധാരണ ഞാൻ മാറ്റുകയാണ്. ನಿಮ್ಮ ಒಂದು ತಿಳುವಳಿಕೆ ಅಥವಾ ತಪ್ಪು ತಿಳುವಳಿಕೆಯನ್ನು ನಾನು ಬೇರ್ಪಡಿಸುತ್ತಿದ್ದೇನೆ. നമ്മൾ മനുഷ്യനാണ്, ನಾವು ಮನುಷ್ಯನಾಗಿದ್ದೇನೆ, നമ്മൾ ജഡമാണ്, ನಾವು ಜಡವಾಗಿದೆ. പലപ്പോഴും നമുക്ക് അബദ്ധങ്ങൾ പറ്റും, ನಮಗೆ ಒಂದು ತೊಂದರೆಗಳು ಉಂಟಾಗುತ್ತವೆ. ഈ അബദ്ധങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ അത് തെറ്റുകളായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ಅಬದ್ಧವಾಗಿರುವಂತಹ ಕಾರ್ಯಗಳ ಅದು ಆವರ್ತಿಸಿ ನಾವು ಅದನ್ನು ಮಾಡುವಾಗ ಅದು ತಪ್ಪಾಗಿ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಮಾರ್ಪಡುತ್ತದೆ. അത് പിന്നെയും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ನಂತರ ಅದನ್ನೇ ನಾವು ಅನುವರ್ತಿಸಿ ಮಾಡುತ್ತಾ ಇರುವಾಗ അത് കുറ്റമായിട്ട് വെളിപ്പെടും, ಅದು ತಪ್ಪಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. അത് പിന്നെ പാപമായിട്ട് അങ്ങ് തീരുക. ಅದು ನಂತರ ಪಾಪವಾಗಿ ಮಾರ್ಪಡುವುದು. ഒന്നാമത്തെ പ്രാവശ്യം ദലീലയുടെ അടുത്ത് പോയി, അതൊരു അബദ്ധമാണ്.
ಅದು ಮೊದಲನೇದಾಗಿ ದಲೀಲಳ ಹತ್ತಿರ ಹೋದಳು. ಅದು ಅಸಾಧಾರಣವಾಗಿ ಸಂಭವಿಸುವಂಥದ್ದು. എന്നാൽ വീണ്ടും 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 അവിടെ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ನಂತರವಾಗಿಯೂ ಅವಳ ಹತ್ತಿರಕ್ಕೆ ಹೋಗುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದಾಗ ആവർത്തിക്കപ്പെട്ടവൻ അബദ്ധത്തിൽ വീഴാൻ തുടങ്ങി. ಆವರ್ತಿಸಿ ಆತನು ಬಿದ್ದು ಹೋಗುವುದಕ್ಕೆ, ಅಬದ್ಧದಲ್ಲಿ ಬಿದ್ದು ಹೋಗುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. അത് പിശാച് നോട്ട് ചെയ്തു. ಅದು ಸೈತಾನನ ಅದನ್ನ ನೋಟ್ ಮಾಡಿದನು. അത് പിശാച് നോട്ട് ചെയ്തിട്ട് അതേ മണ്ഡലത്തിൽ അവന്റെ ശക്തിയെ ചോർത്തിക്കളഞ്ഞു. ಅವನು ಸೈತಾನ ಅದನ್ನ ಗುರುತು ಹಿಡಿದು ಅದೇ ಹಂತದಲ್ಲಿ ಅವನನ್ನ ಸೋಲಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളുമൊക്കെ ആവർത്തിക്കപ്പെടുന്ന അബദ്ധത്തിനകത്ത് കുരുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, ನಾನು ನೀವು ಆವರ್ತಿಸಿ ಮಾಡುವಂತಹ ತಪ್ಪುಗಳಲ್ಲಿ ಸಿಲುಕಾಕೊಂಡಿದ್ದರೆ, ഇന്ന് പകൽക്കാലം മടങ്ങി വന്നാൽ, ಇಂದು ಹಗಲಲ್ಲಿ ಹಿಂದಿರುಗಿ ಬರುವುದಾದರೆ, ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ചിലത് ചെയ്യാൻ പോകുന്നു. ದೇವರು ನನಗೋಸ್ಕರ ನಿಮಗೋಸ್ಕರ ಕೆಲವೊಂದು ಕಾರ್ಯಗಳನ್ನ ಮಾಡೋದಕ್ಕಿದ್ದಾರೆ. ശ്രദ്ധിച്ചോണേ, ಗಮನಿಸಿರಿ. ആവർത്തിക്കപ്പെട്ടവന്റെ ലൈഫിൽ ഇങ്ങനെ അബദ്ധങ്ങൾ വരുമ്പോഴും ദൈവശക്തി അവന്റെ മേൽ നിഴലിടുന്നുണ്ട്. ಆವರ್ತಿಸಿ ತಪ್ಪುಗಳನ್ನು ಮಾಡುತ್ತಿರುವಾಗಲೂ ಆತನ ಮೇಲೆ ದೇವರ ಶಕ್ತಿಯು ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. നമ്മൾ ആവശ്യമില്ലാത്തത് കാണുമ്പോഴും ആവശ്യമില്ലാത്തത് കേൾക്കുമ്പോഴും ദൈവശക്തി നമ്മുടെ മേൽ വെളിപ്പെടുന്നുണ്ട്. ಅನಾವಶ್ಯಕವಾಗಿರುವಂತಹ ಕಾರ್ಯಗಳನ್ನ ಮಾಡುತ್ತಿರುವಾಗಲೂ ಕೇಳುತ್ತಿರುವಾಗಲೂ ದೇವರ ಶಕ್ತಿ ನಮ್ಮಲ್ಲಿದೆ. ആവശ്യമില്ലാത്ത മെസ്സേജ് അയക്കുമ്പോഴും ആവശ്യമില്ലാത്ത കമന്റ് ಇಡುമ്പോഴും നമ്മുടെ മേൽ ദൈവശക്തി. ಅನಾವಶ್ಯಕವಾಗಿರುವಂತಹ ಮೆಸೇಜ್ಗಳನ್ನು ಕಳುಹಿಸುವಾಗಲೂ ಕಮೆಂಟ್ ಹಾಕುವಾಗಲೂ ಈ ದೇವರ ಶಕ್ತಿ ನಮ್ಮಲ್ಲಿದೆ. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾക്ക് കൈ കൊടുക്കുമ്പോഴും ദൈവശക്തി നമ്മുടെ മേൽ വെളിപ്പെടുന്നു. ಅನಾವಶ್ಯಕವಾಗಿರುವ ಸಂಬಂಧಗಳಿಗೆ ಕೈ ಕೊಟ್ಟು ಅದನ್ನ ಪ್ರೋತ್ಸಾಹಿಸುವಾಗಲೂ ಕೂಡ ದೇವರ ಶಕ್ತಿ ನಮ್ಮಲ್ಲಿದೆ. ആ സമയത്തും ദൈവശക്തി നമ്മുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ಆ ಸಮಯದಲ್ಲಿಯೂ ದೇವರ ಶಕ್ತಿ ನಮ್ಮಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತಲೇ ಇದೆ. എന്നാൽ ಆದರೆ അപ്രതീക്ഷിതമായി പെട്ടെന്നുണ്ടാകുന്ന തകർച്ച, ಅನಿರೀಕ್ಷಿತವಾಗಿ ಬೇಗನೆ ಉಂಟಾಗುವಂತಹ ಸೋಲು, അത് നമ്മളെ പരാജയപ്പെടുന്നവരാക്കി തീർക്കും. ಅದು ನಮ್ಮನ್ನ ಸೋಲಿನ ಕಡೆಗೆ, ಅಪಜಯದ ಕಡೆಗೆ ನಮ್ಮನ್ನು ನಡೆಸ್ತದೆ. നമ്മുടെ അകത്തുരുവായത് ನಷ್ಟಪಡುವಾನ್ ಇಡೆಯಾಯಿತು. ನಮ್ಮ ಒಳಗಡೆ ಉಂಟಾಗಿರುವಂತದ್ದು ನಷ್ಟವಾಗುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆ. ഇന്ന് പകൽ എത്ര പേര് തയ്യാറാ? ಈ ಹಗಲು ಎಷ್ಟು ಜನ ಸಿದ್ಧರಿದ್ದೀರಿ? അകത്തുരുവായതിനെ നിലനിർത്താൻ എത്ര പേര് തയ്യാറാ? ಒಳಗೆ ಉಂಟಾಗಿರುವಂತದನ್ನ ನೆಲೆ ನಿಲ್ಲಿಸುವುದಕ್ಕೆ ಎಷ್ಟು ಜನ ಬದ್ಧರಾಗಿದ್ದೀರಿ? നിങ്ങൾ പറയോ അത് പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമുള്ളതാ? ನೀವು ಹೇಳ್ತೀರಿ ಅದು ಪಾಸ್ಟರ್ಗಳಿಗೆ ಮಾತ್ರವಾಗಿರುವಂತದ್ದು. അതെനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ಅದು ನನಗೆ ಬೇಡ ಎಂಬುದಾಗಿ. അങ്ങനെ പറ്റത്തില്ല. ಅದು ಆ ರೀತಿಯಾಗಿ ಹೇಳೋದಕ್ಕೆ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. ಅಯ್ಯೋ ಅದು ഞങ്ങൾക്ക് ಪಟ್ಟತಿಲ್ಲ. ಅದು ನನ್ನಿಂದ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. ഇന്ന് പകൽ സ്വർഗം പറയുന്നു. ಆದ್ರೆ ಇಂದಿನ ಹಗಲಲ್ಲಿ ಪರಲೋಕವು ಹೇಳುತ್ತಾ ಇದೆ, ನೀನು ಅನುಸರಿക്കാൻ ತಯಾರಾണെങ്കിൽ, ನೀನೊಂದು ವಿಧೇಯನಾಗುವುದಕ್ಕೆ ಸಿದ್ಧನಾದರೆ, ನೀನು ವಿಧೇಯപ്പെടാൻ ತಯಾರಾണെങ്കിൽ, ನೀನು ವಿಧೇಯನಾಗುವುದಕ್ಕೆ ಸಿದ್ಧನಾದರೆ, ನಿನ್ನ ಮೇಲೆ ಆ ದೈವ ಶಕ್ತಿ വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറാ. ನಿನ್ನ ಮೇಲೆ ಆ ದೇವರ ಶಕ್ತಿಯನ್ನು ಪ್ರಕಟಪಡಿಸುವುದಕ್ಕೆ ನಾನು ಸಿದ್ಧನಿದ್ದೇನೆ. ಹಲೋ, എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ಎಷ್ಟು ಜನ ಅದನ್ನು ನಂಬುತ್ತೀರಿ? എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ಎಷ್ಟು ಜನ ಬಯಸುತ್ತಾ ಇದ್ದೀರಿ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുസരണമില്ലായ്മ നമ്മുടെ മേലുള്ള ദൈവശക്തിയെ ചോർത്തിക്കളയുന്നു. ಅವಿಧೇಯತೆ ಅಥವಾ ಅನುಸರಣ ಇಲ್ಲದೆ ಇರುವಂತದ್ದು ನಮ್ಮ ಮೇಲೆ ಇರುವಂತಹ ದೇವರ ಶಕ್ತಿಯನ್ನ ಸೋರಿಸಿ ಬಿಡುತ್ತದೆ. ഇനി അടുത്ത വേറൊരു ഭാഗമുണ്ട്. ಇನ್ನೊಂದು ಭಾಗ ಇದೆ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, ಅನವಶ್ಯಕವಾಗಿರುವಂತಹ ಕಾರ್ಯಗಳನ್ನ ಮಾತನಾಡುವುದು. ಹಲೋ, നിങ്ങളല്ല, ನೀವಲ್ಲ, ഞങ്ങൾ, ನಾವು. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ. ಅನವಶ್ಯಕವಾಗಿರುವಂತಹ ಕಾರ್ಯಗಳನ್ನ ಮಾತ್ರ ಮಾತನಾಡುವುದು. ಎಫೆಸ್ಯ ലേഖനം 4-ാം അധ്യായം നാം പഠിക്കുമ്പോൾ, ಎಫೆಸದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 4ನೇ ಅಧ್ಯಾಯವನ್ನು ನಾವು ಕಲಿಯುವಾಗ അതിനകത്ത് പൗലോസ് ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്ന ഒരു ഭാഗമുണ്ട്. ಅದರೊಳಗೆ ಪೌಲರು ಭಯಂಕರವಾಗಿ ಉಪದೇಶ ಮಾಡುವಂತ ಒಂದು ಭಾಗವಿದೆ. വേഗത്തിലൊന്ന് വായിക്കാം. ಅದು ನಮಗೆ ಒಂದು ನಿಮಿಷ ಓದಿಕೊಳ್ಳೋಣ. വേഗത്തിലൊന്ന് എടുത്താട്ടെ, ಬೇಗನೆ ಒಮ್ಮೆ ತೆಗೆದುಕೊಳ್ಳೋಣ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം ಎಫೆಸದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 4-ാം അധ്യായം 4ನೇ ಅಧ್ಯಾಯ അതിന്റെ 29 മുതലൊന്ന് വായിച്ചേ. ಅದರ 29 ವಾಕ್ಯವನ್ನ ಓದಿಕೊಳ್ಳೋಣ. 29ನೇ ವಾಕ್ಯ, ನಿಮ್ಮ ಬಾಯೊಳಗಿನಿಂದ ಯಾವ ಕೆಟ್ಟ ಮಾತು ಹೊರಡಬಾರದು. ಭಕ್ತಿಯನ್ನು ಅಭಿವೃದ್ಧಿ ಉಂಟು ಮಾಡುವಂತಹ ಕಾಲೋಚಿತವಾದ ಮಾತು ಇದ್ದರೆ ಕೇಳುವವರ ಹಿತಕ್ಕಾಗಿ ಅದನ್ನು ಆಡಿರಿ. ശ്രദ്ധിച്ചേ, ಗಮನಿಸಿರಿ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, ಕೇಳುವವರಿಗೆ ಇಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಕನ್ನಡದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, ನಿಮ್ಮ ಬಾಯೊಳಗಿನಿಂದ ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി, ಕೇಳುವವರ ಕಾಲೋಚಿತವಾಗಿ ಕೇಳುವವರಿಗೆ ಆತ್ಮಿಕ ಅಭಿವೃದ್ಧಿ ಉಂಟು ಮಾಡುವುದಕ್ಕೆ, നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ಒಳ್ಳೆಯ ಮಾತಲ್ಲದೆ ಬೇರೆ ಯಾವ ಮಾತು ನಿಮ್ಮ ಬಾಯಿಂದ ಹೊರಡಬಾರದು. ഇനി അതിന്റെ തൊട്ട് താഴെ 30-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ಅದರ 30ನೇ ವಾಕ್ಯದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, ದೇವರ ಪವಿತ್ರಾತ್ಮನನ್ನು ದುಃಖಪಡಿಸಬೇಡಿರಿ. ചിലരുണ്ട് ആവശ്യമില്ലാതെ സംസാരിക്കുക. ಕೆಲವರಿದ್ದಾರೆ ಅನವಶ್ಯಕವಾಗಿ ಮಾತಾಡ್ತಾ ಇರ್ತಾರೆ.
ഞാനും പ്രിയ പ്രമോദ് ഭാഷണം കാണുമ്പോ ನಾನು ಪ್ರಿಯ ಪ್ರಮೋದ್ ಬಾಸ್ ಅವರು ನೋಡುವಾಗ ഇവിടെ ഇരിക്കുന്ന ഈ അച്ചായന്റെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ಇಲ್ಲಿರುವವರ ಈ ತಂದೆಯ ಅಥವಾ ಈ ಸಹೋದರರ ತಪ್ಪುಗಳನ್ನ ಹೇಳ್ತಾ ಇರುವುದು. അങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം? ಆ ರೀತಿಯಾಗಿ ಹೇಳೋದರಿಂದ ನನಗೇನು ಪ್ರಯೋಜನ? പ്രമോദ് ഭാഷന് എന്താ പ്രയോജനം? ಪ್ರಮೋದ್ ಬಾಸ್ಗೆ ಏನು ಪ್ರಯೋಜನ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ യാതൊരു പ്രയോജനവും ഇല്ല. ನಮಗೆ ಇಬ್ಬರಿಗೂ ಪ್ರತ್ಯಕ್ಷವಾಗಿಯೋ ಪರೋಕ್ಷವಾಗಿಯೋ ಯಾವ ಪ್ರಯೋಜನವೂ ಇಲ್ಲ. ആ സമയത്ത് ಆ ಸಮಯದಲ್ಲಿ എന്റെ മേൽ പകർന്ന ദൈവാത്മാവ് ദുഃഖിക്കുകയാണ്. ನನ್ನ ಮೇಲೆ ದಾನ ಮಾಡಿರುವಂತಹ ದೇವರಾತ್ಮನ ದೂಖಿಸುತ್ತಾ ಇದ್ದಾರೆ. ഞാൻ ഈ ಮನುഷ്യനെ ಕುರಿച്ചുള്ള കുറ്റം ഇദ്ദേഹത്തോട് പറയുമ്പോ ನಾನು ಅವರ ಕುರಿತಾಗಿರುವ ತಪ್ಪುಗಳನ್ನ ಇವರಿಗೆ ಹೇಳುವಾಗ ഇദ്ദേഹത്തിന് എന്തെങ്കിലും കൃപ ലഭിക്കുന്നുണ്ടോ? ಇವರಿಗೆ ಏನಾದರೂ ದೇವರ ಕೃಪೆ ಸಿಗುತ್ತಾ ಇದೋ? അല്ലെങ്കിൽ ഇദ്ദേഹം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അടുത്ത അവസ്ഥയിലേക്ക് ഇദ്ദേഹം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ? ಇವರು ನಿಲ್ಲುವಂತಹ ಆ ಹಂತದಿಂದ ಇನ್ನೊಂದು ಹಂತಕ್ಕೆ ಅವರು ಬರ್ತಾ ಇದ್ದಾರೋ? ഇദ്ദേഹത്തിന്റെ അഭിഷേകം അപ്ഗ്രേഡ് ആകുന്നുണ്ടോ? ಇವರ ಅಭಿಷೇಕ ಹೆಚ್ಚಾಗುತ್ತಾ ಇದೆಯೋ? ഹലോ ಹಲೋ, ഇന്ന് പകൽക്കാലം എത്ര പേര് ചിന്തിക്കുന്നുണ്ടത്? ಇವತ್ತು ಹಗಲು ಎಷ್ಟು ಜನ ಅದನ್ನು ಚಿಂತಿಸ್ತಾ ಇದ್ದೀರಿ? പ്രിയരെ, കോൺഫറൻസിന് കൂടിയത് കൊണ്ട് നിന്റെ മേൽ ദൈവശക്തി ചലിക്കണമെന്നില്ല. ಪ್ರಿಯರೇ, ಕಾನ್ಫರೆನ್ಸ್ಗೆ ಸಂಬಂಧಪಟ್ಟದರಿಂದ ಅಥವಾ ಅದರಲ್ಲಿ ಭಾಗವಹಿಸಿದ್ರಿಂದ ದೇವರ ಶಕ್ತಿ ನಿಮ್ಮ ಮೇಲೆ ಕಾರ್ಯ ಮಾಡಬೇಕೆಂಬುದಾಗಿಲ್ಲ. നീ 40 ദിവസം ഉപവസിച്ചത് കൊണ്ട് നിന്റെ മേൽ ദൈവശക്തി ചലിക്കണമെന്നില്ല. 40 ದಿನ ನೀನು ಉಪವಾಸ ಮಾಡಿದ್ರಿಂದ ದೇವರ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಕಾರ್ಯ ಮಾಡಬೇಕೆಂಬುದಾಗಿಲ್ಲ. ഈ അടുത്ത സമയത്ത് ഇന്നലെയാണ് എന്റെ ഞാൻ ഏകദേശം 52 ദിവസത്തെ പ്രാർത്ഥനയിലായിരുന്നു. 52 ദിവസത്തെ പ്രാർത്ഥനയിൽ ನಾನು 52 ದಿನಗಳ ಕಾಲ ಪ್ರಾರ್ಥನೆಯಲ್ಲಿದ್ದಂಥ ಮನುಷ್ಯ. ആദ്യത്തെ 21 ദിവസം ഉപവാസമായിരുന്നു. ಮೊದಲನೇ 21 ದಿನ ಉಪವಾಸವಾಗಿತ್ತು. പിന്നെയുള്ള 31 ദിവസവും പ്രാർത്ഥനയിലായിരുന്നു. ನಂತರವಾಗಿದ್ದಂತಹ 21 ದಿನವೂ ಪ್ರಾರ್ಥನೆ ಆಗಿತ್ತು. ഇപ്രാവശ്യത്തെ ഉപവാസത്തിൽ ಈ ಸಾರಿಯ ಉಪವಾಸದಲ್ಲಿ ദൈവാത്മാവിനെ വ്യത്യസ്തമായിട്ടായിരുത്തിയത്. ದೇವರಾತ್ಮನು ನನ್ನನ್ನು ವ್ಯತ್ಯಾಸವಾದ ರೀತಿಯಾಗಿ ಕೂರಿಸಿದನು. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നെ കണ്ടവർ എത്ര പേരുണ്ട്? ಕಳೆದ ಸಾರಿ ನಾನಿಲ್ಲಿ ಬಂದಾಗ ನನ್ನ ನೋಡಿದವರು ಎಷ್ಟು ಜನ ಇದ್ದೀರಿ? എത്ര പേരുണ്ട്? എന്റെ രൂപത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ನನ್ನ ರೂಪ ಅಥವಾ ನನ್ನ ಆ ಒಂದು ಮುಖಭಾವಕ್ಕೆ ಏನಾದರೂ ಬದಲಾವಣೆ ಉಂಟಾಯ್ತೆಯೋ? കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തെ രൂപമാണോ ഇത്? ಕಳೆದ ಸಾರಿ ನಾನು ಬಂದಾಗ ಇದ್ದಂತಹ ನನ್ನ ರೂಪವಾಗಿದೆಯೋ ಇದು? അല്ലല്ലോ. ಅಲ್ಲ. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ದೇವರಾತ್ಮ ನನಗೆ ಹೇಳಿದರು, ഇപ്രാവശ്യം നീ ഇരിക്കുമ്പോ ನೀನು ಈ ಸಾರಿ ಕೂತ್ಕೊಳ್ಳುವಾಗ മുടി എടുക്കണം. ನಿನ್ನ ಕೂದಲುಗಳನ್ನು ತೆಗೆಯಬೇಕು. ഞാൻ മുടിയെടുത്തു. ನಾನು ಕೂದಲು ತೆಗೆದೆ. ಮೊಟ್ಟೆಯಡಿച്ചു. ನಾನು ತಲೆಯನ್ನು ಬೋಳಿಸಿದೆ. ദൈവസന്നിധിയിൽ ഇരുന്നു. ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಕೂತೆ. അടുത്ത ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, ನಂತರವಾಗಿ ದೇವರಾತ್ಮನೇ ಹೇಳಿದು, നിന്റെ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യണം, പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്യണം. ನಿನ್ನ ಫೇಸ್ಬುಕ್ ಅನ್ನು ಪೂರ್ಣವಾಗಿ ಡಿಲೀಟ್ ಮಾಡಬೇಕು. അത് കഴിഞ്ഞിട്ട് ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, ನಂತರವಾಗಿ ದೇವರಾತ್ಮ ನನಗೆ ಹೇಳಿದರು, നിന്റെ വാട്സപ്പ് കളയണം, ನಿನ್ನ ವಾಟ್ಸ್ಆಪ್ ಅನ್ನು ನೀನು ಡಿಲೀಟ್ ಮಾಡಬೇಕು, ಇನ್ಸ್ಟಾಗ್ರಾಮ್ കളയണം, ಇನ್ಸ್ಟಾಗ್ರಾಮ್ ಬಿಡಬೇಕು, IMO കളയണം, IMO ನೀನು ತೆಗೆದು ಬಿಡಬೇಕು, ബാക്കിയുള്ള മീഡിയാസ് ಕಂಪ್ಲೀಟ್ കളയണം, ಬಾಕಿ ಇರುವಂತ ಎಲ್ಲ ಮೀಡಿಯಾಗಳನ್ನು ತೆಗೆದು ಬಿಡಬೇಕು, ഫോൺ ഓഫ് ചെയ്യണം. ಫೋನ್ ಆಫ್ ಮಾಡಬೇಕು. ഞാൻ ഫോൺ ഓഫ് ചെയ്തു. ಫೋನ್ ಆಫ್ ಮಾಡಿ സിം ഊരി മാറ്റി. ಸಿಮ್ಮನ್ನ ತೆಗೆದಿಟ್ಟೆ. ഏകദേശം 1 മാസത്തോളം ಹೆಚ್ಚು ಕಡಿಮೆ 1 ತಿಂಗಳ ಕಾಲವರೆಗೆ എന്നെ കുറിച്ച് യാതൊരു അറിവുമില്ല. ನನ್ನ ಕುರಿತಾಗಿ ಯಾವ ತಿಳುವಳಿಕೆಯೂ ಇಲ್ಲ. ദൈവദാസന്മാര് വിളിക്കുന്നുണ്ട്, ದೇವರ ಸೇವಕರುಗಳು ಫೋನ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ, എന്നെ കിട്ടുന്നില്ല. ನನ್ನ ಸಿಗ್ತಾ ಇಲ್ಲ. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, ഞാൻ വീടിന് പുറത്തേക്ക് ഇറങ്ങാതെ ನಾನು ಮನೆಯ ಹೊರಗಡೆ ಬರದೆ ആദ്യത്തെ 21 ദിവസം പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഉപവസിച്ചു. ಆ ಮೊದಲ 21 ದಿನಗಳ ಕಾಲ ನಾನು ಪರಿಪೂರ್ಣವಾಗಿ ಉಪವಾಸ ಮಾಡಿದೆ. എന്റെ വീടിനടുത്തുള്ള ജംഗ്ഷൻ ഞാൻ കാണുന്നത് 21 ദിവസത്തിന് ശേഷമാണ്. ನನ್ನ ಮನೆಯ ಹತ್ತಿರ ಇರುವಂತಹ ಜಂಕ್ಷನ್ ಅನ್ನು ನಾನು ನೋಡುವಂಥದ್ದು, ಆ ಒಂದು ಸಣ್ಣ ಒಂದು ಪಟ್ಟಣ ಟೌನ್ ಅನ್ನು ನೋಡುವಂಥದ್ದು 21 ದಿನಗಳ ನಂತರ. എന്റെ വീടിനടുത്തുള്ള ആൾക്കാർ കാണുന്നത് 21 ദിവസത്തിന് ശേഷമാണ്. ನನ್ನನ್ನು ನನ್ನ ಮನೆಯ ಅಕ್ಕಪಕ್ಕದಲ್ಲಿರುವವರು ನೋಡುವುದು 21 ದಿನಗಳ ನಂತರ. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, ഞാൻ എപ്പോൾ ദൈവ ശബ്ദം കേട്ട് അനുസരിക്കാൻ തുടങ്ങിയോ, ಯಾವಾಗ ನಾನು ದೇವರ ಶಬ್ದವನ್ನು ಕೇಳಿ ವಿಧೇಯನಾಗುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದೆನೋ, അപ്പോൾ മുതൽ എന്നിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ಆ ಕ್ಷಣದಿಂದ ನನ್ನಲ್ಲಿ ಬದಲಾವಣೆ ಉಂಟಾಗುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. അതിനുശേഷം ಅದರ ನಂತರ എന്റെ ഭവനത്തിൽ കടന്നു വരുന്ന ദൈവദാസന്മാർ എന്നോട് പറയുന്നത്, ನನ್ನ ಮನೆಯೊಳಗೆ ಬರುವಂತಹ ದೇವ ಸೇವಕರುಗಳು ನನಗೆ ಹೇಳುವಂಥದ್ದು, എന്റെ റൂമിൽ കയറുന്ന പ്രിയപ്പെട്ടവർ എന്നോട് പറയുന്നത്, ನನ್ನ ಕೋಣೆಯೊಳಗೆ ಬರುವಂತಹ ಪ್ರಿಯರು ನನಗೆ ಹೇಳುವಂಥದ್ದು, അയ്യോ കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെ അല്ലല്ലോ, ಕಳೆದ ಸಾರಿ ಬಂದ ರೀತಿಯಾಗಿ ಅಲ್ವಲ್ಲ, ഇപ്രാവശ്യം വരുമ്പോ എന്തോ ഒരു ഭയങ്കര സാന്നിധ്യം ഇതിനകത്ത് അനുഭവിക്കാൻ ಈ കഴിയുന്നു. ಸಾರಿ ಬಂದಾಗ ಇದರೊಳಗೆ ಏನೋ ಒಂದು ದೊಡ್ಡ ಸಾನ್ನಿಧ್ಯ ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. അയ്യോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ಅಯ್ಯೋ ಕಳೆದ ಸಾರಿ ಬಂದಾಗ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്തത് ചിലത് ഇപ്പോൾ അനുഭവിക്കാൻ തുടങ്ങി. ನನಗೆ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗದ ರೀತಿಯಾಗಿ ಇರುವಂತಹ ಕೆಲವೊಂದು ಕಾರ್ಯಗಳನ್ನು ಈಗ ಅರ್ಥ ಮಾಡುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತಾ ಇದೆ. എന്നാ കാരണം?
ಏನು ಕಾರಣ? അനുസരിക്കാൻ തയ്യാറായി. ವಿಧೇಯನಾಗುವುದಕ್ಕೆ ಸಿದ್ಧನಾದೆ. സത്യം പറഞ്ഞാൽ ಸತ್ಯ ಹೇಳಿದರೆ ഞാൻ പോലും സംശയിച്ചു. ನಾನೇ ಕೂಡ ಸಂಶಯಪಟ್ಟೆ. കാരണം മുട്ടയടിക്കാൻ കർത്താവ് പറഞ്ഞു, ತಲೆ ಬೋಳಿಸಿಕೊಳ್ಳೋದಕ್ಕೆ ದೇವರು ಹೇಳಿದರು. മുട്ടയടിച്ചു, ಬೋಳಿಸಿಕೊಂಡೆ, ഫോൺ ഓഫ് ചെയ്തു, ಫೋನ್ ಆಫ್ ಮಾಡಿದೆ, മീഡിയാസ് കംപ്ലീറ്റ് കളഞ്ഞു, ಮೀಡಿಯಾವಾಗಿರುವಂತ ಎಲ್ಲ ವಿಷಯಗಳನ್ನ ತೆಗೆದು ಹಾಕಿದೆ. പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല, ಹೊರಗಿನ ಲೋಕವಾಗಿ ಯಾವ ಸಂಬಂಧ ಇಲ್ಲ. സഭായോഗത്തിന് പോലും പുറത്തു പോകാതെ അകത്ത് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ಸಭಾಕೂಟಕ್ಕೂ ನಾನು ಹೊರಗಡೆ ಹೋಗದೆ ಒಳಗೆ ಕೂತು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವಂಥದ್ದು. ദൈവത്തോട് ചോദിച്ചു, ಕರ್ತನ ಸನ್ನಿಧಿಯಲ್ಲಿ ನಾನೇ ಕೇಳಿದೆ, എന്റെ ബോധ്യത്തിനകത്ത് നിന്ന് വരുന്നതാണോ, ನನ್ನ ಚಿಂತೆಯ ಒಳಗಡೆಯಿಂದ ಬರುವಂತದ್ದಾಗಿದೆಯೋ? കർത്താവേ, ഇത് അങ്ങയുടെ നിയോഗം തന്നെയാണോ? ಕರ್ತನೇ, ಇದು ನಿಮ್ಮ ನಿಯಂತ್ರಣವೋ ಅಥವಾ ನಿಯೋಗವಾಗಿದೆಯೋ? അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നാ ഇനി മാറ്റാം. ನಾನು ತೀರ್ಮಾನಿಸಿದ ಇನ್ನೂ ಇದನ್ನು ಬದಲಾವಣೆಗೊಳಿಸಬಹುದು. ആ സമയത്ത് ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. ಆ ಸಮಯದಲ್ಲಿ ದೇವರು ಪ್ರವಾದಿಗಳನ್ನ ಎಬ್ಬರಿಸಿದರು. ಹಲೋ, നീ ദൈവസന്നിധിയിൽ ദൈവശബ്ദം കേട്ട് അനുസരിച്ചിരിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, ನೀನು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ದೇವರ ಶಬ್ದವನ್ನೇ ಕೇಳಿ ವಿಧೇಯನಾಗಿರುವುದಕ್ಕೆ ಸಿದ್ಧನಾಗುವುದಾದರೆ, പക്ഷെ പിശാച് ನಿന്റെ അകത്ത് നിന്ന് വന്ന് പറയും, ಒಂದು ವೇಳೆ ಸೈತಾನು ನಿನ್ನ ಹತ್ತಿರ ಬಂದು ಹೇಳುವನು, ഏ വിവേക, ನೀ കാണിക്കുന്ന ಮണ്ടത്തരವಾ, ಏ ವಿವೇಕ, ನೀನ್ ಮಾಡೋದು ಆಲಸ್ಯತನ ಅಥವಾ ಸೋಮಾರಿತನ, നീ ഇങ്ങനെ ഉപവസിച്ച നിന്റെ ശരീരത്തിന് കേടാ, ಈ ರೀತಿಯಾಗಿ ನೀನು ಮಾಡಿದರೆ ನಿನಗೆ ನಿನ್ನ ಶರೀರಕ್ಕೆ ತೊಂದರೆ ಉಂಟಾಗುತ್ತದೆ, നിന്റെ മുടിയെടുത്ത മുടി കളിക്കത്തില്ല, ನಿನ್ನ ಕೂದಲನ್ನು ತೆಗೆದರೆ ನಿನಗೆ ಕೂದಲ ತಿರುಗಿ ಬರುವುದಿಲ್ಲ, ഫോൺ ഓഫ് ചെയ്ത് നിന്റെ മീറ്റിംഗ് ಕಟ್ಟಾകും, ಫೋನ್ ಆಫ್ ಮಾಡಿದರೆ ನಿನಗಿರುವಂತಹ ಕೂಟಗಳು ಅದು ನಿಂತು ಹೋಗುತ್ತದೆ. അയ്യോ, ഇതൊക്കെ നിന്റെ തോന്നലാണെന്നേ. ಇದೆಲ್ಲ ನಿನಗೆ ಬರುವಂತಹ ಭ್ರಮೆಯಾಗಿದೆ. എന്നാൽ ദൈവാത്മാവാണ് നിന്നെ ഇരുത്തുന്നതെങ്കിൽ, ಆದರೆ ದೇವರಾತ್ಮನ ನನಗೆ ಹೇಳಿ ನೀನು ಆ ರೀತಿಯಾಗಿ ಕೂತ್ಕೊಳ್ಳುವುದಾದರೆ അതിന്റെ റിസൾട്ട് ദൈവം വെളിപ്പെടുത്തും. ಅದರ ರಿಸಲ್ಟ್ ಅನ್ನು ದೇವರು ನಿನಗೆ ಕೊಡುತ್ತಾರೆ. ഇന്ന് പകലിൽ എത്ര പേര് തയ്യാറാ? ಈ ಹಗಲು ಎಷ್ಟು ಜನ ಸಿದ್ಧರಿದ್ದೀರಿ? ദൈവ ശബ്ദം കേട്ട് ದೇವರ ಶಬ್ದ ಕೇಳಿ ദൈവിക നിയോഗത്തിനനുസരിച്ച് ದೇವರ ನಿಯೋಗಕ್ಕೆ ಒಳಪಟ್ಟು മുട്ടുകുത്താൻ തയ്യാറാകുന്ന ആരുണ്ട് ഇതിന്റെ നടുവിൽ? ಮೊಣಕಾಲೂರುವುದಕ್ಕೆ ಸಿದ್ಧರಾಗಿರುವವರು ಎಷ್ಟು ಜನ ಇದ್ದಾರೆ ಇದರ ಮಧ್ಯದಲ್ಲಿ? അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, ಅವರ ಜೀವಿತವನ್ನು ಬದಲಾವಣೆಗೊಳಿಸುವುದಕ್ಕೆ, അവരുടെ ശുശ്രൂഷയെ അപ്ഗ്രേഡ് ചെയ്യാൻ ಅವರ ಸೇವೆಯನ್ನು ಮೇಲಕ್ಕೆ ಎತ್ತುವುದಕ್ಕೆ ഒരു ദൈവം ഇതിന്റെ നടുവിൽ ഇറങ്ങിയിട്ടുണ്ട്. ದೇವರು ಇದರ ಮಧ್ಯದಲ್ಲಿ ಇಳಿದು ಬಂದಿದ್ದಾರೆ. ഇന്ന് പകൽക്കാലം നീ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുക. ಈ ಹಗಲಲ್ಲಿ ದೇವರಾತ್ಮನಿಗೆ ವಿಧೇಯನಾಗು. നീ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക. ದೇವರಾತ್ಮನಿಗೆ ನೀನು ವಿಧೇಯನಾಗು. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. ದೇವರಾತ್ಮನನ್ನು ಅನುಸರಿಸು. ആ ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. ಆ ದೇವರ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟವಾಗುತ್ತದೆ. പകൽക്കാലം കരം തട്ടി ಈ ಹಗಲಲ್ಲಿ ಕರಗಳನ್ನು ತಟ್ಟುತ್ತಾ ആത്മാവിലൊന്ന് പോരാടിയാട്ടെ. ಆತ್ಮದಲ್ಲಿ ಹೋರಾಟ ಮಾಡಿರಿ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചിലതിന് ഇതിന്റെ നടുവിൽ വേർതിരിക്കുക. ಇಂದು ಹಗಲಲ್ಲಿ ದೇವರಾತ್ಮನ ಇದರ ಮಧ್ಯದಲ್ಲಿ ಕೆಲವರನ್ನು ಬೇರ್ಪಡಿಸುತ್ತಾ ಇದ್ದಾರೆ. ദൈവത്തിന്റെ ശക്തി ചിലതിന്റെ മേൽ നിറയ്ക്കുകയാ. ದೇವರ ಶಕ್ತಿ ಕೆಲವರ ಮೇಲೆ ತುಂಬಿಸುತ್ತಾ ಇದ್ದಾರೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ದೇವರಿಗೆ ಮಹಿಮೆ, ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ದೇವರಿಗೆ ಮಹಿಮೆ, ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ದೇವರಿಗೆ ಮಹಿಮೆ. ಆಮೆನ್. ಹಲ್ಲೆಲೂಯ. സമയത്ത് ഞാൻ എഫെസി ലേഖനം വീണ്ടും ഒന്ന് വായിച്ചു. ಈ ಸಮಯದಲ್ಲಿ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಎಫೆಸದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆಯನ್ನು ಇನ್ನೊಂದು ಆವರ್ತಿ ಓದಿದೆ. പ്രിയരെ, 3 പ്രാവശ്യം വായിച്ചു. 3 ಸಾರಿ ಎಫೆಸದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ ಓದಿದೆ. വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, 3 ಸಾರಿ ಓದಾಗಿ ನನಗೆ ಗೊತ್ತಾಯಿತು, ഞാൻ സത്യത്തില് ನಾನು ಸತ್ಯವಾಗಿ ഈ ദൈവശക്തി പ്രാപിക്കും 3 മാസം കഴിയുമ്പോൾ ചോർത്തി കളയുന്ന ഒരു വ്യക്തിയാണ്. ದೇವರ ಶಕ್ತಿಯನ್ನು ಹೊಂದಿ 3 ತಿಂಗಳ ನಂತರವಾಗಿ ನನ್ನಿಂದ ಸೋರಿ ಹೋಗುವಂತ ಒಂದು ವ್ಯಕ್ತಿ. ദൈവശക്തി ക്യാരി ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ದೇವರ ಶಕ್ತಿಯನ್ನು ತುಂಬಿಕೊಂಡು ಹೋಗುವುದಕ್ಕೆ ನನಗೆ ಆಗುವುದಿಲ್ಲ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ಒಂದು ಸಣ್ಣ ಉದಾಹರಣೆಯನ್ನು ನಾನು ನಿಮಗೆ ಹೇಳುತ್ತೇನೆ. ഈ അഭിഷേകം പ്രാപിക്കാൻ ഒരുപാട് ഭ്രാന്ത് കാണിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ಅಭಿಷೇಕವನ್ನು ಹೊಂದುವುದಕ್ಕೆ ತುಂಬಾ ಹುಚ್ಚುತನ ಮಾಡಿದಂತಹ ಮನುಷ್ಯನಾಗಿದ್ದೆ ನಾನು. ഫെയ്ത്ത് ആണ്, ನನ್ನಲ್ಲಿರುವಂತಹ ನಂಬಿಕೆಯಾಗಿತ್ತು ಅದು. എന്നിട്ട് ഓരോ പ്രാവശ്യം ഉപവാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രാവശ്യത്തെ മീറ്റിംഗ് കഴിയുമ്പോഴും ಒಂದೊಂದು ಸಾರಿ ಮೀಟಿಂಗ್ ಊಟ ಕಳೆಯುವಾಗಲೂ പ്രകടമായ മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. ಪ್ರಕಟವಾಗಿರುವಂತಹ ಬದಲಾವಣೆ ನಿಮಗೆ ತಿಳಿಯೋದಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದಲ್ಲ. അതുമായിട്ട് മുമ്പോട്ട് ചലിക്കും. ಅದು ಆಗಿ ಮುಂದಕ್ಕೆ ಹೋಗುತ್ತಿದ್ದೇನೆ. എന്നിട്ട് ನಂತರ നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ, എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വെളിപ്പെടുന്നുണ്ടോ? ನಡೆಯುವಾಗ ನಾನು ಗಮನಿಸ್ತೇನೆ, ಯಾರಿಗಾದ್ರೂ ಏನಾದರೂ ಪ್ರಕಟವಾಗುತ್ತಿದೆಯೋ? ഒന്നും വെളിപ്പെടുന്നില്ല. ಏನು ಪ್ರಕಟವಾಗುತ್ತಾ ಇಲ್ಲ. പ്രയാസം ಬಹಳ ಮತ್ತು ನಂತರವಾಗಿ ಬಹಳ ಪ್ರಯಾಸ. എന്തുകൊണ്ട് വെളിപ്പെടാതിരുന്നതിന്റെ കാരണം എനിക്ക് എഫെസി ലേഖനം വായിച്ചപ്പോൾ മനസ്സിലായി. ಏನು ಪ್ರಕಟವಾಗದೆ ಇದ್ದುದರಿಂದ ಕಾರಣ ಏನು ಎಂಬುದಾಗಿ ಎಫೆಸದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆಯನ್ನು ಓದಿದಾಗ ನನಗೆ ಗೊತ್ತಾಯಿತು. അഭിഷേകത്തിന് വേണ്ടി ദാഹമുണ്ടോ? ಅಭಿಷೇಕಕ್ಕೋಸ್ಕರ ದಾಹ ಇದೆಯೋ? ദാഹമുണ്ട്. ದಾಹ ಇದೆ. ആരും കാണിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? ಯಾರು ಮಾಡದೇ ಇರುವಂತಹ ಕಾರ್ಯಗಳನ್ನೆಲ್ಲ ಮಾಡ್ತಿದ್ದೇನೋ? അതെല്ലാം ചെയ്യുന്നുണ്ട്. ಅದೆಲ್ಲ ಮಾಡ್ತಿದ್ದೇನೆ. എന്നാൽ ബൈബിള് പറയുന്നത് പോലെ എനിക്ക് ആകാൻ കഴിയുന്നില്ല. ಆದರೆ ಸತ್ಯವೇದ ಹೇಳುವ ರೀತಿಯಾಗಿ ನನಗೆ ಆಗುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತಾ ಇಲ್ಲ. ബൈബിള് പറയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കരുത്.
ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತದೆ ಈ ರೀತಿಯಾಗಿರುವಂತಹ ಕಾರ್ಯಗಳನ್ನ ಮಾತನಾಡಬಾರದು. നിങ്ങളുടെ ഇടയിൽ ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇവ ചേർച്ചയല്ലാത്തവ ഇവയൊന്നും അരുത്. ನಿಮ್ಮಲ್ಲಿರುವಂತಹ ಹುಚ್ಚು ಮಾತು, ಮರಳು ಮೊಗಳಿಸುವಂತಹ ಮಾತು, ಇವು ಯೋಗ್ಯವಲ್ಲದೆ ಇರುವಂತಹ ಯಾವುದನ್ನು ಕೂಡ ಹೇಳಬಾರದು. ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം എന്റെ ലൈഫിലും ഉണ്ട്. ಇದು ಓದಿದಾಗ ನನಗೆ ಗೊತ್ತಾಯಿತು ಎಲ್ಲವೂ ನನ್ನ ಭವಿಷ್ಯದಲ್ಲಿ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಇದೆ. ആവശ്യമില്ലാത്തടത്ത് കയറി സംസാരിക്കും, ಆ ಅವಶ್ಯಕತೆ ಇಲ್ಲದೆ ಇರುವಂತಹ ಸ್ಥಳದಲ್ಲಿ ಮಾತನಾಡುತ್ತೇನೆ, ആവശ്യമില്ലാത്തത് പറയാൻ നിൽക്കും, ಆ ಅವಶ್ಯಕತೆ ಇಲ್ಲದೆ ಇರುವುದನ್ನು ಮಾತನಾಡೋದಕ್ಕೆ ನಿಲ್ಲುತ್ತೇನೆ, സ്നേഹിതരെ കാണുമ്പോൾ തമാശകൾ പറയും. ಸ್ನೇಹಿತರನ್ನು ನೋಡುವಾಗ ತಮಾಷೆಗಳನ್ನು ಹೇಳುತ್ತೇನೆ. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം, ಈ ಹಗಲಲ್ಲಿ ಗಮನಿಸಬೇಕು. തമാശ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, ತಮಾಷೆ ಹೇಳುವುದು ತಪ್ಪು ಎಂಬುದಾಗಿ ನಾನು ಹೇಳೋದಿಲ್ಲ. എന്നാൽ ഞാൻ പറയുന്ന തമാശ ഇദ്ദേഹത്തെ തകർക്കുന്നതാണെങ്കിൽ അതരുത്. ನಾನು ಹೇಳುವಂತಹ ತಮಾಷೆ ಇವರಿಗೆ ನೋವುಂಟು ಮಾಡುವುದಾದರೆ ಅದು ನನ್ನಿಂದ ಬರಬಾರದು. എന്റെ തമാശക്കകത്ത് ചീത്തത്തരം വല്ലതും ഉണ്ടെങ്കിൽ അതരുത്. ನನ್ನ ನಾನು ತಮಾಷೆ ಮಾತನಾಡುವುದರೊಳಗೆ ಏನಾದರೂ ದೇವರಿಗೆ ಇಷ್ಟವಲ್ಲದೆ ಇರುವಂತಹ ಮಾತುಗಳಿದ್ದರೆ ಅದು ಇರಬಾರದು. ഈ കാര്യങ്ങളൊക്കെ എന്റെ ലൈഫിൽ ഉള്ളത് കൊണ്ട്, ಈ ಕಾರ್ಯಗಳೆಲ್ಲವೂ ನನ್ನ ಜೀವನದಲ್ಲಿ ಇದ್ದುದರಿಂದ ഞാൻ പോകുമ്പോൾ ദൈവശക്തി വെളിപ്പെടുന്നില്ല, ನಾನು ಹೋಗುವಾಗ ದೇವರ ಶಕ್ತಿ ಪ್ರಕಟವಾಗುವುದಿಲ್ಲ, ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാൻ കഴിയുന്നില്ല, ಸೇವೆಯಲ್ಲಿ ಪ್ರಯೋಜನ ಹೊಂದುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತಾ ಇಲ್ಲ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചിലതിനെ ഇതിന്റെ നടുവിൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ಈ ಹಗಲಲ್ಲಿ ದೇವರ ಆತ್ಮನ ಇದರೊಳಗಡೆ ಕೆಲವರನ್ನು ಆಪರೇಷನ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ആവശ്യമില്ലാത്ത നാക്കിനെയൊക്കെ ദൈവം പിഴുതു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ಆ ಅನಾವಶ್ಯಕವಾಗಿರುವಂತಹ ನಾಲಿಗೆಗಳನ್ನೆಲ್ಲ ದೇವರು ಕಿತ್ತು ತೆಗೆಯುತ್ತಾ ಇದ್ದಾರೆ. ഈ തമാശ പറയുന്ന നാക്ക്, ചീത്തത്തരം പറയുന്ന നാക്ക്, പൊട്ടച്ചൊല്ലി പറയുന്ന നാക്ക്, ತಮಾಷೆ ಹೇಳುವಂತಹ ಮಾತು, ಬೇಡದ ಮಾತುಗಳನ್ನೇ ಹೇಳುವಂತಹ ನಾಲಿಗೆ, ಅಯೋಗ್ಯವಾಗಿರುವಂತಹ ಮಾತುಗಳನ್ನು ಹೇಳುವಂತಹ ನಾಲಿಗೆ, ഇതേ നാവ് കൊണ്ട് തന്നെ പ്രസംഗിക്കുന്നു, ಇದೇ ನಾಲಿಗೆಯಿಂದ ಪ್ರಸಂಗ ಮಾಡುತ್ತೇವೆ, ഇതേ നാവ് കൊണ്ട് തന്നെ പ്രവചിക്കുന്നു, ಇದೇ ನಾಲಿಗೆಯಿಂದ ಪ್ರವಾದನೆ ಹೇಳುತ್ತೇವೆ, ഇതേ നാവ് കൊണ്ട് തന്നെ അന്യഭാഷ പറയുന്നു, ಇದೇ ನಾಲಿಗೆಯಿಂದ ಅನ್ಯ ಭಾಷೆ ಹೇಳುತ್ತೇವೆ. ദൈവശക്തി വെളിപ്പെടുന്നില്ല, ದೇವರ ಶಕ್ತಿ ಪ್ರಕಟವಾಗುವುದಿಲ್ಲ. ഇന്ന് പകലിൽ ദൈവം ചിലതിന്റെ മേൽ ചില സർജറികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ಆದರೆ ಇಂದು ಹಗಲಲ್ಲಿ ಕೆಲವುದರ ಮೇಲೆ ದೇವರು ಸರ್ಜರಿಗಳನ್ನ ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. പകൽ മുതൽ ഇന്നലെ വരെ സംസാരിച്ചത് പോലെ നിനക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. ಇಂದು ಹಗಲು ನಿನ್ನೆಯವರೆಗೆ ನೀನು ಮಾತನಾಡಿದ ರೀತಿಯಾಗಿ ಈ ಕ್ಷಣದಿಂದ ನಿನಗೆ ಮಾತನಾಡೋದಕ್ಕಾಗೋದಿಲ್ಲ. ഇന്നലെ വരെ കണ്ടത് ഇനി മുതൽ നിനക്ക് കാണാൻ കഴിയത്തില്ല. ನಿನ್ನೆವರೆಗೆ ನೋಡಿದ್ದು ಈ ಕ್ಷಣದಿಂದ ನಿನಗೆ ನೋಡೋದಕ್ಕಾಗೋದಿಲ್ಲ. കാരണം നിന്റെ അകത്തുരുവായത് അത് വ്യത്യസ്തമാ. ಕಾರಣ ನಿನ್ನೊಳಗೆ ಉಂಟಾಗಿರುವಂತದ್ದು ವ್ಯತ್ಯಾಸವಾಗಿರುವುದಾಗಿದೆ. ഇന്ന് പകലിൽ അത് തിരിച്ചറിയുന്നവർ എത്ര പേര് ഇതിന്റെ നടുവിലുണ്ട്? ಈ ಹಗಲಲ್ಲಿ ಅದನ್ನು ತಿಳಿದುಕೊಳ್ಳುವವರು ಎಷ್ಟು ಜನ ಇದರ ಮಧ್ಯದಲ್ಲಿ ಇದ್ದಾರೆ? തട്ടി കർത്താവിന് നല്ല ആമേൻ കൈമാറിയാട്ടെ. ಕರಗಳನ್ನ ತಟ್ಟಿ ಕರ್ತನಿಗೆ ಒಂದು ಒಳ್ಳೆ ಆಮೆನ್ ಹೇಳಿರಿ. പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ വിധേയപ്പെട്ട് പെടാൻ തയ്യാറാകട്ടെ. ಈ ಹಗಲಲ್ಲಿ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ವಿಧೇಯರಾಗುವುದಕ್ಕೆ ಸಿದ್ಧರಾಗಲಿ. ദൈവത്തോട് പറയാൻ തയ്യാറാക. ದೇವರ ಹತ್ತಿರ ಹೇಳೋದಕ್ಕೆ ಸಿದ್ಧನಾಗು. എന്റെ ബലഹീനതയിലേക്ക് അങ്ങയുടെ ശക്തി ഒന്ന് അയക്കണമേ. ಕರ್ತನೇ, ನನ್ನ ಬಲಹೀನತೆಯಲ್ಲಿ ತುಂಬುವಂತ ನಿನ್ನ ಶಕ್ತಿಯನ್ನು ಕಳುಹಿಸಿಕೊಡು. പകൽക്കാലം അവന്റെ ശക്തി നിന്റെ ബലഹീന മണ്ഡലങ്ങളിൽ വെളിപ്പെട്ടാൽ, ಆತನ ಶಕ್ತಿ ನಿನ್ನ ಬಲಹೀನ ಭಾಗಗಳಲ್ಲಿ ಪ್ರಕಟವಾದರೆ നീ ആള് മാറിയവളെ പോലെയാകൂ. ನೀನೊಬ್ಬ ಜನ ಬದಲಾವಣೆ ಹೊಂದಿದವಳ ರೀತಿಯಾಗಿ ആള് മാറിയവനെ പോലെയാകൂ. ಜನ ಬದಲಾವಣೆ ಹೊಂದಿದವನ ರೀತಿಯಾಗಿ ಆಗುತ್ತೆ. ഇന്ന് പകൽക്കാലം എല്ലാവരും ചലിക്കുന്നത് പോലെ നിനക്ക് ചലിക്കാൻ കഴിയത്തില്ല. ಈ ಆಗಲೂ ಎಲ್ಲರೂ ಚಲಿಸುವ ರೀತಿಯಾಗಿ ನಿನಗೆ ಚಲಿಸುವುದಕ್ಕಾಗೋದಿಲ್ಲ. എല്ലാവരും സംസാരിക്കുന്നത് പോലെ നിനക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. ಎಲ್ಲರೂ ಮಾತನಾಡುವ ರೀತಿಯಾಗಿ ನಿನಗೆ ಮಾತನಾಡೋದಕ್ಕಾಗೋದಿಲ್ಲ. You are a different person. ನೀನು ಒಬ್ಬ ವ್ಯತ್ಯಸ್ತನಾಗಿದ್ದೀಯಾ. നീ ഒരു വ്യത്യസ്തനാണ്. ನೀನು ಒಬ್ಬ ವ್ಯತ್ಯಸ್ತನಾಗಿದ್ದೀ. നീ ഒരു വ്യത്യസ്തയാണ്. ನೀನು ಒಬ್ಬ ವ್ಯತ್ಯಸ್ತೆಯಾಗಿದ್ದೀ. നീ ഒരു അഭിഷേകമുള്ള പൈതലാണ്. ನೀನು ಒಬ್ಬ ಅಭಿಷೇಕವುಳ್ಳ ಮಗನಾಗಿದ್ದೀ. നീ അതിനെ ചുമക്കേണ്ടവനാണ്. ನೀನು ಅದನ್ನು ಹೊಂದಿಕೊಂಡು നീ ಹೋಗುವನಾಗಬೇಕಾಗಿದ್ದೀ. അതിനെ വെളിപ്പെടുത്തേണ്ടവനാണ്. ನೀನು ಅದನ್ನು ಪ್ರಕಟಪಡಿಸಬೇಕಾದವನಾಗಿದ್ದೀ. ഇന്ന് പകൽക്കാലം അങ്ങനെ വെളിപ്പെടുത്താൻ തയ്യാറായാൽ, ಈ ಹಗಲಲ್ಲಿ ಆ ರೀತಿಯಾಗಿ ಪ್ರಕಟಗೊಳಿಸುವುದಕ್ಕೆ ನೀನು ಸಿದ್ಧನಾದರೆ ഇതിലൂടെ ദൈവം ചരിത്രത്തെ തിരുത്തി കുറിക്കും. ನಿನ್ನ ಭವಿಷ್ಯವನ್ನ ದೇವರು ಹಲ್ಲು ತಿರುಗಿ ಬರೆಯುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ, ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. പ്രൈസ് ദി ലോർഡ്. ದೇವರಿಗೆ ಮಹಿಮೆ. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, നാം പുതിയ നിയമത്തിലെ ശൗലിന്റെ കാര്യം ശ്രദ്ധിച്ചു. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಸೌಲನ ಕಾರ್ಯವನ್ನು ನಾವು ಗಮನಿಸಿದೆವು. ദൈവശക്തി വെളിപ്പെട്ടു, ದೇವರ ಶಕ್ತಿ ಪ್ರಕಟವಾಯಿತು, അത്യുന്നതന്റെ ശക്തി വെളിപ്പെട്ടു, ಪರಾತ್ಪರನ ಶಕ್ತಿ ಪ್ರಕಟವಾಯಿತು, കൃപാവരങ്ങളാൽ നിറയപ്പെട്ടു, ಕೃಪಾವರಗಳಿಂದ ತುಂಬಲ್ಪಟ್ಟನು, വെളിപ്പാടുകളാലൊക്കെ ദൈവം നിറച്ചു, ಪ್ರಕಟಣೆಗಳಿಂದೆಲ್ಲ ದೇವರು ತುಂಬಿಸಿದನು.
എന്നാൽ ആ മനുഷ്യൻ ಆದರೆ ಆ ಮನುಷ್ಯ കൊരിന്ത്യ ലേഖനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ಕೊರಿಂಥದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆಯಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. ಪ್ರಕಟಣೆಯ ಆ ಹೆಚ್ಚುವರಿಕೆಯಿಂದ ನಾನು ಅಹಂಕರಿಸಿ ಹೋಗದ ರೀತಿಯಾಗಿ ദൈവം എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ದೇವರು ನನ್ನ ಶರೀರದಲ್ಲಿ ಒಂದು ಶೂಲವನ್ನಿಟ್ಟಿದ್ದಾರೆ. അതിന്റെ യഥാർത്ഥ പരിഭാഷ ഇങ്ങനെയാണ്. ಅದರ ಯಥಾರ್ಥವಾಗಿರುವ ಭಾಷಾಂತರ ಈ ರೀತಿಯಾಗಿದೆ. ശൂലം എന്ന് പറയുന്നത് മുള്ളാണ്. ಶೂಲ ಎಂಬುದಾಗಿ ಹೇಳುವಂಥದ್ದು ಮುಳ್ಳಾಗಿದೆ. പൗലോസ് പറയും, അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം അപേക്ഷിച്ചു. ಅದು ನನ್ನನ್ನು ಬಿಟ್ಟು ನೀಗುವುದಕ್ಕೋಸ್ಕರವಾಗಿ 3 ಆವರ್ತಿ ನಾನು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆ. ഉടനെ ദൈവം പറഞ്ഞു, ಆಗ ದೇವರು ಹೇಳಿದರು, എന്റെ കൃപ നിനക്ക് മതി, ನನ್ನ ಕೃಪೆ ನಿನಗೆ ಸಾಕು, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ನನ್ನ ಶಕ್ತಿ ಬಲಹೀನತೆಯಲ್ಲಿ ತುಂಬಿ ಬರುವಂತದಾಗಿದೆ. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, ഇത് പറഞ്ഞതിന് ശേഷമാണ് റോമാലേഖനം എഴുതുന്നത്. ಇದು ಹೇಳಿದ ನಂತರ ರೋಮಪುರದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆಯನ್ನು ಬರೆಯುತ್ತಿದ್ದಾರೆ. ನಿನ್ನೆ ನಾವು ಕೇಳಿದ್ದೇವೆ, 7ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ കുറെ കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. 7ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಅಪೊಸ್ತಲನಾಗಿರುವಂತ ಪೌಲರು ಕೆಲವೊಂದು ಕಾರ್ಯಗಳನ್ನ ಬಿಚ್ಚಿ ಹೇಳುತ್ತಾ ಇದ್ದಾರೆ. ഞാനോ ജഡമയൻ, ನಾನು ಜಡ ಮನುಷ್ಯನಾಗಿರುವವನು, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ಅಯ್ಯೋ ನಾನು ಅರಿಷ್ಟನಾಗಿರುವ ಮನುಷ್ಯ, പാപിയാ, ನಾನು ಪಾಪಿಯಾಗಿದ್ದೇನೆ, എന്റെ അവയവങ്ങളിൽ മറ്റൊരു പ്രമാണത്തിന്റെ വ്യാപാരം ഞാൻ ನನ್ನ ಅಂಗಾಂಗಗಳಲ್ಲಿ ಇನ್ನೊಂದು ಪ್ರಮಾಣಗಳನ್ನ ಒಡಂಬಡಿಕೆಯನ್ನ ನಾನು ನೋಡುತ್ತಿದ್ದೇನೆ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ, ಆದರೆ ಪೌಲನ ಅಪೊಸ್ತಲನಾಗಿರುವ ಪೌಲರು വിളിച്ചു പറയുന്നു, ಕರೆದು ಹೇಳುತ್ತಾ ಇದ್ದಾರೆ. പൗലോസ് അപ്പോസ്തലൻ അവിടെ തുറന്നു പറയുന്ന ഒരു കാര്യം ഇതാ, ಅಲ್ಲಿ ಅವರು ಹೇಳುವಂತಹ ಒಂದು ವಿಷಯ ಇದಾಗಿದೆ. ദൈവശക്തി എന്റെ മേൽ വെളിപ്പെടുവാൻ കഴിയാത്ത വിധം ದೇವರ ಶಕ್ತಿ ನನ್ನ ಮೇಲೆ ಪ್ರಕಟವಾಗುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗದ ರೀತಿಯಾಗಿ ചില കാര്യങ്ങൾ എന്റെ അകത്തുണ്ട്. ಕೆಲವೊಂದು ಕಾರ್ಯಗಳು ನನ್ನೊಳಗಡೆ ಇದೆ. അത് താൻ തുറന്നു പറയുകയാ. ಅದು ತಾನು ಬಿಚ್ಚಿ ಹೇಳುತ್ತಾ ಇದ್ದಾರೆ. പൗലോസ് പറയാ, ദൈവശക്തി വെളിപ്പെടാത്ത വിധം എന്റെ കരത്തിൽ ചില പ്രമാണങ്ങളെ ഞാൻ കാണുന്നു. ದೇವರ ಶಕ್ತಿ ಪ್ರಕಟವಾಗದ ರೀತಿಯಾಗಿ ನನ್ನ ಹಸ್ತದಲ್ಲಿ ಕೆಲವೊಂದು ನಿಯಮಗಳನ್ನು ನಾನು ನೋಡ್ತಾ ಇದ್ದೇನೆ. എന്റെ പാദങ്ങളിൽ ഞാൻ ചിലത് കാണുന്നു. ನನ್ನ ಪಾದಗಳಲ್ಲಿ ಕೆಲವನ್ನ ನಾನು ನೋಡ್ತಾ ಇದ್ದೇನೆ. എന്റെ ചെവികളിൽ ഞാൻ ചിലത് കാണുന്നു. ನನ್ನ ಕಿವಿಯಲ್ಲಿ ನಾನು ಕೆಲವನ್ನ ನೋಡ್ತಾ ಇದ್ದೇನೆ. അയ്യോ എന്താ പൗലോസ് അങ്ങയുടെ ചെവിയിലുള്ളത്? ಏನಾಗಿದೆ ಪೌಲರ ಆ ರೀತಿಯಾಗಿ ಕಿವಿಯಲ್ಲಿರುವುದು? പൗലോസ് പറയുന്നു, ಪೌಲರು ಹೇಳುತ್ತಾರೆ, എനിക്ക് ഇഷ്ടമല്ലാത്തവരുടെ കുറ്റം കേൾക്കാൻ ഞാൻ വ്യഗ്രതപ്പെടുകയാ. ನನಗೆ ಇಷ್ಟವಿಲ್ಲದೆ ಇರುವವರ ತಪ್ಪುಗಳನ್ನ ಕೇಳೋದಕ್ಕೆ ನಾನು ಬಹಳ ಅತ್ಯಾಸಕ್ತಿ ಉಳ್ಳವನಾಗಿದ್ದೇನೆ. പൗലോസ് പറയുന്നു, ಪೌಲರು ಹೇಳ್ತಿದ್ದಾರೆ, ഞാൻ മറ്റൊരാളുടെ കുറ്റം പറയാൻ എന്റെ അധരത്തിൽ മറ്റൊരു പ്രമാണം എന്നെ വ്യഗ്രതപ്പെടുന്നതായി കാണുന്നു. ನನಗೆ ಇಷ್ಟವಲ್ಲದವರ ಕುರಿತಾಗಿರುವ ತಪ್ಪುಗಳನ್ನು ಹೇಳುವುದಕ್ಕೆ ನನ್ನ ನಾಲಿಗೆಯ ಮೇಲೆ ಒಂದು ಪ್ರಮಾಣವನ್ನು ಅಥವಾ ಒಂದು ನಿಯಮವನ್ನು ನಾನು ನೋಡುತ್ತಾ ಇದ್ದೇನೆ. ആവശ്യമില്ലാത്തത് കാണാൻ, ಅವಶ್ಯಕತೆ ಅಥವಾ ಅನವಶ್ಯಕತೆಗಳನ್ನು ನೋಡುವುದಕ್ಕೆ എന്റെ കണ്ണിനകത്ത് ഒരു പ്രമാണം ഞാൻ കാണുന്നു. ನನ್ನ ಕಣ್ಣಿನ ಒಳಗಡೆ ನಾನೊಂದು ನಿಬಂಧನೆಯನ್ನು ನೋಡುತ್ತಾ ಇದ್ದೇನೆ. അതെന്നെ പ്രേരിപ്പിക്കുകയാ. ಅದು ನನ್ನನ್ನು ಪ್ರೇರೇಪಣೆಗೊಳಿಸ್ತಾ ಇದೆ. അങ്ങനെ തന്റെ ശരീരത്തിലുള്ള കുറെ അവയവങ്ങളുടെ അല്ലെങ്കിൽ അവയവങ്ങളിൽ മേൽ വ്യാപരിക്കുന്ന കുറെ പ്രമാണത്തിന്റെ കാര്യം ഞാൻ പറയുന്നു. ಅದು ತನ್ನ ಶರೀರದಲ್ಲಿ ಅಂಗಾಂಗಗಳಲ್ಲಿ ಕಾರ್ಯ ಮಾಡುವಂತಹ ನಿಯಮಗಳನ್ನ ಅದು ತಾನು ಹೇಳ್ತಾ ಇದ್ದಾರೆ. എന്നിട്ട് താൻ വീർപ്പ് മുട്ടി പറയുന്നു, ತಾನು ನಂತರವಾಗಿ ಇಕ್ಕಟ್ಟಿನೊಳಪಟ್ಟು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ആരാ വിടുവിക്കുന്നേ? ನನ್ನನ್ನು ಯಾರು ಬಿಡುಗಡೆಗೊಳಿಸುವರು? എന്തിനാ പൗലോസേ ഒരു വിടുതൽ? ಯಾಕೆ ಪೌಲರೇ ನಿಮಗೆ ಒಂದು ಬಿಡುಗಡೆ? ആരറിയാനാ ഈ കാര്യങ്ങൾ? ಯಾರು ಇದನ್ನು ತಿಳಿದುಕೊಳ್ಳುವುದಕ್ಕೋಸ್ಕರ? പൗലോസ് പറയും, ಆಗ ಪೌಲರು ಹೇಳುವರು, അയ്യോ ആരും അറിയത്തില്ല, ಯಾರು ಇದನ್ನು ತಿಳಿದುಕೊಳ್ಳುವುದಿಲ್ಲ, ദൈവം അറിയും. ಆದರೆ ಇದನ್ನೆಲ್ಲ ತಿಳಿದಿರುವ ಆತನು ದೇವರಿದ್ದಾರೆ. എന്നെ വിളിച്ചിറക്കിയ ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ನನ್ನನ್ನು ಕರೆದಿಳಿಸಿದಂತ ದೇವರಿಗೆ ನನ್ನ ಕುರಿತಾಗಿರುವಂತ ಒಂದು ಉದ್ದೇಶವಿದೆ. എന്റെ മേൽ വെളിപ്പെടേണ്ട ചില ദൈവശക്തിയുടെ ആ പദ്ധതികളുണ്ട്. ನನ್ನ ಮೇಲೆ ಪ್ರಕಟವಾಗುವುದಕ್ಕಿರುವಂತ ದೇವರ ಶಕ್ತಿಯ ಕೆಲವೊಂದು ಪದ್ಧತಿಗಳಿವೆ. ഇത് മറ്റാർക്കും അറിയത്തില്ല, ಇದು ಬೇರೆ ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲ, ഇത് ആർക്കും അറിയേണ്ട കാര്യമില്ല. ಇದು ಬೇರೆ ಯಾರಿಗೂ ಗೊತ್ತಾಗಬೇಕು ಅವಶ್ಯಕತೆ ಇಲ್ಲ. എന്നാൽ ഇതിനെ ഉപേക്ഷിക്കേണ്ട കടമ എന്റെയാ. ಆದರೆ ಇದನ್ನು ತಿರಸ್ಕರಿಸಬೇಕಾದಂತ ಜವಾಬ್ದಾರಿಗೆ ನನ್ನದು. ഇതിനെ ഞാൻ ഉപേക്ഷിക്കാതെ പോയാൽ, ಇದನ್ನು ನಾನು ತಿರಸ್ಕರಿಸದೆ ಹೋದರೆ ഇത് എന്റെ മേൽ വെളിപ്പെടേണ്ട ദൈവശക്തിയെ ഇല്ലാതാക്കി കളയും. ಇದು ನನ್ನ ಮೇಲೆ ಪ್ರಕಟವಾಗಬೇಕಾದಂತಹ ದೇವರ ಶಕ್ತಿಯನ್ನ ಇಲ್ಲದ ರೀತಿಯಾಗಿ ಮಾಡಿಬಿಡುತ್ತದೆ. പൗലോസ് പറയുന്നത്, ഞാൻ കാണുന്ന കാഴ്ച എന്റെ അകത്ത് മോഹം ജനിപ്പിക്കുന്നു. ನಾನು ನೋಡುವಂತಹ ನೋಟ ನನ್ನ ಒಳಗಡೆ ಮೋಹವನ್ನುಂಟು ಮಾಡುತ್ತದೆ. ആ മോഹം ಆ എന്റെ അകത്ത് പാപത്തെ പ്രസവിക്കുന്നു. ನನ್ನ ಒಳಗೆ ಪಾಪವನ್ನು ಹೇರುತ್ತದೆ. ആ പാപം മുഴുത്തിട്ട് ಆ ಪಾಪವು ಹೆಚ್ಚಾಗಿ അയ്യോ മരണത്തെ പെറുന്നു. ಮರಣವನ್ನು ಹೆಡೆಯುತ್ತದೆ. ആത്മിക മരണം സംഭവിക്കുന്നു. ಆತ್ಮಿಕವಾಗಿರುವ ಮರಣ ಸಂಭವಿಸುತ್ತದೆ. അകത്ത് വെളിപ്പെടുന്ന ദൈവിക വിടുതലുകൾ അബോർട്ടായി പോകുന്നു. ಒಳಗಡೆ ಪ್ರಕಟವಾಗುವ ದೇವರ ಬಿಡುಗಡೆ ಅದು ಅಬೋಷನ್ ಆಗುತ್ತದೆ. താൻ പട്ടണങ്ങളിലേക്ക് ചെല്ലുമ്പോ ತಾನು ಪಟ್ಟಣಗಳಿಗೆ ಹೋಗುವಾಗ വിടുതലുകൾ മറയപ്പെടുന്നു. ಬಿಡುಗಡೆಗಳು ಮರೆಯಾಗುತ್ತದೆ. പെട്ടെന്ന് വിടുതൽ വെളിപ്പെടുന്നില്ല. ಬೇಗನೆ ಬಿಡುಗಡೆ ಅದು ಪ್ರಕಟವಾಗುತ್ತಿಲ್ಲ. ദൈവ
ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തുടങ്ങി. ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಅಳುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದನು. ഉടനെ ദൈവം പറഞ്ഞു, ಆಗ ದೇವರು ಹೇಳಿದನು, പൗലോസേ, എന്റെ കൃപ നിനക്ക് മതി. ಪೌಲರೇ, ನನ್ನ ಕೃಪೆ ನಿನಗೆ ಸಾಕು. ആ കൃപ ಆ ಕೃಪೆ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ಜಡದಲ್ಲಿ ಶರೀರದ ಅದರ ರಾಗ ಮೋಹಗಳೊಂದಿಗೆ ക്രൂശിക്കാൻ പൗലോസിനെ പ്രേരിപ്പിച്ചു. ಶಿಲುಬೆಗೆ ಹಾಕುವುದಕ್ಕೆ ಪೌಲನನ್ನು ಪ್ರೇರೇಪಣೆಗೊಳಿಸಿದರು. ജഡത്തെ ജയിച്ചു കയറിയവർ ಶರೀರವನ್ನು ಜಯಿಸಿ ಬಂದಂತ ಪೌಲನು പട്ടണങ്ങളിലേക്ക് ചെന്നു. ಆ ಪಟ್ಟಣಗಳಿಗೆ ಹಾದು ಹೋದನು. പട്ടണങ്ങൾ തിരിയാൻ തുടങ്ങി. ಪಟ್ಟಣಗಳ ಬದಲಾವಣೆ ಹೊಂದುವುದಕ್ಕೆ ಪ್ರಾರಂಭವಾಯಿತು. രാജ്യങ്ങൾ അവന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ തുടങ്ങി. ರಾಜ್ಯಗಳು ಆತನ ಮುಂದೆ ಕಾಲೂರದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರು. അധികാരികൾ അവന്റെ മുമ്പിൽ കീഴ്പ്പെടാൻ തുടങ്ങി. ಅಧಿಕಾರಿಗಳು ಆತನ ಮುಂದೆ ಬಾಗುವುದಕ್ಕೆ ಪ್ರಾರಂಭವಾಯಿತು. വൻകരകളെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. വൻകരകളെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. ದೊಡ್ಡ ಕಾರ್ಯಗಳನ್ನು ಬ್ರೇಕ್ ಮಾಡುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರು. വിശേഷത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ തുടങ്ങി. ಸುವಾರ್ತೆಯ ಶಕ್ತಿಯು ಪ್ರಕಟಗೊಳಿಸುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರು. പൗലോസ് വിളിച്ചു പറയുന്നു, ಆ ಪೌಲರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ನನ್ನನ್ನು ಬಲಪಡಿಸುವವನ ಮುಖಾಂತರ സകലത്തിനും മതിയാകുന്നു. ನಾನು ಸಕಾಲಕ್ಕೆ ಬಲ್ಲವನಾಗಿದ್ದೇನೆ. യാക്കോബ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, ಯಾಕೋಬ ಅಪೊಸ್ತಲನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ഇന്ന് പകൽക്കാലം നിന്റെ അകത്ത് മോഹമുണ്ടോ? ನಿನ್ನ ಒಳಗಿನಲ್ಲಿ ಮೋಹ ಇದೆಯೋ? അയ്യോ സഹോദര, ಅಯ್ಯೋ ಸಹೋದರ, അയ്യോ സഹോദരി, ಅಯ್ಯೋ ಸಹೋದರಿ, ആ മോഹം നിന്റെ അകത്ത് പാപത്തെ പ്രസവിക്കുന്നു. ಆ ಮೋಹ ನಿನ್ನ ಒಳಗಡೆ ಪಾಪವನ್ನು ಹೇರುತ್ತದೆ. ആ ಪಾಪ നിന്നെ മരണത്തിലേക്ക് നയിക്കുന്നു. ಮರಣದ ಕಡೆಗೆ ನಡೆಸುತ್ತದೆ. ഇന്ന് പകൽക്കാലം നിന്റെ അകത്ത് ഉരുവായത് ಈಗಾಗಲೇ ನಿನ್ನ ಒಳಗಡೆ ಉಂಟಾಗಿರುವಂತದ್ದು പാപം നശിപ്പിക്കുന്നു. ಪಾಪ ಅದನ್ನು ಹಾಳು ಮಾಡುತ್ತದೆ. ഇന്ന് പകൽക്കാലം ദൈവശക്തി ಇಂದು ಆಗಲು ದೇವರ ಶಕ್ತಿ നിന്നെ ചിലത് ജയിപ്പിച്ചു കയറ്റുന്ന പകല. ಇನ್ನು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಕೆಲವೊಂದು ಕಾರ್ಯಗಳನ್ನ ಮಾಡಿ ನಿನ್ನ ಮುಂದೆ ತರುವಂತ ಹಗಲಾಗಿದೆ. വിധേയപ്പെടട്ടെ. ನೀನು ವಿಧೇಯನಾಗು. ഹല്ലേലൂയ, ಹಾಲೆಲೂಯ, ഹല്ലേലൂയ, ಹಾಲೆಲೂಯ. Praise the Lord. ದೇವರಿಗೆ ಮಹಿಮೆ. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, ഈ ദൈവശക്തിയായിട്ട് അപ്പോസ്തലൻ കൊരിന്തിൽ ചെന്നു. ಈ ಶಕ್ತಿಯೊಂದಿಗೆ ಅಪೊಸ್ತಲರಾಗಿರುವ ಪೌಲರು ಕೊರಿಂಥ ಪಟ್ಟಣಕ್ಕೆ ಹೋದರು. കൊരിന്തിന്റെ അഴുക്ക് പൗലോസിനെ തൊട്ടില്ല. ಕೊರಿಂಥದ ಆ ಒಂದು ಹೊಲೆ ಪೌಲರನ್ನ ಸ್ಪರ್ಶಿಸಲಿಲ್ಲ. കൊരിന്തിന്റെ സംസ്കാരം പൗലോസ് അപ്പോസ്തലനെ പിടിച്ചില്ല. ಕೊರಿಂಥದ ಸಂಸ್ಕೃತಿ ಪೌಲರನ್ನ ಸ್ಪರ್ಶಿಸಲಿಲ್ಲ. എഫെസോസിൽ ചെന്നു. ಎಫೆಸಕ್ಕೆ ಹೋದರು. എഫെസോസിന്റെ അഴുക്ക് പൗലോസിനെ തൊട്ടില്ല. ಎಫೆಸೋಸರ ಕೊಳೆ ಅವರನ್ನ ಸ್ಪರ್ಶಿಸಲಿಲ್ಲ. സംസ്കാരം പൗലോസിനെ തൊട്ടില്ല. ಸಂಸ್ಕೃತಿ ಅವರನ್ನ ಮುಟ್ಟಲಿಲ್ಲ. എന്നാ കാരണം? ಏನು ಕಾರಣ? തന്റെ അകത്തു വെളിപ്പെട്ടത് എന്താണെന്നുള്ള ബോധ്യം പൗലോസിന്റെ അകത്തുണ്ടായിരുന്നു. ತನ್ನ ಒಳಗಡೆ ಪ್ರಕಟವಾಗಿರುವಂತದ್ದು ಏನು ಎಂಬುದಾಗಿರುವ ತಿಳುವಳಿಕೆ ಪೌಲರಿಗಿತ್ತು. അതിനെ വഹിക്കുവാൻ കഴിയുന്ന, അതിനെ നിലനിർത്തുവാൻ കഴിയുന്ന ഒരു ആത്മ മനുഷ്യനായി പൗലോസ് രൂപാന്തരപ്പെട്ടു. ಅದನ್ನ ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕೆ, ಅದನ್ನು ಹೊಂದಿಕೊಂಡು ನಡೆಯುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುವಂತ ಆತ್ಮೀಕ ಮನುಷ್ಯನಾಗಿ ಪೌಲರು ಮಾರ್ಪಟ್ಟರು. ഞാൻ പറയാം, ಇನ್ನು ನಾನು ಹೇಳುತ್ತೇನೆ, ഞാൻ മലയാളിയാണ്. ನಾನು ಮಲಯಾಳಿಯಾಗಿದ್ದೇನೆ. കേരളത്തിൽ നിന്ന് വരുന്ന ആളാണ്. ನಾನು ಕೇರಳದಿಂದ ಬರುವಂತ ಮನುಷ್ಯ. കേരളത്തിന്റെ സംസ്കാരമല്ല കർണാടകയുടെ സംസ്കാരം. ಕೇರಳದ ಸಂಸ್ಕೃತಿ ಅಲ್ಲ, ಕರ್ನಾಟಕದ ಸಂಸ್ಕೃತಿ. കേരളത്തിന്റെ സ്വഭാവമല്ല കർണാടകയുടെ സ്വഭാവം. ಕೇರಳದ ಸ್ವಭಾವವಲ್ಲ, ಕರ್ನಾಟಕದ ಸ್ವಭಾವ. കേരളത്തിൽ നിന്ന് വരുന്ന ഞാൻ ಕೇರಳದಿಂದ ಬರುವಂತ ನಾನು ഒരിക്കലും ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആകത്തില്ല. ಕೇರಳದಿಂದ ಬರುವಂತ ನಾನು ಯಾವತ್ತಿಗೂ ಇದಾಗಿ ಕರ್ನಾಟಕ ಸಂಸ್ಕೃತಿಯೊಂದಿಗೆ ಅಡ್ಜಸ್ಟ್ ಆಗೋದು, ಹೊಂದಿಕೊಂಡು ಹೋಗೋದಿಲ್ಲ. അതേപോലെ തന്നെ ಅದೇ ರೀತಿಯಾಗಿ ഓരോന്നിനും ഓരോ രീതികളുണ്ട്. ಒಂದೊಂದಕ್ಕೂ ಒಂದೊಂದು ರೀತಿಗಳಿವೆ. ഞങ്ങളുടെ രീതി വേറെ, ನಮ್ಮ ರೀತಿ ಬೇರೆ, നിങ്ങളുടെ രീതി വേറെ. ನಿಮ್ಮ ರೀತಿ ಬದಲಾವಣೆ ಉಳ್ಳದು. രാജ്യക്കാരാണ്. ಆದ್ರೆ ನಾವೆಲ್ಲರೂ ಒಂದೇ ರಾಜ್ಯದಲ್ಲಿರುವವರು, രാജ്യവും പല സംസ്കാരവും. ಒಂದೇ ದೇಶದಲ್ಲಿರುವವರು, ವಿಭಿನ್ನವಾಗಿರುವ ಸಂಸ್ಕೃತಿಗಳೊಳಪಟ್ಟವರು ಆಗಿದ್ದೇವೆ. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ ചെന്നപ്പോ ಪೌಲರು ಕೊರಿಂಥಕ್ಕೆ ಹೋದಾಗ കൊരിന്ത്യനായില്ല, ಕೊರಿಂಥದವನಾಗಲಿಲ್ಲ. കൊരിന്തിന്റെ സംസ്കാരത്തോട് തന്നെ അഡ്ജസ്റ്റ് ആയില്ല. ಕೊರಿಂಥಿಯ ಸಂಸ್ಕೃತಿಯೊಂದಿಗೆ ತಾನು ಸಂದಣಿ ಮಾಡಿಕೊಂಡು ಹೋಗಲಿಲ್ಲ. അദ്ദേഹം വ്യത്യസ്തനായിട്ട് നിന്നു. ಆತನ ಬದಲಾವಣೆ ಉಳ್ಳವನಾಗಿ ನಿಂತನು. എന്താ പൗലോസിനെ വ്യത്യസ്തനാക്കിയത്? ಏನು ಪೌಲರನ್ನು ಬದಲಾವಣೆ ಉಳ್ಳವನಾಗಿ ಮಾರ್ಪಡಿಸಿದ್ದು? പരിശുദ്ധാത്മാവ്, ಪವಿತ್ರಾತ್ಮನಾಗಿದ್ದಾರೆ. വിധേയത്വം ಆಗಿದೆ, ಅನುಸರಣವಾಗಿದೆ. പകലിൽ എത്ര പേര് തയ്യാറാ അനുസരിക്കാൻ? ಈ ಹಗಲಲ್ಲಿ ಎಷ್ಟು ಜನ ಸಿದ್ಧರಾಗಿದ್ದೀರಿ ಅನುಸರಣೆ ಉಳ್ಳವರಾಗುವುದಕ್ಕೆ? ഇന്ന് പകൽക്കാലം
പകൽക്കാലം എത്ര പേര് തയ്യാറാ വിധേയപ്പെടാൻ? ಈವಾಗಲೂ ಎಷ್ಟು ಜನ ಸಿದ್ಧರಿದ್ದೀರಿ ವಿಧೇಯರಾಗುವುದಕ್ಕೆ? ഇന്ന് പകൽക്കാലം വിധേയപ്പെടാനും അനുസരിക്കാനും നീ തയ്യാറാണോ? ಈ ಹಗಲಲ್ಲಿ ವಿಧೇಯನಾಗುವುದಕ್ಕೂ ಅನುಸರಿಸುವುದಕ್ಕೂ ನೀನು ಸಿದ್ಧನಾಗಿದೆಯೋ? ദൈവശക്തി നിന്റെ മേൽ അവൻ വെളിപ്പെടുത്തും. ದೇವರ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಆತನು ದಾನ ಮಾಡುವನು. ആകയാൽ നിന്റെ അകത്തു നിന്ന് പുറത്തു വരുന്നത് വിശുദ്ധമെന്ന് പറയും. ಆದ್ದರಿಂದ ನಿನ್ನ ಒಳಗಡೆಯಿಂದ ಹೊರಬರುವಂತದ್ದು ವಿಶುದ್ಧ ಎಂಬುದಾಗಿ ಪರಿಶುದ್ಧ ಎಂಬುದಾಗಿ ಹೇಳಲ್ಪಡುತ್ತದೆ. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരുടെ മേലും ശക്തി വെളിപ്പെടുന്നുണ്ട്. ಸಾಧಾರಣವಾಗಿ ಹೇಳುವುದಾದ್ರೆ ಎಲ್ಲರ ಮೇಲೆಯೂ ದೇವರ ಶಕ್ತಿ ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. പക്ഷെ പുറത്തു വരുന്ന പ്രവൃത്തി എന്താ? ಆದ್ರೆ ಹೊರಬರುವಂತ ಕಾರ್ಯವೇನು? ചിലര് പറയും, ಕೆಲವರು ಹೇಳ್ತಾರೆ, അവൻ ഈ വിശ്വാസത്തിൽ പോയതിനു ശേഷമാണ് കുറെ കൂടി അങ്ങ് ചീത്തയായത്. ಕೆಲವರು ಹೇಳ್ತಾರೆ, ಅವನು ಈ ನಂಬಿಕೆಯ ಕಡೆಗೆ ಹೋದರಿಂದ ಅವನ ಸ್ವಭಾವ ಇನ್ನಷ್ಟು ಅದು ಹೊಲಸಾಯಿತು ಎಂಬುದಾಗಿ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാത്രമേ പുള്ളി സംസാരിക്കുന്നു. ಅನವಶ್ಯಕವಾಗಿರುವ ಕಾರ್ಯಗಳನ್ನ ಮಾತ್ರ ಮಾತನಾಡುವುದು. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേൽ ഈ ശക്തി വെളിപ്പെടുന്നുണ്ടെങ്കിൽ, ನನ್ನ ಪ್ರಿಯರೇ, ನಿಮ್ಮ ಮೇಲೆ ಈ ಶಕ್ತಿ ಪ್ರಕಟವಾಗುವುದಾಗಿದ್ದರೆ നിങ്ങളുടെ സംസാരം വിശുദ്ധമാകണം, ನಿಮ್ಮ ಮಾತು ಪರಿಶುದ್ಧವಾಗಿರಬೇಕು, നിങ്ങളുടെ പ്രവൃത്തി നീതിയുള്ളതാകണം, ನಿಮ್ಮ ಕಾರ್ಯಗಳು ನೀತಿಯುತವಾಗಿರುವಂತದ್ದಾಗಿರಬೇಕು. കൈക്കൂലി വാങ്ങരുത്. ಅದು ಸಂಬಳ ಅಥವಾ ಸಂಬಳವಲ್ಲ ಕಿಂಬಳ ತೆಗೆದುಕೊಳ್ಳಬಾರದು. Praise the Lord. Praise the Lord. നീതിയായത് മാത്രം ചെയ്യുക. ನೀತಿಯುತವಾಗಿರುವಂತಹ ಕಾರ್ಯಗಳನ್ನ ಮಾತ್ರ ತೆಗೆದುಕೊಳ್ಳಬೇಕು. കേരളത്തിൽ എനിക്ക് ചില പെന്തക്കോസ്തുകാരെ അറിയാം. ಕೇರಳದಲ್ಲಿ ಕೆಲವು ಪೆಂತಕೋಸ್ತವರನ್ನು ನಮಗೆ ಗೊತ್ತು. വീട്ടിൽ സഭ നടത്തുന്ന പെന്തക്കോസ്തുകാരെ എനിക്കറിയാം. ಮನೆಯಲ್ಲಿ ಸಭೆಯನ್ನು ನಡೆಸುವಂತಹ ಪೆಂತಕೋಸ್ತವರನ್ನು ನನಗೆ ಗೊತ್ತು. പരിപാടി എന്താണെന്നറിയോ? ಅವರ ಕೆಲಸ ಏನು ಗೊತ್ತು? അടുത്തുള്ള സ്ഥലം മാന്തുക. ಹತ್ತಿರ ಇರುವವನ ಜಾಗವನ್ನ ಕಸಿದುಕೊಳ್ಳುವುದು. ഈ 6 ദിവസം മാന്തും, 6 ದಿನ ಅದನ್ನ ಕಸಿದುಕೊಳ್ಳುತ್ತಾರೆ. 7ാമത്തെ ദിവസം പായിക്കാത്തിരുന്ന് ഭയങ്കര ആരാധനയാണ്. 7ನೇ ದಿನದಲ್ಲಿ ಚಾಪೆ ಹಾಕಿ ಅದರಲ್ಲಿ ಕತ್ತು ಒಳ್ಳೆಯ ಆರಾಧನೆ. 7ാമത്തെ ദിവസം ഭയങ്കര നിലവിളിയാ. 7ನೇ ದಿನದಲ್ಲಿ ಒಳ್ಳೆಯ ಕೂಟ ಅಥವಾ ಒಳ್ಳೆಯ ಆರಾಧನೆ. ഭയങ്കര കണ്ണുനീരാ. ಭಯಂಕರ ಭಯಂಕರವಾಗಿ ಕಣ್ಣೀರಾಗ್ತಾರೆ. കൃത്യം 7:30 ആവുമ്പോൾ അവർ പായിടും. വൈകിട്ട് ಸಾಯಂಕಾಲ ಕೃತ್ಯವಾಗಿರುವ ಸಮಯ 7 ಗಂಟೆ 7:30 ಆದಾಗ ಚಾಪೆ ಹಾಕ್ತಾರೆ. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേക്കും. ಬೆಳಿಗ್ಗೆ 4 ಗಂಟೆಗೆ ಎದ್ದೇಳುತ್ತಾರೆ. എന്നിട്ട് പകല് ചെയ്യുന്ന പരിപാടി, ನಂತರ ಹಗಲು ಮಾಡುವಂತ ಕಾರ್ಯ, ಎಲ್ಲರೂ അതിന് മാന്തി വെക്കുക. ಇನ್ನೊಬ್ಬರ ಆ ಜಾಗದ ಮಿತಿಯನ್ನ ತೆಗೆದುಕೊಳ್ಳುವುದು. എവിടെ പോകാനിരിക്കുക? ಎಲ್ಲಿ ಹೋಗೋದಕ್ಕೆ ಕೂತಿದ್ದಾರೆ? സ്വർഗത്തിൽ പോകാനിരിക്കുക. ಪರಲೋಕಕ್ಕೆ ಹೋಗೋದಕ್ಕೆ ಕೂತಿದ್ದಾರೆ. ഹലോ ಹಲೋ, ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളുടെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അത് വിശുദ്ധമായിരിക്കണം. ನನ್ನ ನಿಮ್ಮ ಕಾರ್ಯಗಳು ಪ್ರಕಟವಾದಾಗ ಅದು ಪರಿಶುದ್ಧವಾಗಿರಬೇಕು. എന്റെയും നിങ്ങളുടെ മേലിൽ ദൈവാത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ദൈവശക്തി ഉണ്ട് എന്നതിന്റെ തെളിവ് എന്താണെന്നറിയോ? ನನ್ನ ಮೇಲೆ ನಿಮ್ಮ ಮೇಲೆ ದೇವರಾತ್ಮನಿದೆ, ಶಕ್ತಿ ಇದೆ, ದೇವರಾತ್ಮನ ಕಾರ್ಯಗಳು ನಡೆಯುತ್ತದೆ ಎಂಬುದಾಗಿ ಇದರ ಪ್ರಕಟಣೆ ಏನು ಗೊತ್ತೋ? എന്റെ പ്രവൃത്തി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ನನ್ನ ಕಾರ್ಯಗಳನ್ನು ನೋಡುವಾಗ ನಿಮಗೆ ಅರ್ಥ ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯ. എന്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ನನ್ನ ಮಾತುಕತೆಗಳನ್ನು ಕೇಳುವಾಗ ನಿಮಗೆ ಅರ್ಥ ಆಗುತ್ತೆ. എന്റെ നോട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ ನಮ್ಮ പറ്റും. ನೋಟವು ನೋಡುವಾಗ ನಿಮಗೆ ಅರ್ಥ ಆಗುತ್ತದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. പെന്തക്കോസ്തുകാരന്റെ രീതിക്ക് നിൽക്കണം. ಪೆಂತಕೋಸ್ತವನ ರೀತಿಯಲ್ಲಿರಬೇಕು. ദൈവമക്കളുടെ രീതിക്ക് നിൽക്കണം. ದೇವಜನರ ರೀತಿಯಲ್ಲಿರಬೇಕು. യേശുവിന്റെ രക്തത്താൽ എന്തിനാ നിന്നെ വീണ്ടെടുത്തേ? ಯೇಸುವಿನ ರಕ್ತದಿಂದ ಯಾತಕ್ಕೋಸ್ಕರವಾಗಿ ನಿನ್ನನ್ನು ಆರಿಸಿಕೊಂಡರು. എന്തിനാ പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ കൈമാറിയത്? ಯಾಕೆ ಪವಿತ್ರಾತ್ಮನ ದೇವರು ನಿನ್ನ ಮೇಲೆ ಹಸ್ತಾಂತರಿಸಿದ್ದು? എന്തിനാ ദൈവശക്തി നിന്റെ മേൽ ദൈവാത്മാവ് വെളിപ്പെടുത്തിയത്? ಯಾಕೆ ದೇವರ ಶಕ್ತಿಯನ್ನು ದೇವರಾತ್ಮ ನಿನ್ನ ಮೇಲೆ ದಯಪಾಲಿಸಿದ್ದು? ഹലോ ಹಲೋ, ചിലത് വിശുദ്ധമായത് വെളിപ്പെടുത്താൻ, ಕೆಲವು ಪರಿಶುದ್ಧವಾದನ್ನ ಪ್ರಕಟಪಡಿಸುವುದಕ್ಕೆ ഈ പരിപാടി എല്ലാം കാണിച്ചിട്ട് ಈ ಕೆಲಸಗಳನ್ನೆಲ್ಲ ಮಾಡಿ യേശുവിനെ പ്രസംഗിക്കാൻ നടക്കും. ಯೇಸುವನ್ನ ಪ್ರಸಂಗ ಮಾಡುವುದಕ್ಕೆ ನಡೆಯುತ್ತಾರೆ. Praise the Lord. Praise the Lord. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ಏನಾದರೂ ಪ್ರಯೋಜನವಿದೆಯೋ? ഹലോ ಹಲೋ, പറയുമ്പോൾ ഇതെല്ലാം ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ಹೇಳುವಾಗ ನಾನು ದೇವರಿಗೋಸ್ಕರ ತುಂಬಾ ಕಾರ್ಯಗಳನ್ನು ಮಾಡ್ತಿದ್ದೇನೆ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറിലേക്ക് വരാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ದೇವರು ಬಯಸುವಂತಹ ಒಂದು ಸ್ವಭಾವದ ಮನುಷ್ಯನಾಗಿ ನೀವು ಮಾರ್ಪಡೋದಕ್ಕೆ ನಿಮಗೆ ಸಾಧ್ಯವಾಗುತ್ತಿದೆಯೋ? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, എടുക്കുന്ന തീരുമാനത്തിനകത്ത് നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാത്ത. ಆದ್ದರಿಂದಲೇ ಪ್ರಿಯರೇ, ನಾವು ಆರಿಸಿಕೊಳ್ಳುವಂತಹ ತೀರ್ಮಾನದಲ್ಲಿ ನಮಗೆ ನಿಲ್ಲುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗದೇ ಇರುವಂತದ್ದು. പറയും, ഞാൻ മുൻപ് ഇത്ര മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ಕೆಲವರು ಹೇಳ್ತಾರೆ, ಮೊದಲು ನಾನು ಇಷ್ಟು ಗಂಟೆಗಳ ಕಾಲ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ ಇದ್ದೆ. ഇത്ര ദിവസങ്ങൾ ഞാൻ ഉപവസിച്ചിട്ടുണ്ട്. ಇಷ್ಟು ದಿನಗಳ ಕಾಲ ನಾನು ಉಪವಾಸ ಮಾಡುತ್ತಾ ಇದ್ದೆ. എത്രയോ നാളുകൾ എനിക്ക് അങ്ങനെ നിലനിൽക്കാൻ കഴിഞ്ഞു. ಎಷ್ಟೋ ಕಾಲಗಳ ಕಾಲ ನನಗೆ ಆ ರೀತಿಯಾಗಿ ನಿಲ್ಲುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ഇപ്പൊ എനിക്ക് അതിന് കഴിയുന്നില്ല. ಕಾರಣ ಈಗ ನನಗೆ ಸಾಧ್ಯವಾಗುತ್ತಾ ಇಲ್ಲ. അങ്ങനെ പറയുന്ന പ്രിയ സഹോദരനെ സഹോദരിയെ, ಆ ರೀತಿಯಾಗಿ ಹೇಳುವ ಪ್ರಿಯ ಸಹೋದರನೇ ಸಹೋದರಿಯೇ, ഇന്ന് പകൽക്കാലം സ്വർഗം നിന്നോട് പറയുന്നു, നീ മടങ്ങി വാ. ಪರಲೋಕವು ನಿನಗೆ ಹೇಳುತ್ತಾ ಇದ್ದೇನೆ, ಅಲ್ಲಿ ನೀನು ತಿರುಗಿ ಬಾ. എന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുത്താൻ എനിക്ക് പദ്ധതിയുണ്ട്. ನನ್ನ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟಪಡಿಸುವುದಕ್ಕೆ ನನಗೆ ಮನಸ್ಸಿದೆ. എന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുത്താൻ
വെളിപ്പെട്ടാൽ ನನ್ನ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟವಾದರೆ നീ കടന്നു ചെല്ലുന്നിടത്ത് നീ സുവിശേഷം പറയണ്ട. ನೀನು ಹೋಗುವಂತ ಸ್ಥಳಗಳಲ್ಲಿ ನೀವು ಸುವಾರ್ತೆ ಹೇಳಬೇಕಾಗಿಲ್ಲ. ജനം യേശുവിനെ കാണാൻ തുടങ്ങും. ಜನರು ಯೇಸುವನ್ನು ಕಾಣುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸುತ್ತಾರೆ. യേശുവിനെ മനസ്സിലാക്കാൻ തുടങ്ങും. ಜನರು ಯೇಸುವನ್ನು ತಿಳಿದುಕೊಳ್ಳುತ್ತಾರೆ. ജനം യേശുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ തുടങ്ങും. ಜನರು ಯೇಸುವಿನ ಸಾನ್ನಿಧ್ಯವನ್ನು ತಿಳಿದುಕೊಳ್ಳುವರು. നിന്റെ അകത്തു നിന്ന് പുറത്തു വരുന്ന പ്രവൃത്തി കാണുമ്പോൾ അവർ യേശുവിനെ അറിയും. ನಿನ್ನ ಒಳಗಡೆಯಿಂದ ಹೊರಬರುವಂತ ಕಾರ್ಯಗಳನ್ನು ನೋಡುವಾಗ ಅವರು ಯೇಸುವನ್ನು ತಿಳಿದುಕೊಳ್ಳುವರು. നിന്റെ സ്നേഹം കാണുമ്പോൾ അവർ യേശുവിന്റെ സ്നേഹം തിരിച്ചറിയാൻ തുടങ്ങും. ನಿನ್ನ ಪ್ರೀತಿಯನ್ನು ನೋಡುವಾಗ ಅವರು ಯೇಸುವಿನ ಪ್ರೀತಿಯನ್ನು ತಿಳಿದುಕೊಳ್ಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆ. അവർക്ക് യേശുവിന്റെ കരുതൽ തിരിച്ചറിയാൻ കഴിയും. ನಿನ್ನ ಸಂತೈಸುವಿಕೆಯಲ್ಲಿ ಯೇಸುವಿನ ಸಂತೈಸುವಿಕೆಯನ್ನ ಅವರಿಗೆ ತಿಳಿದುಕೊಳ್ಳುವುದಕ್ಕೆ ಸಾಧ್ಯ. പകൽക്കാലം എത്ര പേര് സമർപ്പിക്കാൻ തയ്യാറാ? ಈ ಆಗಲಲ್ಲಿ ಎಷ್ಟು ಜನ ಒಪ್ಪಿಸಿಕೊಡುವುದಕ್ಕೆ ಸಿದ್ಧರಿದ್ದೀರಿ? പകൽക്കാലം സമർപ്പിക്കാൻ തയ്യാറാകുന്നവർ എത്ര പേരുണ്ട് ഇതിന്റെ നടുവിൽ? ಇದರ ಮಧ್ಯದಲ್ಲಿ ಈ ಹಗಲ ಜಾವದಲ್ಲಿ ಒಪ್ಪಿಸಿಕೊಡುವುದಕ್ಕೆ ಎಷ್ಟು ಜನ ಸಿದ್ಧರಿದ್ದೀರಿ? നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ಒಂದು ನಿಮಿಷ ಎದ್ದು ನಿಂತುಕೊಳ್ಳೋಣ. പൗലോസിനെ നോക്കിക്കേ. ಪೌಲರನ್ನ ನೋಡಿರಿ. 16 അധ്യായം അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം പഠിക്കുമ്പോ ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳು 16ನೇ ಅಧ್ಯಾಯವನ್ನು ಕಲಿಯುವಾಗ യേശുവിന്റെ ആത്മാവ് പൗലോസിനെ വിലക്കി. ಯೇಸುವಿನ ಆತ್ಮನು ಪೌಲರನ್ನ ತಡೆದರು. പരിശുദ്ധാത്മാവ് വിലക്കി. ಪವಿತ್ರಾತ್ಮನು ತಡೆದರು. പരിശുദ്ധാത്മാവ് വിലക്കണമെങ്കിൽ ಪವಿತ್ರಾತ್ಮನು ತಡೆಯಬೇಕಾದರೆ ಆ ಮನುಷ್ಯ എങ്ങനെ ദൈവവുമായിട്ടുള്ള അനുസരണത്തിൽ നിന്നു, ದೇವರೊಂದಿಗಿರುವಂತ ವಿಧೇಯತೆಯಲ್ಲಿ ಯಾವ ರೀತಿಯಾಗಿ ನಿಂತಿದ್ದನು? ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായ ನೀನು ದೇವರಿಗೆ ವಿಧೇಯರಾಗುವುದಕ್ಕೆ ಸಿದ್ಧನಾದರೆ ಮ್ಯಾಸಿಡೋನಿಯಲ್ ಚೆന്നു. ಪೌಲನು ಮ್ಯಾಸಿಡೋನಿಯಕ್ಕೆ ಮೆಕೆದೋನಿಯಕ್ಕೆ ಹೋದನು. ಪ್ರವೃತ್ತಿ വെളിപ്പെടാൻ തുടങ്ങി. ದೇವರ ಕಾರ್ಯ ಪ್ರಕಟವಾಗುವುದಕ್ಕೆ ಪ್ರಾರಂಭವಾಯಿತು. ഫിലിപ്പിയ പട്ടണത്തിൽ ചെന്നപ്പോ ಫಿಲಿಪ್ಪಿಯ ಪಟ್ಟಣಕ್ಕೆ ಬಂದಾಗ നാളുകളായി പട്ടണത്തെ അടക്കി മുടിച്ചു ഭരിക്കുന്ന ಕಾಲಗಳಿಂದ ಪಟ್ಟಣಗಳನ್ನ ಹಾಳು ಮಾಡುತ್ತಾ ಅಲ್ಲಿ ವಾಸವಾಗಿದ್ದಂತಹ വെളിച്ചപ്പാടച്ചിയുടെ ആത്മാവിനെ പൗലോസ് പുറത്താക്കി. ಅಲ್ಲಿ ಸಂದೇಶ ಹೇಳುವಂತಹ ದೆವ್ವ ಹಿಡಿದಂತಹ ಸ್ತ್ರೀಯ ಒಳಗಿದ್ದಂತಹ ದೆವ್ವವನ್ನು ಹೊರಬಿಡಿಸಿದನು. ഇന്ന് പകലിൽ ദൈവാത്മാവ് ചിലതിനോട് കൈമാറുന്നു. ದೇವರಾತ್ಮನಿಂದ ಆಗಲು ಕೆಲವರ ಮೇಲೆ ದೇವರನ್ನು ಹೇಳುತ್ತಾ ಇದ್ದಾರೆ. ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന ഒരുവനാണോ നീ? ದೇವರ ಶಕ್ತಿಯಿಂದ ಕಾಯಲ್ಪಡುವಂತ ಒಬ್ಬನಾಗಿದೆಯೋ ನೀನು? ഒരുവളാണോ നീ? ಒಬ್ಬಳಾಗಿದೆಯೋ ನೀನು? പൈശാചിക ശക്തികൾക്ക് നിന്റെ അടുത്ത് ഇരിക്കാൻ കഴിയാത്ത വിധം ಸೈತಾನ್ಯ ಶಕ್ತಿಗಳಿಗೆ ನಿನ್ನ ಹತ್ತಿರ ಕೂತುಕೊಳ್ಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗದ ರೀತಿಯಾಗಿ അതിനെ ഇളക്കുന്ന മേഖല നിന്റെ മേലിടും. ದೇವರ ಅದನ್ನ ಎಬ್ಬರಿಸುವಂತಹ ಕಾರ್ಯಗಳನ್ನು ನಿನ್ನ ಮೇಲೆ ಮಾಡುವರು. നീ ആരാണെന്ന് തിരിച്ചറിയോ? ನೀನು ಯಾರು ಎಂಬುದಾಗಿ ತಿಳಿದುಕೊಳ್ಳುವಿ. ഇന്ന് പകൽക്കാലം അത് ചിലതിന്റെ മേൽ ചലിക്കാൻ പോകുന്നു. ಹಗಲದಲ್ಲಿ ಕೆಲವರ ಮೇಲೆ ದೇವರ ಆಸು ಕಾರ್ಯ ಮಾಡುವುದಕ್ಕಿದೆ. ചിലതിന്റെ മേൽ അത് വെളിപ്പെടാൻ പോകുന്നു. ಕೆಲವರ ಮೇಲೆ ಅದು ಪ್ರಕಟವಾಗುವುದಕ್ಕಿದೆ. ഇന്ന് പകൽക്കാലം നീ കടന്നു ചെല്ലുന്നിടത്ത് ಹಗಲಲ್ಲಿ ನೀನು ಹೋಗುವಂತಹ ಸ್ಥಳದಲ್ಲಿ ദൈവ ശക്തിയുടെ ആഴം വെളിപ്പെടും. ದೇವರ ಶಕ್ತಿಯ ಆಳ ಪ್ರಕಟವಾಗುತ್ತದೆ. നിന്റെ അകത്ത് വെളിപ്പെട്ടത് ನಿನ್ನ ಒಳಗಡೆ ಪ್ರಕಟವಾದುದು ദൈവപുത്രന്റെ ശക്തി എന്ന് ದೇವ ಕುಮಾರನ ಶಕ್ತಿ ಎಂಬುದು ശക്തിയോടെ നിർണയിക്കപ്പെടും. ಶಕ್ತಿಯೊಂದಿಗೆ ಅದು ನಿರ್ಣಯ ಹೊಂದುತ್ತದೆ. പൗലോസും ശീലാസും ಪೌಲಶೀಲರು ദൈവശക്തിയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ ದೇವರ ಶಕ್ತಿಯಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗಲಾಗಿ തുടങ്ങി. ಪಟ್ಟಣವು ಅಲ್ಲಕಲ್ಲೋಲವಾಯಿತು. വിളിച്ചു പറഞ്ഞു, ಅವರು ಈ ರೀತಿಯಾಗಿ ಹೇಳಿದರು, ರೋಮಕಾರಾಯ ಈ ರೋಮಪುರದವರಾದ ഞങ്ങൾക്ക് അനുസരിക്കാൻ കഴിയാത്ത ನಮಗೆ ಅನುಸರಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾದ എന്തോ ഒന്ന് പ്രസംഗിച്ച് ഇവർ പട്ടണത്തെ കലക്കി കളഞ്ഞു. ಏನೋ ಎಂದು ಹೇಳುತ್ತಾ ಇವರು ಪಟ್ಟಣಗಳನ್ನ ಅಲ್ಲಕಲ್ಲೋಲ ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. എന്റെ ചോദ്യം ನನ್ನ ಪ್ರಶ್ನೆ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 106 ವರ್ಷಗಳ ಆಳದ ಪಾರಂಪರ್ಯವಿರುವ സംസ്കാരങ്ങളെ ഇളക്കുവാൻ കഴിയുന്ന ಸಂಸ್ಕೃತಿಗಳನ್ನು ಬದಲಾವಣೆಗೊಳಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಿರುವ ಒಂದು ಶಕ್ತಿ അത് പൗലോസിന്റെ മേൽ ചലിച്ചപ്പോ ಅದು ಪೌಲನ ಮೇಲೆ ಕಾರ್ಯ ಮಾಡಿದಾಗ ഇളകി പോകുന്നതാണോ ആ പട്ടണത്തിന്റെ സംസ്കാരം? ಬದಲಾವಣೆಗೊಳ್ಳುವಂತದಾಗಿದೆಯೋ ಆ ಪಟ್ಟಣದ ಸಂಸ್ಕೃತಿ? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രങ്ങളായിക്കോട്ടെ, 100 ವರ್ಷಗಳ ಹಳೆದಾಗಿರುವಂತಹ ಸಂಸ್ಕಾರವಿರುವಂತದಾಗಿರಬಹುದು, കുടിയിരിപ്പുകളായിക്കോട്ടെ, ಅದು ಅಲ್ಲಿ ವಾಸ ಮಾಡುವಂತದಾಗಿರಬಹುದು, പൈശാചിക ശക്തി ആയിക്കോട്ടെ, ಸೈತಾನ್ಯ ಶಕ್ತಿಯಾಗಿರಬಹುದು. നിന്റെ വാക്കിനാൽ, ನಿನ್ನ ಮಾತಿನ ಮೇಲೆ, നിന്റെ പ്രവൃത്തിയാൽ, ನಿನ್ನ ಕಾರ್ಯಗಳ ಮೇಲೆ പുറത്തു പോകുന്ന പകല ಅದು ಹೊರಬರುವಂತಹ ಹಗಲಾಗಿದೆ. സമർപ്പിക്കുക.
ನೀನು ಒಪ್ಪಿಸಿಕೊಡು, നീ ഏൽപ്പിക്കുക. ನೀನು ಒಪ್ಪಿಸು. ഇന്ന് പകൽ അത് നിന്റെ മേൽ വെളിപ്പെടുന്നു. ಈ ಹಗಲಾದ ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟವಾಗುತ್ತದೆ. ദൈവം ചിലതിനെ തൊടുക. ದೇವರು ಕೆಲವನ್ನ ಮುಟ್ಟುತ್ತಾ ಇದೆ. പരിശുദ്ധാത്മാവ് ചിലതിനെ തൊടുക. ಪವಿತ್ರಾತ್ಮನ ಕೆಲವನ್ನ ಮುಟ್ಟುತ್ತಾ ಇದೆ. പ്രാപിക്കുക, ಹೊಂದಿಕೋ, പ്രാപിക്കുക, ಹೊಂದಿಕೋ, പ്രാപിക്കുക. ಹೊಂದಿಕೋ. പൈശാചിക ശക്തികൾ ഇളകി മാറട്ടെ. ಸೈತಾನ ಶಕ್ತಿಗಳು ಅದು ಕಲಗಿ ಹೋಗಲಿ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ಅಧಿಕಾರವುಳ್ಳ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഞാൻ കൽപ്പിക്കുന്നു. ಆಜ್ಞಾಪಿಸುತ್ತಾ ಇದ್ದೇನೆ. നീ പുറത്തു പോ. ಹೊರಗೆ ಹೋಗು, നീ വിട്ടുമാറ്. ನೀನು ಬಿಟ್ಟು ಹೋಗು. രോഗത്തെ ഞാൻ ശാസിക്കുന്നു. ರೋಗವನ್ನು ಗದರಿಸುತ್ತಿದ್ದೇನೆ, ശാപത്തെ ഞാൻ ശാസിക്കുന്നു. ಶಾಪವನ್ನು ಗದರಿಸುತ್ತಿದ್ದೇನೆ, ഭൂതത്തെ ഞാൻ ശാസിക്കുന്നു. ದೆವ್ವವನ್ನು ಗದರಿಸುತ್ತಿದ್ದೇನೆ. പകൽ നീ പുറത്തു പോ. ಹೊಯ್ಯಾಗಲು ಹೊರಗೆ ಹೋಗು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. സമസോതോരകൊനിയ. ಡಬಾರಗನಗಡಗಲ್ ಖಮನಗರಗಸಿಯ ವೈಶನಾದಿಗಲ್ ಖಮನೆ. ಡಬಾರಗಲ್ ಖನಗರಗಸಿಯ ವೈಶನಾದಿಗಾರಿಗಲ್ ಖನ. ಡಬಾರಗಲ್ ಖಮನ ವೈಶೇರಿವರಾದಿಗಲ್ ಖನ ವೈಶವಾನ ವದಿಯಾದಿಗಲ್ ಖಮನೆ. ಜಗಲ್ ಖನಗರಾದಿಗಂ ಧನ ವೈಶವಾನ ಗಡಗಲ್ ಖಮನಗರಗಸಿ. ಯೇಸು ಹೇಳಿದರು, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ಪವಿತ್ರಾತ್ಮನ ಮೇಲೆ ಬರುವುದು. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ನೀವು ಶಕ್ತಿ ಹೊಂದಿದವರಾಗಿ ചിലത് ചെയ്യൂ. ಕೆಲವನ್ನ ಮಾಡುವಿರಿ. അതിർവരമ്പുകളെ ഭേദിക്കോ. ಆ ಕೆಲವು ಸೀಮಿತಗಳನ್ನು ಹೊಡೆಯುವಿರಿ. നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കോ. ನೀವು ದೆವ್ವಗಳನ್ನು ಹೊರಗೆ ಹೊರಡಿಸುವಿರಿ. ശക്തികളെ ശാസിക്കോ. ಆತ್ಮನ ಶಕ್ತಿಯಿಂದ ಹೊಂದುವಿರಿ. ഇന്ന് പകൽക്കാലം ಈ ಹಗಲಲ್ಲಿ ദൈവാത്മാവ് പറയുന്നു, ದೇವರಾತ್ಮನ ಹೇಳುತ್ತಾ ಇದ್ದಾರೆ, സർപ്പശക്തികളെ ಕೆಲವು ಗರ್ಭಶಕ್ತಿಗಳನ್ನ പകൽ ദൈവം ബ്രേക്ക് ചെയ്യുകയാ. ದೇವರು ಈ ಹಗಲಲ್ಲಿ ಅದನ್ನು ಮುರಿಯುತ್ತಾ ಇದ್ದಾರೆ. ദേശാധിപതിയെ ದೇಶಾದಿಯ ಶಕ್ತಿಗಳನ್ನ ദൈവം ശാസിക്കുന്നു. ದೇವರು ಗದರಿಸುತ್ತಾ ಇದ್ದಾರೆ. ഇന്ന് പകലിൽ ಈ ಹಗಲಲ್ಲಿ ആത്മാവിന്റെ പ്രവൃത്തി ചെയ്യുന്നു. ಆ ದೇವರಾತ್ಮನ ಅದರ ಕಾರ್ಯ ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. ഇന്ന് പകൽക്കാലം ആ ശക്തി ഏറ്റെടുക്കുക. ದೇವರಾತ್ಮನ ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. ആത്മാവിൽ അല്പസമയം ഒന്ന് പോരാടുക. ದೇವರಾತ್ಮನಲ್ಲಿ ಕೆಲವು ಸಮಯಗಳ ಕಾಲ ಹೋರಾಟ ಮಾಡೋಣ. സംസരമന ബൗഡിയ ಊಡಾರಗಲ್ ಖನಾದಿಗಲ್ ಖಮನ ವೈಶಮಾನ ಗಡಗಂದನಾದಿಗಲ್ ಖರೆ. ഗഡഗൽഖരാദിയ ಅದರಭಯದ ರೀಗಂತ ವೈಳಮಾನ ತೀರಗತ್ತ ವೈಡಾರಗಲ್ ಖನಾದಿಗಾರಗಸಿಯ. പകൽക്കാലം ആ സ്വർഗീയ ക്യാരക്ടർ നിന്റെ അകത്തേക്ക് വരട്ടെ. ಈ ಹಗಲಲ್ಲಿ ಪರಲೋಕದ ಕ್ಯಾರೆಕ್ಟರ್ ಸ್ವಭಾವ ನಿನ್ನೊಳಗಡೆ ಬರಲಿ. ദൈവശക്തിയെ ದೇವರ ಶಕ್ತಿಯೇ നിലനിർത്തുവാൻ കഴിയുന്ന ನೆಲೆನಿಲ್ಲಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುವ സ്വഭാവം നിന്റെ അകത്ത് ക്രിയേറ്റ് ആവട്ടെ. ಒಂದು ಸ್ವಭಾವ ನಿನ್ನ ಒಳಗಡೆ ಉಂಟಾಗಲಿ. നിന്റെ അകത്ത് ನಿನ್ನ ಒಳಗಡೆ ഒരു ശക്തി വെളിപ്പെടട്ടെ. ಒಂದು ಶಕ್ತಿ ಪ್ರಕಟವಾಗಲಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ದೇವರಿಗೆ ಮಹಿಮೆ. എത്ര പേര് ആഗ്രഹത്തോടെ തയ്യാറാകും? ಎಷ್ಟು ಜನ ಆಸೆಯಿಂದ ಆಸಕ್ತಿಯೊಂದಿಗೆ ಸಿದ್ಧರಾಗುತ್ತೀರಿ? പകൽക്കാലം യേശുവിനോടൊന്ന് പറഞ്ഞേ, ಈ ಹಗಲಲ್ಲಿ ಯೇಸುವಿನ ಹತ್ರ ಹೇಳಿರಿ, യേശുവേ ಯೇಸುವೇ ആ ശക്തി എന്റെ മേലൊന്ന് വെളിപ്പെടുത്തണേ. ಆ ಶಕ್ತಿಯನ್ನು ನನ್ನ ಮೇಲೆ ಪ್ರಕಟಗೊಳಿಸಿರಿ ಸ್ವಾಮಿ. എനിക്ക് ഒരു രൂപാന്തരം തരണമേ. ನನಗೆ ಒಂದು ರೂಪಾಂತರಗೊಳಿಸು ಸ್ವಾಮಿ. ನನ್ನನ್ನು ರೂಪಾಂತರಗೊಳಿಸು ಕರ್ತನೇ. എന്റെ അകത്തെ മോഹത്തെ പുറത്താക്കണമേ. ನನ್ನ ಒಳಗಡೆ ಇರುವ ಮೋಹವನ್ನ ಹೊರಗಡೆ ತಳ್ಳುವುದಕ್ಕೆ ಸಹಾಯ ಮಾಡು. പാപത്തെ നശിപ്പിക്കണേ. ನನ್ನೊಳಗಿರುವಂತಹ ಪಾಪವನ್ನು ನಾಶ ಮಾಡು. എന്റെ അകത്ത് മരണം മാറ്റി ജീവൻ പകരണമേ. ನನ್ನ ಒಳಗೆ ಮರಣವನ್ನು ನೀಗಿಸಿ ನನಗೆ ಜೀವವನ್ನು ದಯಪಾಲಿಸು. സാഹചര്യങ്ങളെ തോൽപ്പിക്കാനുള്ള കൃപ തരണേ. ಸಾಧ್ಯತೆಗಳನ್ನು ಸೋಲಿಸುವುದಕ್ಕಿರುವಂತಹ ಕೃಪೆಯನ್ನು ದಯಪಾಲಿಸು. എത്ര പേര് തയ്യാറാകും? ಎಷ್ಟು ಜನ ಸಿದ್ಧರಾಗುವಿರಿ? എത്ര പേര് തയ്യാറാകും? ಎಷ್ಟು ಜನ ಸಿದ್ಧರಾಗುವಿರಿ? പകൽക്കാലം കണ്ണുകളെ അടച്ചാട്ടെ. ಈ ಹಗಲಲ್ಲಿ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚೋಣ. താല്പര്യമുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ಆಸಕ್ತಿ ಇರುವವರ ಕಷ್ಟಗಳನ್ನು ಎತ್ತಿರಿ. ഇന്ന് പകൽക്കാലത്ത് ആവേശത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്ന ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ, ಆಸಕ್ತಿಯೊಂದಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡೋದಕ್ಕೆ ಯಾರಾದರೂ ಸಿದ್ಧರಾದವರು ಇದರ ಮಧ್ಯದಲ್ಲಿ ಇರುವುದಾದರೆ അവരുടെ മേലെ അഭിഷേകത്തെ കൈമാറാൻ സ്വർഗ്ഗം ശക്തനാണ്. ಅವರ ಮೇಲೆ ಅಭಿಷೇಕವನ್ನ ಹಸ್ತಾಂತರಿಸುವುದಕ್ಕೆ ಪರಲೋಕವು ಸಿದ್ಧವಾಗಿದೆ. ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿಕೊಳ್ಳೋಣ. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. ಇನ್ನೊಂದು ಅವರ ನಮಗೆ ಪ್ರಾರ್ಥಿಸುವ. പ്രിയ കർത്താവേ, ಪರಲೋಕದ ತಂದೆಯೇ, ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. ನಾವು ಒಟ್ಟಾಗಿ ನಿಮ್ಮ ಪಾದ ಬಳಿ ಬಂದಿದ್ದೇವೆ. മറിയയുടെ അകത്തുരുവായത്, ಮರಿಯಳ ಒಳಗೆ ಉಂಟಾದದು, പുറത്തു വരുവാൻ സ്വർഗ്ഗം അവളെ സഹായിച്ചതുപോലെ ಹೊರ ಬರುವುದಕ್ಕೆ ದೇವರು ಅವಳಿಗೆ ಸಹಾಯ ಮಾಡಿದ ರೀತಿಯಾಗಿ അകത്തുരുവായത് ನಮ್ಮ ಒಳಗೆ ಉಂಟಾಗಿರುವಂತದ್ದು ശുശ്രൂഷയായിക്കോട്ടെ, ಸೇವೆಯಾಗಲಿ, പ്രാർത്ഥന വരമായിക്കോട്ടെ, ಪ್ರಾರ್ಥನೆ ವರವಾಗಲಿ, പ്രവചനപരമായിക്കോട്ടെ, ಪ್ರವಾದನ ವರವಾಗಲಿ, ഇന്ന് പകൽക്കാലം അത് പുറത്തു വരുവാൻ ಕರ್ತನೆಯಿಂದ ಆಗಲದು ಹೊರ ಬರುವುದಕ್ಕೆ ആ ദൈവശക്തിക്ക് ഞങ്ങളെ തന്നെ ಆ കീഴ്പ്പെടുത്തുന്നു. ದೇವರ ಶಕ್ತಿಗೆ
ನಮ್ಮನ್ನೇ ತಗ್ಗಿಸುತ್ತಾ ಇದ್ದೇವೆ. ഞങ്ങളുടെ ഏകത്വ രൂപാന്തരം കൈമാറണമേ. ನಮ್ಮ ಒಳಗೆ ರೂಪಾಂತರವನ್ನ ದಯಪಾಲಿಸು. ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ಒಂದು ಆವರ್ತಿ ಕೂಡ ಒಪ್ಪಿಸುತ್ತಾ ಇದ್ದೇವೆ, ತಗ್ಗಿಸುತ್ತಾ ಇದ್ದೇವೆ. ജനത്തിന്റെ അകത്ത് ಜನರ ಒಳಗಡೆ ഒരു ദൈവശക്തി ഇത് പകൽക്കാലം കൈമാറണമേ. ದೇವರ ಶಕ್ತಿಯನ್ನ ಪ್ರಕಟಪಡಿಸು ಸ್ವಾಮಿ. അവരുടെ പ്രയർ ലൈഫ് വർദ്ധിക്കട്ടെ. ಅವರ ಪ್ರಾರ್ಥನಾ ಜೀವಿತ ಹೆಚ್ಚಲಿ. ആത്മമണ്ഡലത്തിൽ പോരാടുന്നവരായി പുറത്തു വരട്ടെ. ಆತ್ಮನ ಮಂಡಲದಲ್ಲಿ ಹೋರಾಡಿ ಹೊರಬರುವುದಕ್ಕೆ ಸಹಾಯ ಮಾಡು. അധികാരങ്ങൾ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവരായി തീരട്ടെ. ಅಧಿಕಾರವನ್ನು ಉಪಯೋಗಿಸುವ ಪ್ರಿಯರಾಗಿ ಮಾರ್ಪಡಿಸು. ഒരിക്കൽ കൂടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ಇನ್ನೊಂದಾವರ್ತಿ ಆಶೀರ್ವದಿಸಿ ಪ್ರಾರ್ಥಿಸುತ್ತಿದ್ದೇವೆ. പ്രാർത്ഥന കേൾക്കും. ಪ್ರಾರ್ಥನೆ ಕೇಳುತ್ತಿದ್ದೀರಿ. മഹത്വം തിരുമേനിക്ക്. ಮಹಿಮೆ ನಿಮಗೆ ಸಲ್ಲಿಸುತ್ತಿದ್ದೇವೆ. സകലതും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ಎಲ್ಲವೂ ಯೇಸು ಸ್ವಾಮಿ ಅಧಿಕಾರವುಳ್ಳ ನಾಮದಲ್ಲಿ ಬೇಡುತ್ತೇವೆ. ആമേൻ. ಆಮೆನ್. ആമേൻ. ಆಮೆನ್. ആമേൻ. ಆಮೆನ್. പകൽക്കാലം അടുത്തിരിക്കുന്ന ആൾക്കാരെ ഒന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞേ, ಈ ಹಗಲು ಹತ್ತಿರ ಇರುವಂತಹ ಮನುಷ್ಯರನ್ನ ಮುಟ್ಟಿ ಹೇಳಿರಿ, ദൈവശക്തി വർദ്ധിപ്പിക്കുക. ದೇವರ ಶಕ್ತಿಯನ್ನು ಹೆಚ್ಚಿಸಿರಿ. ആത്മ മനുഷ്യരായി തീരുക. ಆತ್ಮ ಮನುಷ್ಯರಾಗಿ ಮಾರ್ಪಡಿರಿ. ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. ದೇವರಿಗೆ ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸುವುದಕ್ಕೆ ಚಿತ್ತವಿದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. God bless you all. ದೇವರು ನಮ್ಮನ್ನ ಎಲ್ಲರನ್ನ ಆಶೀರ್ವದಿಸಲಿ.